എല്ലാ മഹത്വവും ദൈവത്തിനടുത്ത് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ഒരു വിഷയം കണ്ണിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇന്ന് ലോകത്തിലെ വലിയ ചിന്താവിഷയമായൊരു വിഷയമാണ് കണ്ണ്. അതിലൊന്നാമത് നമുക്കറിയാം, ഈ ലൂസിഫറിൻ്റെയൊക്കെ സിനിമ ഇറങ്ങിയോടുകൂടി എതിർ ക്രിസ്തു ഒറ്റക്കണ്ണനാണെന്ന് പലരും ഇങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, ഈ വരുന്ന എതിർ ക്രിസ്തുവിന് നെറ്റിയിൽ ഒറ്റക്കണ്ണനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒറ്റക്കണ്ണെന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യയുടെ ആർഷഭാരതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വിശ്വാമിത്ര മഹർഷിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. വിശ്വാമിത്ര മഹർഷിക്ക് നെറ്റിയിൽ കണ്ണുണ്ടായിരുന്നതാണ്. അഫ്ഗാൻ പ്രവിശ്യയിൽ, അന്ന് ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാൻ ഇതെല്ലാം പേർഷ്യൻ രാജ്യത്തോട് തൊട്ടെടുക്കുന്ന, ഇറാനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമല്ലായിരുന്നു, അഫ്ഗാൻ ബോർഡറാണ്. അപ്പോൾ ആ കാലങ്ങളിൽ അഫ്ഗാൻ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട പ്രദേശമായിരുന്നു. താലിബാനിസോടെ കയറിയെങ്കിലും ഇന്ത്യയുടെ ഒരു ഹെഡ് അഫ്ഗാൻ സ്ഥലമെന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ പ്ലേസായിരുന്നു. നല്ല ജ്ഞാനികളും അറിവുള്ള മനുഷ്യരൊക്കെ താങ്ങിയ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ആ കാലങ്ങളിൽ യേശുവിൻ്റെ ജനനത്തിങ്കൽ നക്ഷത്രത്തെ കണ്ട് ബത്ലഹേമിലേക്ക് പോയ കിഴക്കുന്ന് വന്ന രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കേരളത്തിൽ നിന്ന് വന്നതല്ല. അന്ന് ഇന്ത്യയുടെ തലപ്പത്താണ് അഫ്ഗാൻ, ഇറാൻ, ആ പ്രവിശ്യയിൽ നിന്ന് ഓരോ രാജാക്കന്മാരും നക്ഷത്രത്തെ കണ്ടിങ്ങനെ കൂട്ടം കൂടി പോയി യെരുശലേമിൽ വന്നപ്പോൾ ഇവരെല്ലാം ഒന്നിച്ചു കൂടി. കാരണം നക്ഷത്രം എന്ന് പറഞ്ഞാൽ അസ്ട്രോണമിയാണ്. അതിലൊരു കണക്കുണ്ട്, മകയിരം, കാർത്തിക, അല്ലേ? ചിലർക്ക് നാളൊക്കെ പറയുന്നത്, ചിലതിലൊക്കെ അർത്ഥങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചെറുപ്പത്തിൽ ഒരു സന്യാസി, അതിൽ അസ്ട്രോണമി പഠിച്ചതാണ്, വെറും കൈനോട്ടക്കാരനല്ല. നമ്മുടെ സഹോദരൻ പറഞ്ഞ പോലെ ഭാഷ കൈനോക്കി പറഞ്ഞെന്നാണ് പറഞ്ഞത്. കൈനോക്കിയല്ല, ആ മുഖം നോക്കിയാണ് പറഞ്ഞത്. അപ്പോൾ ആ മുഖം നോക്കി ആ സന്യാസി എന്നോട് പറഞ്ഞു, അയാൾ 8 ഭാഷയൊക്കെ അറിയാം, അസ്ട്രോണമി സൈക്കോളജിസ്റ്റാണ്, അല്ല വെറും കൈനോട്ടക്കാരനല്ല. 13ാമത്തെ വയസ്സിൽ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ കല്യാണം കഴിക്കില്ല, പക്ഷേ എങ്കിലും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ അനേക സ്ത്രീകൾ നിങ്ങളിവിടെ കാണുമെന്ന് പറഞ്ഞു. ഞാനത് പെന്തിക്കോസുകാരനുമല്ല, ഒരു പെന്തിക്കോസിനെ എനിക്കൊട്ട് അറിയത്തുമില്ല. 3ാമത് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിങ്ങനെ സഞ്ചരിച്ച് പല സ്ഥലങ്ങളിൽ പോകും, പക്ഷേ നിങ്ങളെ തകർക്കാൻ ഒരു ശക്തി നിങ്ങളുടെ പിന്നിൽ എപ്പോഴും കാണുമെന്ന് പറഞ്ഞു. ആ ശക്തിയെ മേൽക്കൊള്ളக்கூடிய മറ്റൊരു ശക്തി നിങ്ങളോട് കാണുന്നത് ഈശ്വരനാണെന്ന് പറഞ്ഞു. ഈശ്വരാനുഗ്രഹമുള്ളൊരു മനുഷ്യനാണ്. നമ്മൾ 13ാമത്തെ വയസ്സിൽ എന്തോ ചിന്തിക്കാനാണ്. ഏറ്റവും പ്രധാനമായിട്ട് അന്ന് ശ്രദ്ധിച്ചതാണ് കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു ചിരി വന്നു. പിന്നീട് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നിയിട്ടില്ല. പിന്നെ കർത്താവ് വിളിച്ചപ്പോഴാണ് ഈ പ്രതിഷ്ഠയുടെ വേല, ഈ അപ്പോസ്തോലിക സത്യങ്ങളെ ദൈവം കാണിച്ചു തന്നു. ഇതൊന്നും ആരും എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ രക്ഷിപ്പിൻ്റെ അനുഭവം മുറിയിൽ വെച്ച് കർത്താവായ യേശു പ്രത്യക്ഷപ്പെട്ടു, എന്നെ വിളിച്ച് വേർതിരിച്ചതിന് ശേഷം ഈ അപ്പോസ്തോലികമായ ഉപദേശം കർത്താവിനെ മനസ്സിലാക്കി എൻ്റെ മുറിയിൽ വെച്ച് തന്നെ തരികയായിരുന്നു. പിന്നീടാണ് ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ പല പെന്തിക്കോസുകാരുമായിട്ട് 2-3 വർഷം നല്ല പരിചയമായിരുന്നു, വിലയ്ക്ക് ഇറങ്ങുന്നോളം വരെ ഒന്നിച്ച് പ്രവർത്തിക്കുകയും. അതുകൊണ്ട് പെന്തിക്കോസ് ലോകത്തെക്കുറിച്ച് നന്നായിട്ട് പഠിക്കാനും കറസ്പോൺസിലെ ബൈബിൾ കോളേജിലൊക്കെ പോകാനിടയായി. ഇപ്പോൾ ഈ കണ്ണെന്ന് പറയുന്നൊരു വിഷയത്തെ തന്നെ എടുക്കുമ്പോൾ, ഒരു പാസ്റ്റർ, നമ്മുടെ 2-3 പാസ്റ്റർമാർ, ഞാൻ ഈ 3 സ്റ്റേജസ് അല്ലെങ്കിൽ സക്കറിയ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ വ്യാഖ്യാനം കൊടുത്ത സമയത്ത് പാസ്റ്റർ ടി ഉൾപ്പെടെ, പാസ്റ്റർ ഡോൺ, പാസ്റ്റർ ബോബി, പാസ്റ്റർ SB അണസ്റ്റ്, അങ്ങനെ പ്രധാനപ്പെട്ട പല പാസ്റ്റർമാരും പിന്നെ അത് സപ്പോർട്ട് ചെയ്തു. പാസ്റ്റർ ജേക്കബ് രക്തസിംഗ് മലേഷ്യയിലിരിക്കുമ്പോൾ പാസ്റ്റർ വെസ്ലിയുടെ ഇതിലെഴുതി എന്നോട് പറഞ്ഞു, ഈ വിഷയം പഠിപ്പിച്ചോ. കാരണം മറ്റു ചില പാസ്റ്റർമാർ ഇതിനെ ചോദ്യം ചെയ്തു. ഈ കൊച്ചുപദേശി വന്ന് ഇത്രയും കാലമായാലും അതിനു മുമ്പ് ഈ പുതിയ ഉപദേശമൊക്കെ സ്ഥാപിക്കാൻ പോകുന്നല്ലോ എന്ന് പറഞ്ഞു. അവർ നല്ല ഉദ്ദേശത്തോടെ, കാരണം നമ്മൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ പാസ്റ്റർ ജേക്കബിന് ഞാൻ എഴുത്തയച്ചു, ഈ വിഷയം കൂടെ അയച്ചു കൊടുത്തു. അദ്ദേഹം മലേഷ്യന്ന് എനിക്ക് എഴുത്തിൽ അയച്ചു തന്നു, നീ പഠിപ്പിച്ചോ, നിൻ്റെ വിഷയം ഞാൻ പഠിച്ചു, എനിക്ക് മനസ്സിലായി, ദൈവം നിനക്ക് അന്ന് വിഷയമാണ്, പഠിപ്പിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ മറ്റാരും തടസ്സം ചെയ്തില്ല. അപ്പോൾ അന്ന് പൊതുവെ ഇങ്ങനെ 1-2 പാസ്റ്റർമാർ എന്നെ കാണും പറയും, സക്കറിയ പ്രവചനവും ചെറിയ കുഞ്ഞിൻ്റെ വെളിപ്പാടും ഒരു തമാശ രൂപയാണെങ്കിലും ഇങ്ങനെ പ്രോത്സാഹനത്തോടെ ചില കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു, പാസ്റ്റർ ടി ഉൾപ്പെടെ.
അപ്പോൾ അത് ദൈവം തന്നു. അതിനൊരു കാരണമുണ്ട്. ഞാൻ വിശ്വാസിയായിരിക്കുന്ന സമയത്ത് പല ബൈബിൾ കോളേജുകാരെന്നെ വിളിച്ചു, പല സംഘടനകൾ എന്നെ പ്രവർത്തിക്കാൻ വിളിച്ചു, ഓപ്പറേഷൻ മൊബൈൽ സ്റ്റേഷൻ ഉൾപ്പെടെ. അമേരിക്കയിലെ പ്ലെയിൻ ട്രൂത്ത് മാസിക ഇറക്കുന്ന ചർച്ച് ഓഫ് ക്രൈസ്റ്റിൻ്റെ ആണെന്ന് തോന്നുന്നു, ചർച്ച് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ്, അവർ എൻ്റെ അഡ്രസ് ആരോ കൊടുത്ത് അവരെനിക്ക് മാസികളൊക്കെ അയച്ച് പുസ്തകങ്ങൾ അയച്ചു തരാൻ തുടങ്ങി. അവർ കറസ്പോണ്ടൻസ് കോഴ്സ് സയൻസും ബൈബിളും ആധാരമാക്കിയുള്ള കോഴ്സ് അയച്ചു തന്നു, പഠിക്കാൻ തുടങ്ങി. അവരെന്നെ ക്ഷണിക്കുകയും ചെയ്തു, താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങ് വരാം. അപ്പോൾ ഞാൻ TPMൻ്റെ ഇതില്ലേ മുളക്കട ബൈബിൾ കോളേജിൽ എനിക്ക് അഡ്മിഷൻ ശരിയായിക്കൊണ്ടൊരാൾ വന്നു, അവിടുത്തെ ഒരു ലെക്ചറാണ്. അതാണെങ്കിൽ ഡിഗ്രി വാല്യൂ ഉള്ളതാണ്, സലാംപൂർ യൂണിവേഴ്സിറ്റിയുടെ. അപ്പോൾ എനിക്കിതൊന്നും അന്ന കാലത്തൊന്നും അറിയാത്തതുകൊണ്ട് ഞാനെപ്പോഴും മുട്ടുകുത്തും. രാത്രിയിൽ എൻ്റെ മുറിയിൽ മുട്ടുകുത്തി ദൈവത്തോട് സംസാരിക്കും, പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ ഒരു ബൈബിൾ കോളേജിലും പോകണ്ട, എൻ്റെ അപ്പോസ്തലന്മാരെ പഠിപ്പിച്ച പോലെ നടത്തിയ പോലെ ഞാൻ പഠിപ്പിച്ചോളാം. അന്ന് ദൈവം എനിക്കൊരു പ്രോമിസ് ചെയ്തു, ഇന്ന് വരെയും ലോകത്തിൽ ഒരു ബൈബിൾ കോളേജിലും പഠിപ്പിക്കാത്ത ഒരു പുതിയ വിഷയം ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു. 79-ലാണ്. ഇത് നമുക്കെല്ലാം അറിയാം എന്താ പുതിയ വിഷയം, ബൈബിൾ തന്നെ ശരിക്കറിയാത്ത കാലഘട്ടം. പക്ഷെ പിന്നീട് ഈ 3 സ്റ്റേജസ് ഓഫ് ടെമ്പിൾ, 3 ആലയങ്ങളെക്കുറിച്ചുള്ള വിഷയം ഇത് നമ്മുടെ TPMലെ പുസ്തകത്തിലൊക്കെ ഉണ്ടല്ലോ. സമാവിയുടെ ആലയം, സൊലോമോൻ്റെ ആലയം, സെരുബാബിൻ്റെ ആലയം വരെ ഉണ്ട്. അപ്പോൾ ഈ വിഷയം എനിക്കും വളരെ ഇഷ്ടം. ഞാൻ മദ്രാസിൽ ആദ്യത്തെ വർഷങ്ങൾ അവിടെ ആയിരുന്നുകൊണ്ട് എനിക്കത് ഇഷ്ടമായിരുന്നു. ഞാൻ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ പാസ്റ്റർ ഏണസ്റ്റ് 1984 നമ്മുടെ പേരുമാറ്റ വിഷയത്തോട് ചേർന്ന് സഭയിൽ പ്രശ്നം ഉണ്ടായല്ലോ. ഫിലിപ്പിച്ചായൻ്റെ മരണവും ദി പെന്തിക്കോസ് മിഷൻ മാറിയതും പല ഫെയ്ത്തുകളിൽ അവർ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്ത സംഭവം. അപ്പോൾ അതൊരു കാലഘട്ടമായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ പെന്തിക്കോസിന് ചില കാലഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിലെ കാലഘട്ടം എന്ന് പറയുന്നതും 1-ാം നൂറ്റാണ്ടിലെ കാലഘട്ടത്തിനും ചില സാമ്യതയുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ വന്ന സഭയുടെ ഉണർവ്, സഭകളെല്ലാം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം 3-ാം നൂറ്റാണ്ടിന് ശേഷം സഭയിൽ ലോകം കയറാൻ തുടങ്ങി അധികമായിട്ട്. അങ്ങനെയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മതം മാറ്റത്തോടുകൂടി ഇതൊരു മതമായി മാറി. ആ മതത്തിൻ്റെ പിൻഗാമികളാണ്, ക്രിസ്തു മതത്തിൻ്റെ പിൻഗാമിയാണ് ഓർത്തഡോക്സ് റോമൻ കത്തോലിക്ക സഭ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് പിന്നെ ബ്രാഞ്ചായിട്ട് ഒരുപാട് വന്നിട്ടുണ്ടെന്നുള്ളതല്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ പിന്നീട് ഒരു ഉണർവ് 16-ാം നൂറ്റാണ്ടിലാണ്. 15-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 16-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ കാത്തലിക്സ് തന്നെ ഒരു ഫിലോസഫി ലെക്ചറായിരുന്ന ഒരു അച്ഛൻ, അദ്ദേഹം ബൈബിൾ പഠിക്കാൻ തുടങ്ങി. അപ്പം അന്നും ബൈബിളുണ്ട്. ഒരു സന്യാസി സമൂഹത്തിൽ ഒരു അച്ഛൻ ഈ മാർട്ടിൻ ലൂതറിന് ഒരു ബൈബിൾ കൊടുത്തു. അപ്പം അന്ന് മാർട്ടിൻ ലൂതർ പറഞ്ഞാൽ ഭയങ്കര ഭക്തി എരിവുള്ള സമയമാണ്. റോമിൽ ഈ മനുഷ്യനെ ചെന്നിട്ട് വത്തിക്കാൻ സിറ്റി ചെന്നിട്ട് അവിടെ പടികളുണ്ട്, മുട്ടുമ്മേൽ അഴിഞ്ഞിട്ട് വേണം പരിശുദ്ധ പിതാവിനെ കാണണമെന്ന് തീരുമാനമെടുത്തു പോയ മനുഷ്യനാണ്. അങ്ങനെ അനേക ദിവസം വ്രതവും നോയമ്പും ഒക്കെ എടുത്ത് വത്തിക്കാനിൽ താൻ ചെന്ന് ആ കാഴ്ച കാണുകയും, എന്തിനാ, തനിക്ക് സുവിശേഷ പ്രവർത്തനത്തിൽ പുതിയൊരു വാതിൽ തുറക്കാൻ വേണ്ടി പോയതാണ്. ഈ ബൈബിളിൽ നിന്ന് എനിക്ക് ഒരുപാട് ആശയങ്ങൾ കിട്ടി. അതായത് ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്, വിശ്വാസമുള്ള നീതീകരണം. അങ്ങനെ ഒരു താല്പര്യത്തോട് ഞാൻ ചെന്ന്, അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിനിധിയായ പരിശുദ്ധ പിതാവിനെ കാണാം. നമുക്കറിയാം പോപ്പുമാരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ അതിൽ ചിലതെല്ലാം ദൈവഹിതമില്ലാത്ത ജീവിതവും പ്രവൃത്തിയും ചെയ്തവരും, ഈവൻ കല്യാണം പോലും കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നവർ പോലും ഉണ്ടെന്ന് ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യൂറോപ്പിൽ കരിനിഴൽ വീണ കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കാലഘട്ടത്തിലാണ് ഈ മാർട്ടിൻ ലൂതർ അവിടെ ചെല്ലുന്നത്. തനിക്ക് അവിടുത്തെ അവസ്ഥകളെല്ലാം കണ്ട് താൻ ഞെട്ടിപ്പോയി. തിരിച്ചു വന്ന് ബൈബിളിൽ നിന്ന് ഏകദേശം 99 വിശ്വാസ സത്യങ്ങൾ, രക്ഷിപ്പ് മുതൽ ഇങ്ങോട്ട് വിശ്വാസ സ്നാനം മുതൽ താൻ എഴുതി ജർമ്മൻകാരനാണ്, വിറ്റൻബർഗ് ദേവാലയത്തിൽ കൊണ്ടുപോയി ഒട്ടിച്ചു വെച്ചു. 15-ാം നൂറ്റാണ്ടിലാണെന്ന് ഓർത്തോണം, അല്ല 16-ന്റെ ആരംഭം. അങ്ങനെ വിശ്വാസ മാർഗത്തിൻ്റെ സത്യങ്ങൾ വിറ്റൻബർഗ് ദേവാലയത്തിൽ ഒട്ടിച്ചതിന് ശേഷം താനത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. തന്നെ പലപ്പോഴും സഭാ നേതാക്കന്മാർ കൊല്ലാൻ പ്ലാനിട്ടെങ്കിലും ദൈവത്തിൻ്റെ സൂക്ഷിപ്പായോണ്ട് അങ്ങനെ താൻ പോയിക്കൊണ്ടേയിരുന്നു. അതാണ് പ്രൊട്ടസ്റ്റൻ്റ്
അന്ന് ഉള്ള ആഗോള സഭയായ കത്തോലിക്ക സഭയ്ക്കെതിരായിട്ട് മാർട്ടിൻ ലൂതർ, ഒരു കത്തോലിക്ക വൈദികൻ, കോളേജ് പ്രൊഫസറും കൂടെ ആയിരുന്ന മനുഷ്യൻ, ഫിലോസഫറായിരുന്ന ഇദ്ദേഹം ബൈബിൾ പഠിച്ച് അതൊരു സന്യാസി അച്ഛൻ കൊടുത്തതാണ്. അങ്ങനെയാണ് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗം ഉണ്ടായത്. പ്രൊട്ടസ്റ്റൻ്റ് എതിർക്കുക, കത്തോലിക്ക സഭയുടെ അനാചാരങ്ങളെ എതിർക്കുന്ന സഭകൾ ഉണ്ടാകാൻ കാരണമാണ്. അതൊരു ഉണർവിനും വഴിതെളിക്കുകയും അങ്ങനെയാണ് ലൂതറൻ മിഷൻ ഒക്കെ ജർമ്മനിയിൽ ഉണ്ടാകാൻ കാരണം അതാണ്. ലൂതറൻ സഭ ഉണ്ടാകുന്നതിൻ്റെ ചരിത്രം അങ്ങനെയാണ്. പിന്നീട് അതിൽ നിന്ന് നമുക്കറിയാം അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. 20-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ പല സംഘടനകൾ, വെസ്ലി, ജോൺ വെസ്ലി, ചാർലസ് വെസ്ലി, വെസ്ലിയൻ ചർച്ചസ്, മെത്തേഡിസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, ഇങ്ങനെ പല സഭകളുണ്ടാകുകയും രക്ഷാസ്നാനം, അങ്ങനെയാണ് അവരും വന്ന് ഈ നോർത്ത് ഈസ്റ്റിലെ വന്ന് അനേകരെ നാഗാലാൻഡെല്ലാം ഇത് ക്രിസ്തുവിലേക്ക് നടത്തിയത്. അപ്പോൾ ആ 20-ാം നൂറ്റാണ്ടിൽ വരുമ്പോൾ നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ വലിയ പകർച്ച ലോസ് ഏഞ്ചൽസിലെ, അതുപോലെ തന്നെ കാനഡയുടെ പ്രവിശ്യയിലെ ഒരു കൂട്ടം കറുത്ത വർഗ്ഗക്കാരും ഒരു കൂട്ടം വെളുത്ത സായിപ്പന്മാരും ഒരുപോലെ അഭിഷേകം പ്രാപിച്ചു. ഇവർ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അഭിഷേകം ഒന്നാക്കി. തൊലിയുടെ വ്യത്യാസവും ഭാഷയുടെ വ്യത്യാസവും എല്ലാം മാറ്റി ആത്മാവിലൊന്നായി. അതായത് കാന്തം പോലെ എൻ്റെ അകത്തും പരിശുദ്ധാത്മാവ്, വേറൊരാളകത്തും പരിശുദ്ധാത്മാവ് അവർ തമ്മിൽ കാണുമ്പോൾ അറിയാൻ ഒട്ടിപ്പോകും. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, പാസ്റ്റർ ഡോൺ കോട്ടയം കൺവെൻഷൻ വരുന്ന സമയത്തിൽ, ഇപ്പോൾ ഞങ്ങളിങ്ങനെ കൺവെൻഷൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുക. പാസ്റ്റർ KC ഉള്ള സമയമാണ്. പാസ്റ്റർ ഡോൺ നല്ല വെളുത്ത് സായിപ്പല്ലേ, അദ്ദേഹമാണെങ്കിൽ ഒരു ഹൈ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ കൂടാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ജ്യൂസ് ട്രഡീഷനാണ്. അപ്പോൾ ഈ നമ്മുടെ അപ്പച്ചന്മാർ 2-3 പേര് വിശ്വാസി അപ്പച്ചന്മാർ ഡോൺ അപ്പച്ചനെ കാണാൻ വേണ്ടി ഗേറ്റിൽ പോയി നിൽക്കുക. അത് നല്ല കറുപ്പാണ്, എന്നേക്കാളും നല്ല കറുപ്പാണ്. ഒറിജിനൽ 7 അടകുള്ള കറുപ്പുള്ള അച്ചായന്മാരാണ്. ഒരു വിദ്യാഭ്യാസമില്ലാതെ പ്രായം ചെന്ന അച്ചായന്മാർ. ആരെ കാണാൻ? ഡോണപ്പച്ചനെ. ഈ ഡോണപ്പച്ചൻ അല്ലെങ്കിൽ ഈ അപ്പച്ചന്മാരായിരുന്നു ബ്ലഡ് റിലേഷൻ അല്ലല്ലോ, എന്നാലും ആത്മാവിൻ്റെ ഐക്യത ഞാൻ പറയുന്നത്. അപ്പോൾ ഇവർ 2-3 അച്ചപ്പച്ചന്മാർ പ്ലാൻ ചെയ്ത് ആദ്യമേ കാണാൻ കാറിൽ വരുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞ് നോക്കണം. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കാറിലെ പാസ്റ്റർ ഡോൺ വന്ന ഉടനെ ഇവർ അപ്പോൾ സ്വോത്രമെന്ന് പറഞ്ഞു കേട്ടോ. പാസ്റ്റർ ഡോണിൻ്റെ കാർ നിർത്തി ചാടി ഇറങ്ങി ഈ 3 അപ്പച്ചന്മാരും കെട്ടിപ്പിടിച്ച് എനിക്ക് തോന്നുന്നൊരു 10-15 മിനിറ്റ് അവൾ എല്ലാവരും കൂടെ അന്യഭാഷ പറഞ്ഞ ആത്മാവിൽ ഈ 4 പേരും കൂടെ ഞങ്ങളെല്ലാം നോക്കിക്കുക. അതാണ് പരിശുദ്ധാത്മ. അപ്പം കാനഡയിലും ലോസ് ഏഞ്ചൽസിലുണ്ടായ ഈ 2 വിഭാഗങ്ങളെ ക്രിസ്തുവിൽ ഒന്നാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിന് ഉണർവ് ആരംഭിച്ചതാണ് പെന്തിക്കോസ്റ്റ് മാർഗം എന്ന് പറയുന്നത്. അങ്ങനെ ആ കാലങ്ങളിൽ പെന്തിക്കോസ്റ്റ് മാർഗത്തിൻ്റെ ഒരു വലിയ ആളാണ് രമാഭായി. അവരൊരു ബ്രാഹ്മണ സ്ത്രീയാണ്. സത്യത്തെ തേടി ഇറങ്ങിത്തിരിച്ച് അവസാനം യേശു ക്രിസ്തുവിനെ കണ്ടെത്തി. എനിക്കൊന്ന് പൂനായിലാണെന്ന് തോന്നുന്നു. അവരുടെ വലിയൊരു ആശ്രമമുണ്ട്. ആ ആശ്രമത്തിൽ അന്ന് സതി, അതായത് ഭർത്താവ് മരിച്ച ഭാര്യയെ ചതയിൽ ചാടണമെന്നുള്ള വലിയ നിർബന്ധമുള്ള കാലമാണ്. അതും 70 വയസ്സുള്ള ആണായിരിക്കും 10 വയസ്സുകാരിയെ കല്യാണം കഴിക്കുന്നത്. ഇങ്ങനെ ചത്തുപോയി കഴിഞ്ഞാൽ ഇവർ ചാവണമെന്ന നിയമം. അത് ആദ്യമായിട്ട് അതിനെ എതിർത്തത് വില്യം കേറിയാണ്. പിന്നീട് ഈ രമാഭായി. അതിനുശേഷമാണ് രാജാ റാം മോഹൻ റോയ് അവരോട് ചേർന്നു ബെന്റിക് പ്രഭു സതി നിർത്തലാക്കി. അങ്ങനെയുള്ള അനേക പരിഷ്കാരങ്ങൾ ഈ യൂറോപ്യൻ അല്ലെങ്കിൽ അമേരിക്കൻ മിഷണറിമാർ, ഇംഗ്ലീഷ് മിഷണറിമാർ നടപ്പാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രമാഭായി ഒരുപാട് സ്ത്രീകളെ, വിധവകളെ കൊണ്ട് സംരക്ഷിച്ച് അവിടെയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ പകർച്ച അവരുടെ ആശ്രമത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് പെന്തിക്കോസ്തിൻ്റെ ഉണർവുണ്ടായത്. പിന്നെ കേരളത്തിൽ കുക്ക് സാഹിബ് AG അസംബ്ലീസ് ഓഫ് ഗോഡ് ആദ്യം പ്രവർത്തിച്ച് പിന്നീടാണ് പാസ്റ്റർ പോൾ TPMലേക്ക് വരുന്നത്. ഇപ്പോൾ TPMന് 3 ഘട്ടങ്ങൾ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് 1905 ആരംഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടി അഭിഷിക്തരായ മനുഷ്യരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം ഉരുവാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഘട്ടം ഘട്ടമായിട്ട് അതിനു മുമ്പ് തന്നെ മർത്തോമക്കാരിലുണ്ടായൊരു ഉണർവ്, പിന്നെ ബ്രദർ മിഷൻകാർ, ഇതൊന്നും പിശാചൊന്നുമല്ല കേട്ടോ, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. അതിനുശേഷമാണ് പെന്തിക്കോസ്റ്റ് ഉണർവുണ്ടായത്. ഈ പെന്തിക്കോസ്റ്റ് ഉണർവ് വന്ന് പാസ്റ്റർ പോളിന് മറ്റുള്ളവരെക്കാൾ ഒരു പ്രത്യേക, അല്ലെങ്കിൽ മറ്റുള്ള പലർക്കും നേരത്തെ കൊടുത്തതാണ് ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ മാർഗം. എല്ലാം വിട്ട് ആദിമ അപ്പോസ്തലന്മാരെ പോലെ ഇറങ്ങി വരണം.
അങ്ങനെയാണ് ഈ മാർഗം വീണ്ടും ദൈവം ഉദ്ധരിച്ച്. ഇതിനെ റെസ്റ്റോറേഷൻ എന്നാണ് കേട്ടോ. നമ്മൾ പറയരുത് ഞങ്ങളുടെ സഭയുണ്ടായിട്ട് 103 വയസ്സായി, 103 വയസ്സായ ഈ മുത്തശ്ശിയാണെന്നൊന്നും പറയരുത്. അങ്ങനെയൊക്കെ പറയുന്ന ഭാഷന്മാരുണ്ട്, അതൊക്കെ തെറ്റാണ്. 103 വയസ്സൊന്നും അല്ല ഇതിന് പ്രായവും കാലമൊന്നുമില്ല. ജീവാരംഭവും ജീവാവസാനമൊന്നുമില്ല ആത്മാവിന്. അപ്പോൾ അങ്ങനെയൊക്കെ ചില ഈ പെന്തിക്കോസ് ജനിച്ചവർക്കാണ് അറിയാതെ വരുന്നതാണ് കേട്ടോ. ഞങ്ങളെപ്പോലുള്ള സമുദായത്തിൽ വരുന്നവർക്ക് സമുദായം വിട്ടുകൊണ്ട് ഇതൊരു സമുദായ മതമായി ഞങ്ങൾ കാണത്തില്ല. അതാണ് ഞങ്ങൾ ഇവിടെയുള്ള ഒരുപാട് ചില ക്ലാഷ് ഉണ്ടാകുന്നതിൻ്റെ കാരണം. അങ്ങനെ സ്നേഹത്തിൻ്റെ ക്ലാഷാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ 103 വയസ്സാണെന്നും പാസ്റ്റർ പോളാണ് സ്ഥാപിച്ചെന്ന് പറയുന്നത്. പാസ്റ്റർ പോളിനെ കൂടി ഒരു നവീകരണ കർത്താവായെന്ന് മാത്രമേ ഉള്ളൂ. പാസ്റ്റർ പോളിനെ വിശേഷമായിട്ടാരും പൊക്കി പറയാൻ അദ്ദേഹം പോലും ഇഷ്ടപ്പെട്ടില്ല. പാസ്റ്റർ പോളിൽ കൂടെ ചില ഉപദേശം കൊണ്ടുവന്നു, പിന്നെ പാസ്റ്റർ ആൽവിൽ കൂടെ കൊണ്ടുവന്നു, പാസ്റ്റർ എസി തോമസ്, ഇങ്ങനെ പലരും കാലാകാലങ്ങൾ ദൈവം ഓരോരുത്തരെ കൊണ്ട്. ഇനി ഇവരെക്കാളൊക്കെ മുമ്പ് തന്നെയാണ് വാച്ച്മാനി ചൈനയിലെ തടവിൽ വെച്ച് ഈ സത്യങ്ങളെല്ലാം വാച്ച്മാനിയുടെ പുസ്തകത്തിലുണ്ട്. ഗ്ലോറിയസ് ചർച്ച് എന്ന് പറഞ്ഞാൽ കുറേ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വായിക്കുമ്പോൾ ഈ പാസ്റ്റർ ആൽവിന് വെളിപ്പെട്ട പല സത്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഈ പറഞ്ഞ വാച്ച്മാനിയുടെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ 12-ാം അധ്യായത്തിലെ സ്ത്രീയും അങ്ങനെ പലതും ഉണ്ട്. ഒരുപക്ഷെ പാസ്റ്റർ ആൽവിന് കുറച്ച് ദൈവം കൊടുത്തതായിരിക്കും ബാക്കി ഈ പറഞ്ഞ പുസ്തകമെല്ലാം റെഫർ ചെയ്ത് കാണും, ഇംഗ്ലീഷ് അറിയാവുന്ന മനുഷ്യരിൽ. എനിവേ, നമുക്കതല്ല വിഷയം. നമുക്കെപ്പോഴും ക്രിസ്തു എന്ന അടിസ്ഥാനമായിരിക്കണം മെയിൻ വിഷയം. അവിടെ മതവും സംഘടനയും പാസ്റ്റർമാരും ഒക്കെ രണ്ടാമത്തെ കേസുകളാണ്. എങ്കിൽ മാത്രമേ വളർച്ചയുള്ളൂ. അല്ലെങ്കിൽ മതവൈരാഗ്യം ഉണ്ടാകും, മതസ്പിരിറ്റ് ഉണ്ടാകും, മതവെറിയായി മാറും. ഇന്ന് മതങ്ങൾ വെറും വെറി പിടിച്ചവരെ പോലെ പോകുന്നൊരു കാലമാണ്. അത് മാറി ക്രിസ്തുവിലേക്ക് വരുമ്പോൾ എല്ലാം നീങ്ങിപ്പോവും. ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി പഴയത് മാറിപ്പോവും. അങ്ങനെ ആണിപ്പോൾ. അപ്പം 1905 മുതൽ 45 വർഷമായപ്പോൾ പാസ്റ്റർ പോൾ മരിച്ചു. 40 വർഷം TPMൻ്റെ ഒരു ഘട്ടമാണ്. അതിനുശേഷം 84 വീണ്ടും ഒരു പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ അടുത്ത 40 വർഷം നോക്കണം. അപ്പോൾ ഒരു 40 വർഷം കഴിയുമ്പോൾ സഭയിലൊരു ശുദ്ധീകരണം നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 85 പോയിട്ട് പിന്നെ 40 വർഷം 2025 അല്ലേ? അല്ലല്ലോ, 85 പോയിട്ട് ഇപ്പം 35 വർഷമായി അല്ലേ? അപ്പോൾ ഒരു ഭാഷയോട് പറഞ്ഞു ഈ 40 വർഷത്തിനകം നമ്മുടെ സഭയ്ക്ക് വീണ്ടും ഒരു ശുദ്ധീകരണം ഉണ്ടാകും എന്ന് പറഞ്ഞു. അതൊന്നും ആയിക്കോട്ടെ. ഇനി അതിനൊക്കെ നല്ല നമ്മൾ സഭയുടെ ശുദ്ധീകരണം കാത്തിരിക്കാതെ നമ്മളങ്ങ് ശുദ്ധീകരിച്ചാൽ പോരെ, ഇല്ലേ? ഇപ്പോൾ അടയാറിലൊരു ശുദ്ധീകരണം നടക്കാൻ പോയപ്പോൾ ആൾക്കാർ പലതും ചിന്തിച്ചു, ഇതെന്തിനാ ഇവിടം വരെ പോകുന്നേ? നമുക്ക് അവനവൻ തൻ്റെ കാന്തയും തന്നെത്താൻ ശുദ്ധീകരിച്ചിരുന്നാൽ പോരെ. ഒരുപാട് ചരിത്രവും സയൻസും കൂടുതലൊന്നും തലയ്ക്കകത്ത് കയറേണ്ട ആവശ്യം ഇല്ല. തൻ്റെ കാന്തയും. അപ്പോൾ ഞാൻ ഈ വിശ്വാസ സമയത്തിന് ഇങ്ങനെ ഈ ബൈബിൾ കോളേജിലൊക്കെ പഠിക്കാൻ താല്പര്യപ്പെട്ടെങ്കിൽ കർത്താവിനോട് പറഞ്ഞു, അത് വേണ്ട, ഞാൻ നിന്നെ പഠിപ്പിച്ചോളാം, ഒരു ബൈബിൾ കോളേജിലും പഠിപ്പിക്കാത്തൊരു സത്യം തരാം. അങ്ങനെയാണ് ഈ അപ്പോസ്തോലിക വേലയെക്കുറിച്ചും വെളിപ്പാട് കിട്ടി. മറ്റ് പല ഗ്രൂപ്പുകൾ, ഓപ്പറേഷൻ മൊബൈലൈസേഷൻ, മറ്റേ കല്ലുവല കുഞ്ഞമ്മ പാസ്റ്റർ ആണെങ്കിൽ തൻ്റെ രണ്ടാമത്തെ ആളാക്കി എന്നെ മാറ്റാമെന്ന് വരെ പറഞ്ഞു, വിശ്വാസിയായിരിക്കും തന്നെ. ചർച്ച കൂടുകാർ, ഏജിക്കാർ പലരും വിളിച്ചു. ഞാനൊന്നും തടസ്സം ചെയ്തില്ല, ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ദൈവം എന്നെ ഈ സത്യം മനസ്സിലാക്കി ഞാൻ 81 അടയാറിലേക്ക് പോയതിന് ശേഷം പിന്നീട് തിരിച്ച് 5 വർഷം കഴിഞ്ഞ് 5 വർഷമായപ്പം ഇവിടെ വന്നു. കോട്ടയത്തേക്ക് എനിക്ക് ട്രാൻസ്ഫറായി. ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ, കോട്ടയത്തിലെ ട്രാൻസ്ഫർ, തിരുവണ്ണാമല ചുണ്ടായ ദർശനം. അന്ന് പാസ്റ്റർ KC വർഗീസാണ് കോട്ടയത്തെ സെൻട്രൽ പാസ്റ്റർ. അപ്പോൾ അദ്ദേഹം ഒരു കാര്യമുണ്ട്, ഏത് മനുഷ്യനും പരീക്ഷിച്ചതിന് ശേഷമേ അടുത്ത സ്റ്റെപ്പിലേക്ക് വിടത്തുള്ളൂ. ഏത് കാര്യം ചുമ്മാ മുഖം നോക്കിയൊന്നും അദ്ദേഹത്തിന് വരിക. നല്ല ട്രെയിനിങ് മാസ്റ്ററാണ്. കഴിഞ്ഞ 35 വർഷക്കാലം അടയാറിൽ ട്രെയിനിങ് മാസ്റ്ററായിരുന്ന മനുഷ്യനാണ്. തനിക്ക് കേരളത്തിന് കിട്ടിയത് വലിയ ഭാഗ്യമായിരുന്നു, കോട്ടയത്തിന് കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമായ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ട്രാൻസ്ഫർ വന്നു. ആദ്യമായിട്ട് എൻ്റെ പരീക്ഷ ഇതായിരുന്നു, ടെസ്റ്റ്. ഇവനെന്തുണ്ട്, ഇവനെന്തുമാത്രം കോളിങ് എല്ലാം അറിയാൻ വേണ്ടി താൻ എന്നോട് പറഞ്ഞു, ഒരു ഞായറാഴ്ച രാവിലെ, ആ വന്നതിൻ്റെ അടുത്ത ഞായറാഴ്ച രാവിലെ പറഞ്ഞു, കുറിച്ചിയിൽ സഭായോഗത്തിന് പോകണമെന്ന് പറഞ്ഞു. ശരി, പോയി. അപ്പം കോട്ടയം സെൻറ്ററിലേക്കല്ലേ വന്നു. സഭായോഗം തുടങ്ങിയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 17 മിനിറ്റ് പ്രസംഗിക്കണം. എത്ര മിനിറ്റാ? 17 മിനിറ്റ്. ഏതാ 15 20 അല്ല, 17 മിനിറ്റ് പ്രസംഗിക്കണം. ശരി. അപ്പോൾ താൻ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് പ്രസംഗം എന്താണ്. അപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ ടൈമൊന്നും നോക്കിയില്ല കേട്ടോ, ക്ലോക്കേ നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. ശരിയെന്ന് പറഞ്ഞ അനുസരണത്തിന് കീഴ്പ്പെട്ട് ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. ആ വാക്യം വായിച്ച് 1 യോഹന്നാൻ 4:4. അതിനുശേഷം ഏതോ കാര്യം പറഞ്ഞതിന് ശേഷം അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തത് 2 രാജാക്കന്മാർ 6-ാമത്തെ അധ്യായത്തിൽ ഏതാ ഈ എലീശ ശിഷ്യനോട് പറഞ്ഞില്ലയോ,
നമ്മോടുകൂടെയുള്ളവർ അവരെ ഉള്ളതിനേക്കാൾ അധികം. അപ്പോൾ ഈ പഴയ നിയമം പുതിയ നിയമം കമ്പയർ ചെയ്ത് പ്രസംഗിച്ച് ഞാൻ ഇരുന്നപ്പോൾ ക്ലോക്കേ നോക്കി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആത്മാവ് എന്നെ കൊണ്ട് നടത്തിയായിരിക്കും. ഇരുന്നപ്പോൾ കറക്റ്റ് 17 മിനിറ്റ്. ഞാൻ ടൈം നോക്കി പ്രസംഗിച്ചതല്ല, പക്ഷേ അത് കറക്റ്റായിട്ട് ആത്മാവ് കമ്പോസ് ചെയ്ത് കൈ തന്നു. പാഷ് വലിയ ഇഷ്ടമായി. അന്ന് ഇതിൻ്റെ ഹൈ റേഞ്ചിൻ്റെ ഹെഡ് ഏലപ്പാറയായിരുന്നു. മാസികമൊക്കെ നടത്തുന്ന അന്ന് ഏറ്റവും വലിയ സഭയും മാസികവും നടക്കുന്നതൊക്കെ ഏലപ്പാറയാണ്. അപ്പോൾ അവിടത്തേക്ക് ഒരാളെ വെക്കാൻ പുള്ളി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ പഴയ നിയമം പുതിയ നിയമം കോട്ട് ചെയ്ത് സംസാരിക്കുന്ന പുള്ളി വലിയ സന്തോഷമായി. എന്നോട് ഞാൻ അടുത്ത ദിവസം നമുക്ക് ഏലപ്പാറയ്ക്ക് പോകണം. അങ്ങനെ ആണ് ഈ ഹൈ റേഞ്ചിൽ ആദ്യമായിട്ട് 85-ൽ ഏലപ്പാറയിൽ മിനിസ്ട്രി ആരംഭിച്ചത്. ഏലപ്പാറ ഞാൻ വരുമ്പോൾ ഈ സീ പ്രശ്നത്തിൻ്റെ ഗുരുതരമായ സമയത്താണ്. 3 സുവിശേഷ വേലക്കാർ ഏലപ്പാറയിൽ നിന്ന് പോയി. ഒരു കുടുംബസ്ഥൻ വേല വിട്ടു പോയി. അതിനു മുമ്പ് ഒരു നല്ല യൗവനക്കാരനായൊരു മൂപ്പൻ, അദ്ദേഹം വേറെ രീതിയിൽ പോയി. പിന്നെ മദ്രാസിൽ നിന്ന് അയച്ച ഒരു ഏലപ്പാറയ്ക്ക് അയച്ചൊരു സഹോദരനെ അന്ന് സീക്കാർ റെയിൽവേ സ്റ്റേഷൻ വെച്ച് സ്വീകരിക്കാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് പത്തനംതിട്ട കൊണ്ടുപോയി. അവസാനം പുള്ളിക്ക് ഇറങ്ങി തിരിച്ച് മദ്രാസിൽ വീട്ടിലും കണ്ടുപോയി. അപ്പോൾ ഞാനിവിടെ ചെല്ലുമ്പോൾ വലിയ സാത്താൻ്റെ ഭയങ്കര ശക്തി ഏലപ്പാറയിൽ പ്രവൃത്തി സമയമാണ്. വിശ്വാസികൾ തന്നെയും പലരും ലോകത്തിലേക്ക് അങ്ങ് പോയി. കാരണം ഈ 3 വേലക്കാരുടെ തകർച്ച, പ്രത്യേകിച്ച് 2 വേലക്കാരുടെ വളരെ മോശമായ രീതിയിലേക്ക് സഭയിലെ പലരും ലോകത്തിലേക്ക് ഇറങ്ങി യൗവനക്കാരും പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിൽ അത് ഗ്രഹിച്ചുകൊണ്ട് എനിക്ക് സഹിക്കാനൊത്തില്ല. അന്ന് പുനലൂർ കുഞ്ഞമ്മ കോശി മദറാണ്, പ്രായമുള്ളൊരു മദർ എൻ്റെ കൂടെ ഇപ്പോൾ. അവർ നല്ലൊരു പ്രാപ്തിയായ മദറും വെളിപ്പാടുള്ളൊരു മദറുമാണ്. അങ്ങനെ വേല ആരംഭിച്ചപ്പോൾ എനിക്കങ്ങ് വലിയ ഭാരം തോന്നി. ഈ സഭയുടെ ഈ അവസ്ഥ മദ്രാസിൽ നിന്നൊക്കെ വന്ന സമയത്ത് ഞാൻ ഉപവസിക്കാൻ തുടങ്ങി. ഉപവസിച്ച് പിന്നീട് 8 മാസത്തോളം ഒരു നേരം ഭക്ഷണം, അതും കൊടും തണുപ്പുള്ള സ്ഥലമല്ലേ. പലരും എന്നോട് പറയും അങ്ങനെ ചെയ്യരുത്, ചത്തുപോകും. പക്ഷേ അങ്ങനെ ഒരു നേരത്തെ പച്ചക്കറി ഒരു കറിയും കൂട്ടി ഭക്ഷണം കഴിച്ചിരിക്കും. പക്ഷേ ശരീരം വളരെ മെലിയാൻ തുടങ്ങി. കേസിയപ്പം പോലും എൻ്റെ ഉടുപ്പ പിടിച്ചിങ്ങനെ ലൂസായതുകൊണ്ട് പുള്ളി കരഞ്ഞ് ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് പരിശുദ്ധാത്മാവ് വലിയ പകർച്ച വരാൻ തുടങ്ങി. പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ആത്മാവ് ഇത്രയും ഉണ്ടായത് വേറെ സ്ഥലത്തുണ്ടായിട്ടില്ല. 16 മണിക്കൂറോളം കേട്ടോ, 16 മണിക്കൂറോളം ദൈവസന്നിധിയിൽ ഇരുന്നാൽ എഴുന്നേക്കാൻ സാധിക്കത്തില്ല. അതുപോലെ പരിശുദ്ധാത്മാവ് ഒരു ചെറിയ ഷീറ്റാണ്. ഇപ്പുറത്തൂടെ അവിടുത്തെ കാറ്ററിയല്ലോ, ചൂടോടിക്കുന്ന കാറ്റിങ്ങനെ അടിച്ച് വെള്ളം മുറിക്കകത്തോട്ട് കയറ്റും. ഇപ്പുറത്തോ 2 വാതിലാണ്, ഓപ്പോസിറ്റ് ഒരു വാതിൽ, 2 വാതിൽ കൂടെയും വെള്ളം ഇങ്ങനെ അടിച്ച് കയറി. എനിക്ക് വന്ന സമയമല്ലേ, ഒരു സ്വെറ്ററില്ല, മഫ്ലറില്ല, ഒന്നുമില്ല, അതുപോലും ഇല്ല. അപ്പോൾ ഞാനവിടെ ഒരു എലിക്കുഞ്ഞിങ്ങനെ ഇരിക്കുന്ന പോലെ ആ കട്ടിലിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ആത്മാവ് നിറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കാലത്തിൽ പാസ്റ്റർ ഏണസ്റ്റ് ഈ സെരുബാബിൻ്റെ ആലയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് കുറേ പോയിന്റുകൾ എൻ്റെ മനസ്സിലുണ്ട്. ആ തണുപ്പിൽ ആ പറഞ്ഞ കാലാവസ്ഥയിലാണ്, അല്ലെങ്കിൽ അധികം ഭക്ഷണം കഴിക്കാൻ പോയി, ഉറക്കമില്ല, കഴിക്കാൻ വേണ്ടെന്ന് വെച്ചതാണ്. എന്ന് പിന്നെ ചെറുപ്പമല്ലേ. ഈ സമയത്താണ് പരിശുദ്ധാത്മാവ് ഈ വേദപുസ്തകം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. പല ബുക്കുകൾ, ലേവ്യ പുസ്തകം, എബ്രായ ലേഖനം, പ്രവാചകന്മാരുടെ പുസ്തകം, അങ്ങനെ ഹഗായി, സക്കറിയ, എസ്ര, നെഹമ്യ, ഇതെല്ലാം വളരെ ആധികാരികമായി പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ചു വന്നപ്പോഴാണ് ഈ സക്കറിയ പ്രവചനം 4-ാം അധ്യായം എൻ്റെ കണ്ണിൽപ്പെട്ടത്. അപ്പോൾ അന്ന് നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൽ, അന്നത്തെ ആദ്യത്തെ വെളിപ്പാട് പുസ്തകം മലയാളത്തിലെ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ കാണുന്ന 2 അഭിഷിക്തന്മാരും 2 ഒലിവുമരവും ഈ പറഞ്ഞ സക്കറിയ പറഞ്ഞ ഒലിവുമരം ഒന്നാണെന്നാണ് അന്ന് ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചു. പിന്നീട് അത് മാറ്റി കേട്ടോ. അപ്പോൾ അത് 2 ഒന്നാണ്, അത്രയുള്ള അതിനെപ്പറ്റി പഠിത്തം. ഈ സക്കറിയ പ്രവചനം അന്ന് പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന സമയമാണ്. അന്നൊരു വ്യക്തി എൻ്റെ മുറിയിലേക്ക് വന്നാൽ കംപ്ലീറ്റ് വായിച്ചെടുക്കാൻ സാധിക്കും. വരുന്ന പോലല്ല തിരിച്ചു പോകുന്നത്. അന്ന് പോൾരാജ് എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയക്കാരൻ എന്നോട് തർക്കിക്കാൻ വന്നു. താനെന്നവിടുത്തൊരു രാഷ്ട്രീയക്കാരനും വിശ്വാസി എന്ന പേരുമുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വിശ്വാസികൾ പോകാൻ ഞാൻ പ്രസംഗിച്ച് പുള്ളിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, എന്നോട് ചോദ്യം ചെയ്യാൻ വന്നതാണ്. പുള്ളി മുറിക്കകത്ത് കയറി. ഞാൻ പറഞ്ഞു പോൾരാജ് ഇരുന്നാട്ടെ. ഇരുന്നതറിഞ്ഞ് പുള്ളി അവിടെ കിടന്ന് ചാടി കരഞ്ഞു കാറി തൻ്റെ പാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു. പിറ്റേ ദിവസം രാഷ്ട്രീയം ഉപേക്ഷിച്ച് നല്ല മനുഷ്യനായി പോയി. അതുപോലെ നടക്കാൻ പോകുന്ന കാര്യം ഫെയ്ത്തോലന്ന് കൃപയാൽ സഹോദരിമാർ ഉത്സാഹത്തുണിക്കുന്നത് മദർ ഒരു ശകലം പിന്മാറ്റ ശക്തിക്ക് അധീനമായിരുന്നു. അപ്പോൾ എൻ്റെ ഈ നടത്തിപ്പൊന്നും അവർക്കും താല്പര്യം വരുന്നില്ല. അവർക്ക് കുറേ ഫ്രീ ആയിട്ട് ജീവിക്കണം. അവരുടെ പേരിൻ്റെ ഒരു ഭാഗം കൽക്കട്ട എന്ന് ചേർത്തിട്ടുണ്ട്, ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി കേട്ടോ.
കൽക്കട്ടയിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കിയൊരു. അപ്പോൾ ഇവർക്ക് ഇതുമായിട്ട് യോജിക്കാൻ ഒക്കാത്തതുകൊണ്ട് ഇവർ ഈ സഹോദരിമാരോട് പറഞ്ഞു, രഹസ്യം പറഞ്ഞു, ഈ ഞാനന്ന് തമിഴിലാണ് പ്രസംഗിക്കുന്നത്, മദ്രാസിൽ നിന്ന് തമിഴിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ തമിഴിനെ തിരിച്ച് മദ്രാസിൽ കയറ്റണമെന്ന് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സഹോദരിമാർ അതിനെ യോജിച്ചില്ല. കാരണം അവർ സ്പിരിച്വലി നല്ല അനുഗ്രഹം പ്രാപിക്കുന്ന സമയമില്ല. അവർ യോജിച്ചില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചത് ഞാൻ പറയാം. അപ്പോൾ ഞാനൊരു സ്വപ്നം കാണുക, ഞാൻ ഈ മുറിക്കകത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മച്ചി വലിയ പ്രായമൊന്നുമല്ല കേട്ടോ, നല്ല വില്ലാളി വീരിയായ ഒരു സഹോദരിയാണ്, രാഷ്ട്രീയക്കാരിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടുംബത്തിൽ നിന്ന് വന്നൊരു പാർട്ടി. അതുകൊണ്ടാണ് തിരുവല്ലായിൽ TV തോമാച്ചാൻ ഇവർക്ക് ട്രാൻസ്ഫർ കൊടുത്തു. കാരണം ഇവർ നാട്ടുകാരെയൊക്കെ ഒന്ന് ഇളക്കി. അപ്പോൾ ട്രാൻസ്ഫർ കൊടുത്തപ്പോൾ പാർട്ടിക്കാരെല്ലാം കൂടി ഇവിടെ പോയി തിരുവല്ലായിൽ ചെന്ന്, ഭാഷ അവരെ മാറ്റരുത്, ഞങ്ങളുടെ സൗകര്യമാണെന്ന് പറഞ്ഞത്. ബാക്കി മനസ്സിലായല്ലോ. എനിവേ, അപ്പോൾ ഞാനൊരു സ്വപ്നം കാണുക, ഈ മദറ് ഇങ്ങനെ തട്ടത്തിൽ മറയത്തൊക്കെ വലിച്ചിട്ട് എൻ്റെ മുറിയിലേക്ക് കയറി വരും. സ്വപ്നമാണ് കേട്ടോ. മുറിയിലേക്ക് വന്ന് കയറിയിട്ട് വളരെ ഭാരത്തോടെ, ബ്രദറെ, ഈ സഹോദരിമാർ ബ്രദറിനെതിരായിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങളെല്ലാം ഇവരിങ്ങനെ പറയുന്നുണ്ട്. അത്ര എല്ലാ കാര്യമൊന്നും എനിക്ക് സ്വപ്നത്തിൽ കേട്ട് മനസ്സിലാവുന്നുമില്ല. അപ്പം ഞാൻ അറിയില്ലല്ലോ, ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, മദർ പൊക്കോ പ്രാർത്ഥനയുണ്ടല്ലോ, അപ്പം പ്രാർത്ഥനയിലുള്ള ബന്ധം ഞാൻ മുഖം പോലും പലരുടെ എനിക്ക് കാണാൻ അറിയത്തില്ല. അന്നത്തെ ഒരു മാസയോഗം കഴിഞ്ഞ് സഹോദരിമാർ എന്നോട് എപ്പോഴാണ് പോകുമെന്ന് ചോദിച്ചു. ഏതാ അയലപ്പാറയ്ക്ക്. അപ്പോൾ ഇതേ സഹോദരിമാരെന്ന് പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെവിടെ ഇരിക്കുന്നു ചോദിച്ചു. ഒരു സഹോദരി ഉടനെ കരച്ചിലായി, കൂടെയുള്ളവരെ പോലും. അപ്പോൾ അന്നത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു. എനിവേ, അപ്പോൾ ഇവരിങ്ങനെ വന്ന് കുറേ കാര്യമെല്ലാം പറഞ്ഞ് ഞാൻ പറഞ്ഞു, പൊക്കോ പ്രാർത്ഥനയ്ക്ക് വരാമെന്ന്. പ്രാർത്ഥനയ്ക്കെന്ന് പറഞ്ഞാൽ എന്താ പ്രാർത്ഥന? രാവിലത്തെ സ്തോത്ര പ്രാർത്ഥന 4 മണിക്ക് തുടങ്ങിയാൽ ചിലപ്പം 10 മണിക്ക് നിർത്തുന്നത്. ഏതാ 6 മണിക്കൂറൊക്കെ പ്രാർത്ഥന പോവുക നിമിഷം പോലെ. രാവിലത്തെ 6 മണി പ്രാർത്ഥന അന്ന് KCFൻ്റെ കാലത്ത് 6 മണിക്കാണ്, മദ്രാസ് മോഡലിൽ. 6 മണി പ്രാർത്ഥന ആരംഭിച്ചാൽ 12 മണിക്കൊക്കെയാണ് തീരുന്നത്. അതുപോലെ പരിശുദ്ധാത്മ. അവിടെ വെച്ചാണ് കല്യാണ നിശ്ചയം നടന്ന ഐറിഷ് പെട്ടെന്ന് അഭിഷേകം പ്രാപിച്ച് സുവിശേഷ വേലയ്ക്ക് വന്നു. എനിവേ, അപ്പോൾ ഇവരിങ്ങനെ ഒന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ശരി പ്രാർത്ഥനയ്ക്ക് വരട്ടെന്ന് പറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ സ്റ്റഡിയിൽ നേരെ തിരിഞ്ഞു. അവർ സൗകര്യമാരായിട്ട് വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോഴാണ് പാർശ്വപ്പൊക്കെ ഇതെല്ലാം പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ സ്വപ്നമൊക്കെ പറഞ്ഞു. പിന്നെ അവർ പിന്നെ ശാന്തമായി. അപ്പോൾ ഇങ്ങനെ ഒരു ആത്മീയ അനുഭവം, സ്വർഗീയ സ്ഥലങ്ങൾ വസിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ട്. പക്ഷേ എപ്പോഴും കിട്ടത്തില്ല. അങ്ങനെ കിട്ടി നമ്മൾ നിഗളിച്ചു പോകും, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എടുക്കണം. എനിവേ, അപ്പോൾ ഈ കാലത്ത് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഈ പുസ്തകങ്ങൾ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ സക്കറിയാവ് പഠിച്ചപ്പോഴാണ് ഈ വിഷയം, ഇത് പരിശുദ്ധാത്മാവും യേശുക്രിസ്തുവാണെന്നുള്ളത് മനസ്സിലാക്കാൻ ഇടയായത്. ഞാനതെല്ലാം നോട്ട് എഴുതി മദ്രാസിൽ പോയി പാസ്റ്റർ ഏണസ്റ്റുമായിട്ട് ഷെയർ ചെയ്തു. പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചതാണ്, പിന്നെ ഞാനത് ഇതുവരെ നമ്മളെ പറയാത്തതുകൊണ്ട് എടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, നീ പഠിപ്പിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നാണ് ഇന്ന് നമ്മുടെ ഒരു വിഷയം, കണ്ണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ലോകത്തിൽ ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു ഒറ്റക്കണ്ണനായിട്ട് വരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒറ്റക്കണ്ണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ജ്ഞാനം. കണ്ണെന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ കാണിക്കുകയാണ് കേട്ടോ. കണ്ണെന്ന് പറഞ്ഞാൽ ജ്ഞാനം. അപ്പോൾ കണ്ണും ജ്ഞാനമാണ്, തലയും ജ്ഞാനമാണ്. ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം വിട്ടുകളഞ്ഞു. ഇത് വെളിപ്പാട് ദിവസം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ സിംഹാസനത്തിന് മുൻപിൽ 7 ദീപങ്ങളും 7 ആത്മാക്കളായ 7 ദീപങ്ങളെ കാണുന്നുണ്ട്. വെളിപ്പാട് ദിവസം 4:5 വായിച്ച്, സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. 7 ആത്മാക്കളായ 7 ദീപങ്ങൾ, അതാണ് നമ്മുടെ പ്രധാന വിഷയം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഈ ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ച് ലോകം പറയുന്നവൻ ഒറ്റക്കള്ളനാണ്. അത് ഈ വിശ്വാമിത്ര മഹർഷിയും അങ്ങനെ അവർ പറഞ്ഞുകൊണ്ട്, അവന് വലിയ കണ്ണ്, തൃക്കണ്ണ് നെറ്റിയിലുണ്ടെന്നാണ്. നെറ്റിയെന്നല്ല, മനസ്സ്. അതിനെയാണ് മനക്കൺകൾ എന്ന് വിളിക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന് 17 തമിഴിൽ വായിക്കുമ്പോൾ അതിന് മനക്കൺകൾ എന്നാണ്. മലയാളത്തിൽ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. അപ്പോൾ അതാണ് അടുത്ത 6-ാമത്തെ ഇന്ദ്രിയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ മനക്കൺകൾ പ്രകാശിച്ചെങ്കിൽ മാത്രമേ യാഥാർത്ഥ്യങ്ങളെ ഉള്ളതുപോലെ ഗ്രഹിക്കാൻ കഴിയുള്ളൂ. വായിച്ചുണ്ട്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള. തമിഴ് വായിക്കുക, മനക്കൺകൾ. എഫേസ്യർ 1-ാം അധ്യായം 17-ാം വചനത്തിൽ തമിഴ് വായിക്കുമ്പോൾ 17-18
ആ, അറിந்து கொள்றதுக்காக ஞானத்தையும் ആവിയെ തന്തരുള്ള വേണ്ടുമെന്നും. നിങ്ങളുടെ അടുത്ത അവസരം പഠിക്കും, മൈക്ക് പഠിക്കും. അടുത്ത അവസരം നിങ്ങളുടെ മനക്കൺകളെ പ്രകാശിക്കും പിടിയുന്നില്ലേ? 18-ാം വാക്യം നമ്മളില്ലയോ? നിങ്ങളുടെ മനക്കൺകളെ പ്രകാശിക്കുംപടി, അല്ല 19-ാം വാക്യമായിരിക്കും അത്. ആന്തരിക നേർത്തം, മറ്റൊരു ട്രാൻസ്ലേഷൻ അങ്ങനെ ആന്തരിക അല്ലെങ്കിൽ അകക്കണ്ണുകൾ. വൈരും മനക്കൺ വൈരും പ്രകാശമുള്ള മനക്കൺകളെ കൊടുക്കുമെന്ന് വേണ്ടിക്കൊള്ളരുത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഉപദേശത്തെ കിട്ടുന്നതല്ല. ഇവിടെയാണ് നമ്മുടെ ശുശ്രൂഷകളിലും ചിലർ കുഴഞ്ഞു പോകുന്നത്. ഒരു മനുഷ്യരെയും നമ്മുടെ ഉപദേശം പറഞ്ഞ് പൂർണ്ണപ്പെടുത്താൻ സാധ്യമല്ല. ഉപദേശത്തിനൊരു പൂർണ്ണതയുണ്ട്. അതാണ് നമ്മൾ 3 ആലയങ്ങളെക്കുറിച്ച് വായിക്കും. സമാഗമനയുടെ ആലയം, ശലോമോൻ്റെ ആലയം, സുരുബാമിൻ്റെ ആലയം. ശലോമോൻ്റെ ആലയം 12 കാളകളുടെ പുറത്തിരിക്കും തൊട്ടി. സമാഗമനയുടെ ആലയത്തിൽ അത് സിംഗിളായിട്ട് കാണുകയാണ്. അപ്പോൾ സമാഗമനത്തിലേക്ക് ശലോമോൻ്റെ ആലയം വരുമ്പോൾ 12 കാളകളുടെ പുറത്തേക്കാണ് ഈ സ്നാനത്തൊട്ടി വരുന്നത്. അതായത് ജലസ്നാനത്തിന് ഉപദേശം 10 മടങ്ങ് വർദ്ധിച്ചു പോവുകയാണ്. അതാണ് രക്ഷിക്കപ്പെട്ടവരെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ സ്നാനമേറ്റവരെ ദിനംപ്രതി സഭയോട് ചേർത്തു. തീർന്നില്ല, സഭയിൽ വന്നാണ് ഉപദേശം പഠിക്കുന്നത്. അവരെ അപ്പോസ്തലന്മാരുടെ ഉപദേശം 42-ാം വാക്യം വായിക്കുമ്പോൾ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചു അപ്പം നുറുക്കും പോകുന്നു. 42 വായിച്ച്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും. അപ്പോൾ സഭയ്ക്കാണ് ഉപദേശം, സഭയിൽ വന്നാണ് ഉപദേശം. ആ ഉപദേശം ആരാ കൊടുക്കുന്നത്? അതിനായിട്ട് 5 വിധ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എഫേസ്യർ 4:11 മുതൽ ആ 5 വിധ ഉദ്യോഗസ്ഥന്മാരും ഉപദേശിക്കുന്നതിൻ്റെ കാരണം എന്താ? അത് നാം എല്ലാവരും വിശ്വാസത്തിലും, വായിച്ച 12-ാം, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും. ഇന്ന് പെന്തിക്കോസ്ത് സഹോദരന്മാർ പറയുന്നത് എന്താ? നമ്മളെല്ലാവരും ഒന്നായിരിക്കണം, ഒരേ സ്റ്റേജിൽ ഒരുപോലെ ഇരിക്കണം, ലീഡേഴ്സെല്ലാം ഒന്നായിരിക്കണം. എങ്ങനെ? സ്റ്റേജിലോ കസേരയിലോ ഒന്നാക്കുന്ന വിഷയമല്ല ഇത്. ഇത് വിശ്വാസത്തിലും അറിവിലും ഒന്നാകണം. ആ ഐക്യമുണ്ടോ? TPMൽ പറയുന്ന സത്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കില്ല. അവരിതിനെ കൾട്ടുപദേശം പറഞ്ഞ് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഉപദേശത്തിനൊരു വേർപാട് മനുഷ്യർക്ക് ആവശ്യം. അങ്ങനെ വേർപെട്ട് പഠിപ്പിച്ചതുകൊണ്ടാണ് മറ്റ് പെന്തിക്കോസ്തുകാർ TPMക്കാർ ആരോട് സഹകരിക്കാത്തവർ എന്ന് മുദ്രകുത്തിയതിൻ്റെ കാരണം. അങ്ങനെ വന്ന് പിന്നെ ഇതിനോട് അവർക്ക് ചിലർക്ക് അസൂയയായി. ഇവിടുത്തെ പുള്ളികളും ചിലർക്ക് അഹങ്കാരവും കൂടി. ഈ അസൂയ അഹങ്കാരോട് കൂടിയപ്പോൾ ക്ലാഷ് ഉണ്ടാകാൻ തുടങ്ങി. അതിൻ്റെ വ്യത്യാസം. ഇത് രണ്ടും മാറണം. TPM ചിലർക്കുണ്ടായിരിക്കുന്ന അഹന്ത അസൂയം മാറണം, മറ്റുള്ളവരുടെ അറിവില്ലായ്മ മാറണം, അസൂയം മാറണം. അതിനുശേഷം ഈ 2 കൂട്ടരും എതിലൊന്നാകണം? സ്റ്റേജിലോ മീശ പഠിക്കുന്നതിലോ വെള്ളവസ്ത്രം ധരിക്കുന്നതിലോ അല്ല. അപ്പോൾ പെന്തിക്കോസ്തുകാരുടെ ഐക്യം എന്ന് പറയുന്നത് സ്റ്റേജിലല്ല, കൺവെൻഷൻ വരുമ്പോൾ ഒന്നാകുകയല്ല, അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾക്കല്ല, സോഷ്യാലിറ്റി പ്രവർത്തികൾക്കല്ല. അത് നാം എല്ലാവരും വീണ്ടും വായിച്ചേ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും. ആ വിശ്വാസം പരിജ്ഞാനം CPMക്കാർ പോലും വരുന്നില്ലല്ലോ. എല്ലാവരും കുറച്ച് പേരല്ലേ വരുന്നുള്ളൂ. കാരണം ആഗ്രഹിക്കുന്നില്ല. പിള്ളേർ പഠിക്കുന്ന പോലെയാണ്. 5-ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തും, 8-ാം ക്ലാസ്സിൽ നിർത്തും, 10-ാം ക്ലാസ്സിൽ നിർത്തും. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂട്ടായ്മയുടെ ഒരു സന്തോഷത്തിലൊക്കെ പോകുന്നുള്ളൂ പലരും. TPM തന്നെ ഞാൻ കാണുന്നത് ഈ കൂട്ടായ്മയുടെ സന്തോഷത്തിൽ അപ്പച്ച പ്രാർത്ഥിച്ചോണം. ഇത് കത്തോലിക്കർ പറയുന്നതല്ലേ, കന്യാമറിയമേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം. ഔസേപ്പിതാവ് മാതാവെന്ന് പറയുന്നതിന് അപ്പച്ചനും അമ്മച്ചയാക്കുന്നുള്ളേ ഉള്ളൂ. പക്ഷേ അത് വിജയിക്കത്തില്ല കേട്ടോ. അത് അവസാനം വരെ നിർത്തത്തില്ല. സെൽഫ് സ്റ്റാൻഡിങ് നിൽക്കണം. അതാണ് ഈ 3 സ്റ്റേജിൻ്റെ ഉപദേശം. അവിടെ വരുമ്പോൾ ഞങ്ങൾക്കാർക്ക് റോളില്ല. എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കും. അപ്പോൾ അത് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പം ഇവിടുന്ന് തന്നെ ചിലർ എന്നോട് ചോദ്യം ചെയ്യാൻ തുടങ്ങി. പക്ഷേ ചീഫ് പാസ്റ്റേഴ്സ് അനുകൂലമായതുകൊണ്ട് അതെല്ലാം മാറി. അപ്പോൾ അതുകൊണ്ട് എന്നും ഒരു ആശ്രയ ജീവികളല്ല. ആശ്രയം ആരിൽ വയ്ക്കണം? പണ്ട് സമുദായക്കാർ തന്നെ പഠിക്കുന്ന ഒരു പാട്ടില്ലേ, ആശ്രയമേശുവിലെന്നദീന ഭാഗ്യവാൻ ഞാൻ, ആശ്വാസം എന്നിൽ താൻ തന്നദീന ഭാഗ്യവാൻ താൻ.
ആശ്രയവും ഒരു കാലത്ത് ആശ്രയമുണ്ട്. എപ്പോഴാ? ഒരു കൊച്ചു വളർന്നു വരുമ്പോൾ അതിനെ നടത്താനും സ്കൂളിൽ വിടാനും അതിനുവേണ്ടി ഗൈഡ് ചെയ്യാനും ടീച്ചർമാരൊക്കെ ആവശ്യമാണ്. പക്ഷേ ടീച്ചർമാർക്ക് വലിയ വരുന്നില്ലേ? 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറിനേക്കാളും IAS മാറുന്നില്ലേ? അപ്പോൾ അതാണ് വിഷയം. വളർച്ചയിലേക്ക് പോകണം. അല്ല എല്ലാ കാലത്തും ഭാഷന്മാരെ ആശ്രയിച്ച് ഇവരുടെ പ്രാർത്ഥനയെ ആശ്രയിച്ച് പോകുന്നതല്ല. അതിൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഘട്ടം 2 ഉപദേശത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു പൂർണ്ണതയുണ്ട്. പൗലോസ് പറഞ്ഞ ഏത് മനുഷ്യൻ ക്രിസ്തുയേശു തികഞ്ഞവനായി ഞങ്ങൾ അവനെ അറിയിക്കുന്നു. കൊലോസ്യർ 1:28. അതൊരു ഘട്ടം. പക്ഷേ 3ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ പൗലോസ് പറയുക, നിങ്ങളുടെ ഹൃദയദൃഷ്ടി ആരോടാ? എഫെസോസ് സഭ. സഭയിൽ ഏറ്റവും ഗ്രേഡ് കൂടിയ സഭയാണ് എഫെസോസ് സഭ. ആ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ കണ്ണൊന്ന് പ്രകാശിക്കാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ പാരമ്പര്യം പഴക്കവും പറഞ്ഞ് ഇങ്ങനെ ഡാംഡു അടിച്ച് ജീവിച്ചാൽ ഇന്ന് നിങ്ങൾ പരാതി പറയുന്നില്ല, നിങ്ങളുടെ സന്തതികൾ ശരിയാകുന്നില്ലെന്ന് പറയുന്നില്ലേ? അതിന് നിങ്ങളല്ലേ കുറ്റക്കാർ? നിങ്ങൾക്ക് അവരോട് പറയേണ്ടത് പറഞ്ഞു കൊടുക്കുന്നില്ല. നിങ്ങളുടെ നല്ല സമയങ്ങളും നിങ്ങൾ പറയേണ്ടത് പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് പറഞ്ഞു, അച്ചായ ഇവിടുത്തെ ചെറുപ്പക്കാരെയൊക്കെ ശാസിക്കണം. അവർ ചില സമയത്ത് ഇന്ന് പുറകിൽ നിന്ന് ചിരിക്കുന്നു, ചിലപ്പോൾ മൊബൈൽ നോക്കുന്നു. ഞാൻ പറഞ്ഞു, ശാസിക്കേണ്ടത് നിങ്ങളെയാ. നിങ്ങളിതിനെ പുറകോട്ട് നോക്കിയാൽ ഇവിടെ അവർ വന്നിരിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് ഈ ചെറുപ്പക്കാർ വരുന്നേ ഇല്ല. കുമളിയിലെ ചെറുപ്പക്കാരൊന്നുമില്ല, പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല. അത് ചിലർ ഒരു പക്ഷേ തിരിച്ചു കാണും. അവർ കരയാൻ പോകുന്നില്ല, അടിയുണ്ടാക്കാൻ പോകുന്നില്ല, ഏഷണി പറയാൻ പോകുന്നില്ല. നിങ്ങളുടെ പണി എന്താ? നിങ്ങൾ ചിലർ ഗുരുതരമായ കാര്യങ്ങൾ ചെയ്യുകയും ഇനി അവർ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാലോ, ഇവിടെ തൻ്റെ മകൻ എവിടെയെന്ന് ചോദിച്ചാലോ, താഹം വളർത്തിയ തൻ്റെ മകൻ എവിടെയെന്ന് ചോദിച്ചാൽ തീർന്നില്ല. അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത പഠിക്കുന്ന മുതിർന്നവർ പോകും. അവരവിടെ ഇരുന്നോട്ടെ, മര്യാദയ്ക്ക് ഇരുന്നോട്ടെ. ഇടയ്ക്ക് മൊബൈൽ നോക്കിയാൽ ഞാൻ നോക്കിക്കോളാം കേട്ടോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടവരെ. അവർ ചിരിച്ചാൽ ചിരിക്കട്ടെ, അയാൾക്ക് അറിയുന്നില്ലല്ലോ. അവർക്ക് സന്തോഷം കൂടുമ്പോൾ ചിരിക്കും. അത് സ്വാഭാവികമല്ലേ. ആർക്കെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ എൻ്റെ പ്രസംഗത്തിൻ്റെ ശൈലി തന്നെ ആകുമ്പോൾ ചിലപ്പോൾ ചിരിച്ചെന്ന് വരും. ചിലപ്പോൾ ആരുടെയെങ്കിലും അന്യഭാഷ കേൾക്കുമ്പോൾ അതൊക്കെ അവർക്കില്ലാത്തപ്പോൾ ചിരിക്കും. അതിനവരെ നിങ്ങൾ തടസ്സണ്ട കേട്ടോ. ശിശുക്കളെ എൻ്റെ അടുക്കൽ അവരിങ്ങോട്ട് പറഞ്ഞുവിടെ, നിങ്ങൾക്ക് വേണ്ടാത്തവരേക്ക് ഇങ്ങോട്ട് പറഞ്ഞുവിടെ, ഞാൻ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ഒരൊറ്റ മുതിർന്നവരും ഇവിടുത്തെ ചെറുപ്പക്കാരെ പറ്റി ചിന്തിക്കുക വേണ്ട. അത് ഞാനേറ്റു. അവരെന്തുകൊണ്ടാണ് വരുന്നത്? കണക്ഷൻ നഷ്ടപ്പെട്ടിട്ടില്ല. ആ കണക്ഷൻ കൂടെ നിങ്ങൾ ഇല്ലാതാക്കളായിരുന്നു. ഞാൻ പറഞ്ഞേക്കാം. 3-4 പേരൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു, നിങ്ങളൊക്കെ വലിയ പുണ്യാളന്മാരായിട്ടല്ലേ ഇവിടം വരെ എത്തിയതല്ലയോ? ഇവിടെ ഇന്നും നരച്ച് മൂത്തിട്ടും പഴയ സ്വഭാവം പോകാത്ത പുള്ളികളുണ്ട്. എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കരുത് ഞാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് അവരെ ഇവിടെ അവർ വരുന്നല്ലോ, ബാക്കിയൊക്കെ ദൈവം ശരിയാക്കിക്കോളും. അതുകൊണ്ട് ചെറുപ്പക്കാരെയും പിള്ളേരെ പറ്റി നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങൾ അവർക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതല്ലേ ശരി? ആണോ? അത്രയും മതി. ബാക്കി ഞാനേറ്റു. അവരിന്നല്ല നാളെ ശരിയാകും. പക്ഷേ നിങ്ങളെക്കാൾ മുമ്പ് അവർ ശരിയാകുന്ന പലരും ഇവിടെ ഉണ്ട്. നിങ്ങൾ ശരിയായില്ലല്ലോ ആര് ശരിയാകും? നിങ്ങളുടെ മക്കൾ ശരിയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് അവർക്കിത് ഗ്രഹിക്കാൻ കഴിയുന്നതുകൊണ്ട് ചിലപ്പോൾ പറ്റത്തില്ല. നാളെ ഒരു സമയം വരും. ദ ടൈം വിൽ കം. ഈ സത്യം അവരുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരും. പരിശുദ്ധാത്മാവ് അവർ പ്രവർത്തിക്കും. അനേകരിതിൽ മുന്നോട്ട് വരും. പക്ഷേ നിങ്ങൾ ഈ കസേരയിലിരുന്നും ഇവിടെ ഇരുന്നുകൊണ്ട് കൈയടിച്ചാലും നിങ്ങളുടെ അസൂയ മാറുന്നില്ല, ചിലരുടെ തൊഴുത്തിക്കുത്ത് മാറുന്നില്ല, നിങ്ങളുടെ ജാതി സ്പിരിറ്റ് മാറുന്നില്ല, നിങ്ങളുടെ ഭാഷാ സ്പിരിറ്റ് മാറുന്നില്ല. അതിനേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങളുടെ സന്തതികൾ. അവർക്കിതൊന്നുമില്ലല്ലോ, അവർക്കിതൊന്നുമില്ല. അതിന് ആ വിഷയം പോട്ടെ. അപ്പോൾ ഈ വിഷയം ഈ ഏലപ്പാറ വെച്ച് പരിശുദ്ധാത്മാവോട് പറഞ്ഞെടുത്ത് പഠിക്കാൻ പറഞ്ഞു. ഞാനതെല്ലാം നോട്ടായിട്ട് എഴുതി. അങ്ങനെയാണ് ഈ 3 ആലയങ്ങളെക്കുറിച്ചും ഈ പറഞ്ഞ സക്കറിയ 4-ാം അധ്യായമൊക്കെ പഠിക്കാനും പ്രചരിപ്പിക്കാനും തുടങ്ങി. അത് വിശുദ്ധന്മാരതിന് അനുവാദം തന്നു, ഇന്നുവരെയും പോകുന്നു. അത് പഠിച്ചു കഴിഞ്ഞാൽ പെന്തിക്കോസുകാർ പ്രശ്നം തീരും. ഈ ഡിനോമിനേഷൻ സ്പിരിറ്റ് എല്ലാം മാറും. 3 സ്റ്റേജിൽ വളരുകയാണ്. ഒന്ന് സമാഗമന കൂടാരം, അത് മരുഭൂമിയിലെ യാത്ര, അത് രക്ഷിപ്പിൻ്റെ മാനസാന്തര സ്നാനം അഭിഷേകത്തിൻ്റെ കാലഘട്ടം. 2-ാമത്തെ ഘട്ടം ശലോമോൻ്റെ ആലയം. അതുകൊണ്ടാണ് ആ തൊട്ടി സിംഗിളായിരുന്ന ക്രിസ്തുവിൽ നിന്ന് ആരംഭിച്ചത്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ അവിടുന്ന് വളർന്ന് 12 അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ വളരുകയാണ്. 12 അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ വളർന്നു വരികയാണ്. അതാണ് കടൽത്തൊട്ടിയായിട്ട് മാറുന്നത്. കടൽത്തൊട്ടിയാണ്, വിശാലമായ ഉപദേശങ്ങളിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആകാശത്തിൻ കീഴെ ഉള്ള സകല മനുഷ്യരും, അത് 4 ഭാഗത്തേക്കും ഈ അപ്പോസ്തല ഉപദേശം പ്രചരിക്കപ്പെടുന്നു. അത് ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തണം. പക്ഷേ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. TPM-ലെ പോലും ചില വേലക്കാർക്ക് അവിടെ മാത്രം. അതുകൊണ്ടാണ് അവരെപ്പോഴും അവരുടെ മാർഗത്തെ മതത്തെ പ്രശംസിക്കുന്നു, വിശുദ്ധന്മാരെ പ്രശംസിക്കുന്നു, അവരുടെ ഉപദേശത്തെ പ്രശംസിക്കുന്നു. അവിടെ കൊണ്ട് ആയില്ല. അത് 2-ാം സ്റ്റേജേ ഉള്ളൂ. അവിടെ കൊണ്ട് അവസാനിക്കുന്ന എല്ലാ സുവിശേഷ വേലക്കാരും വിശ്വാസികളും പുതിയ സ്വർഗത്തിലേ പോകത്തുള്ളൂ.
പുതിയ യെരൂശലേമിലേക്ക് പോകണമെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് വരണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാ? വായിച്ചേ, മത്തായി 18:4. നിങ്ങൾ ശിശുക്കളെ പോലെ താഴ്ത്തിയില്ലെങ്കിൽ, വായിക്കാം, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ. അങ്ങനെയാണോ? സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ അടുത്ത വാക്യത്തിലുണ്ടല്ലോ. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. അതാ സിയോനിലെ അനുഭവം. അല്ലാതെ CPM പാസ്സായ കിട്ടത്തില്ല. ഈ സ്വഭാവത്തിൽ വളരണം. ഞാൻ CPM പറയുന്നതിന് കാരണം അത് എൻ്റെ അല്ലേ, ഞാൻ നിൽക്കുന്ന സഭയാവണ്ട. മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ എക്സാമ്പിൾ ഇതല്ലേ അല്ലത്. മറ്റുള്ളവന്മാർ അവന്മാരെല്ലാം കുറവുകൾ പറിച്ചു വെച്ചിട്ട് CPM കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നീ നിൻ്റെ സഭയെപ്പറ്റി പറ, നീ നിൻ്റെ ആത്മാക്കളെ പറ്റി നോക്ക്, ഇവിടുത്തെ കാര്യം ഇവർ നോക്കും. ഇത് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്, അത് നിനക്കില്ല. വേണ്ടാത്തരത്തിൽ ഒരു കൈ കിട്ടിയാൽ ചിലപ്പോൾ തട്ട് കിട്ടും, ദൈവം തമ്പുരാൻ തട്ട് കിട്ടും. കാരണം ദൈവത്തിൻ്റെ പ്രസ്ഥാനത്ത്, ദൈവം വെച്ചിരിക്കുന്ന പ്രസ്ഥാനത്തിൽ അന്യൻ കയറി കൈകിട്ടാൽ അടിപ്പെടും, ഇല്ലയോ? ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് തല്ലാം, പക്ഷേ അടുത്ത കയറി തല്ലിയാൽ വിടുവോ? അതുകൊണ്ട് ഇതേ കയറി കളിക്കുന്നവനൊക്കെ സൂക്ഷിച്ചോണം കേട്ടോ. മറ്റു ബന്ധുക്കോസുകാർ, നീ നിൻ്റെ ബന്ധുക്കോസിനെ നന്നാക്കാൻ നോക്കും, നിൻ്റെ കുടുംബത്തെ നന്നാക്കുക, നിൻ്റെ മക്കളെവിടാ അതാദ്യം ശരിയാക്കുക, അതിനുശേഷം മറ്റുള്ളവരെ കൈവെക്കാൻ പോകും. ഇല്ലെങ്കിൽ നാളെ നിൻ്റെ സന്തതികൾ വഴിയാധാരമായി നിന്നെ പഠിപ്പിക്കാൻ തുടങ്ങും. അതിനിടയാകരുത്. ഇത് ശാപമൊന്നുമല്ല, ഒരു മുന്നറിയിപ്പ്. അതുകൊണ്ട് അവരവർ ശരിയാക്കണം, നമ്മളും തുടങ്ങണം. നമ്മൾ മറ്റാരെ പറ്റി പറയാതെ അവനവൻ്റെ കുടുംബം, നീ അടുത്ത കുടുംബത്തിലെ പിള്ളേരെ നന്നാക്കാൻ പോകുന്നതിന് മുമ്പ് നിൻ്റെ മക്കളെ ശരിയാക്കേ. അപ്പോൾ തീർന്നില്ലേ, പ്രശ്നം തീരും അല്ലേ? ശമൂലിന് എത്ര മക്കളുണ്ട്? ആ ഒറ്റ മകൻ്റെ കാര്യം നോക്കി അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നോക്കേ. അതുപോലെ ലിങ്കൻ രണ്ടുണ്ടോ? ഇല്ല, ഒന്നേ ഉള്ളൂ. അതുപോലെ വലിയ ഭാഗ്യമാണ്. ബാക്കി ഉള്ളതിനെ കണക്ക് ചോദിക്കും നമ്പരാൻ കേട്ടോ. 4ഉം 5ഉം. ഇന്നലെ ഒരു കോൺട്രാക്ടർ വന്നു എന്നോട്, ഞാൻ എത്ര മക്കൾ? 5 മക്കളാണെന്ന് പറഞ്ഞു, ആൻ്റണി. ഇതുപോലെ 4ഉം 5ഉം തരേണ്ടത് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ച് അവസാനം അവിടെ സ്ക്രീനിൽ കാണിക്കും. ലിങ്കോ, രണ്ടാമത്തേനെ നീ ബ്ലോക്ക് ചെയ്ത് കിട്ടേണ്ടത് അത് ചിലപ്പം ലോകത്ത് വലിയ ആളായി പറയേണ്ടതായിരിക്കും, അല്ലെങ്കിൽ ആത്മീയ ഗുണത്തിൽ, അല്ലെങ്കിൽ വലിയൊരു പാസ്റ്ററായി എന്ത് ചെയ്ത് ചോദിക്കും. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് മുഖം ചൊരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ദൈവത്തെ ക്ഷമ ചോദിച്ച്, പ്രായമൊന്നും നോക്കണ്ട. അബ്രഹാമിന് 99 വയസ്സിൽ തന്ന പോലെ ഇനിയും തരാൻ വിശ്വസ്തരാണ്. അതുകൊണ്ട് തന്നതിനെ വീണ്ടും എന്ത് ചെയ്തോണം? ചോദിച്ച് വാങ്ങിച്ച് മര്യാദയ്ക്കൊക്കെ ജീവിച്ചോണം കേട്ടോ. അമ്മമാരുടെ തല കുടിക്കുന്നു. എല്ലാത്തിനും സമാധാനം പറയേണ്ടി വരും. ദൈവം തന്ന കുഞ്ഞുങ്ങളെ സമയത്തിന് നിർത്തി അഭ്യാസം കാണിച്ച് വയ്ക്കുന്ന ബന്ധുക്കോ സഹോദരിമാരെ, അമ്മമാരെ നിങ്ങളെ സ്ക്രീനിൽ കാണിക്കും. നിങ്ങൾക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങളെ എന്തു ചെയ്യും? സങ്കീർത്തനക്കാരൻ പറയുന്നത് അത് രഹസ്യസ്ഥാനത്ത് വെച്ച് നിങ്ങളതിനെ തകർത്ത് കളഞ്ഞെന്നാണ്. ഒരു വാക്യമുണ്ട്, രഹസ്യസ്ഥാനത്ത് വെച്ച് നിങ്ങളതിനെ തകർത്തു. ഇവിടെ ഗർഭത്തിൽ വെച്ച് നിങ്ങളതിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞില്ലേ? ഞാൻ കൂടുതൽ പറഞ്ഞില്ല, കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ ആകെ പ്രയാസപ്പെടും. അതുകൊണ്ട് അന്ന് സ്ക്രീനിൽ കണ്ടു, ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ മാവേലിക്കര ഇരിക്കുന്ന സമയത്ത്, മാവേലിക്കര അല്ല, വേറെ സ്ഥലത്ത്, അത് വേറെ സ്ഥലമാണ്. അല്ല പിന്നെ നിങ്ങൾ തപ്പിപ്പോകാൻ തുടങ്ങി, ഇതാരാന്നല്ലേ? ഒരു ഭാര്യയും ഭർത്താവും, യോഗ്യമായൊരു ഫാമിലി കേട്ടോ, യോഗ്യമായൊരു ഫാമിലി, നല്ല വിശ്വാസികൾ. പക്ഷേ കുടുംബത്തിലെന്നും അസ്വസ്ഥതയാണ്. ഇവർക്ക് തുറന്നു പറയാൻ പറ്റുന്നുമില്ല. ഏതായാലും ഞാൻ ഇവിടെ ചെന്നതോ എന്നെ അവർക്ക് വിശ്വാസമായി. വീട്ടിൽ വിളിച്ചൊരു ദിവസം പ്രാർത്ഥിച്ചും ഭാര്യയും ഭർത്താവും പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തു കൊലപാതകം ഞങ്ങൾ ചെയ്തു. ഞാൻ വെച്ചാൽ എന്താ, 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾ അബോർഷൻ, അതും സമുദായത്തിലിരിക്കുമ്പോഴാണ്, യാക്കോബായിലിരിക്കുമ്പോഴാണ് അബോർഷൻ ചെയ്ത് കളഞ്ഞു. പക്ഷേ ഈ സത്യമെല്ലാം മനസ്സിലാക്കിയപ്പോൾ വലിയ കുറ്റബോധം വന്നു. അപ്പോൾ അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചതിന് ശേഷം ആ കുടുംബത്തിന് ദൈവം സ്വസ്ഥത കൊടുത്തു കേട്ടോ. തന്നെയല്ല, ഒരു പണിഷ്മെൻറ്റ് കൂടെ നടന്നു. അവിടെ മകൻ കല്യാണം കഴിച്ചു, മക്കളില്ല, ഇന്നുവരെയും മക്കളില്ല. അപ്പോൾ ഓർമ്മയ്ക്ക് അതും ചിലത് ചെയ്യും. പക്ഷേ ആ കുടുംബം പിന്നെ മര്യാദയ്ക്ക് സമാധാനമായിട്ട് സന്തോഷമായിട്ട് വിശ്വാസം മരിച്ചു. വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവർ സമുദായത്തിലിരിക്കുമ്പോഴല്ല, അല്ലാതെ പെന്തിക്കോസ്തൊന്നുമല്ല, അവരുടെ ഭർത്താവിൻ്റെ ഒരു സ്നേഹിതൻ, ഒരു ഉദ്യോഗസ്ഥൻ അവരുടെ വീട്ടിൽ പെയിൻ ഗസ്റ്റായിട്ട് താമസിക്കുക. പക്ഷേ സ്നേഹവും ചങ്ങാത്തവും കൂടി 8 മക്കളുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ അവർ പെന്തിക്കോസ് വന്നു. പെന്തിക്കോസ് 30 വർഷം കഴിഞ്ഞു. 30 വർഷം കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ പറഞ്ഞ പോലെ ചില രോഗങ്ങൾ അങ്ങോട്ട് മാറുന്നില്ല.
നടക്കാൻ വയ്യ, അസ്വസ്ഥകളിങ്ങനെ. ഭർത്താവ് മരിച്ചുപോയി, കുറേ കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു, ചെറുപ്പത്തിന് മരിച്ചു. ഇവർ മനപ്രയാസമായി പെന്തിക്കോസ്ത് വന്നു. ഇവരുടെ അകത്തിരിക്കുന്ന പാപത്തെക്കുറിച്ച് അല്ലെങ്കിൽ തെറ്റിനെക്കുറിച്ച് ഇവർക്ക് ആരോടും പറയണമെന്നുണ്ട്. പക്ഷേ ആരെയും അവർക്ക് മനസ്സുകൊണ്ട് വിശ്വാസം വരുന്നില്ല. 10-15 വർഷമായിട്ട് നമ്മുടെ സഭയിൽ തന്നെ വന്നുകൊണ്ടിരിക്കും, 30 വർഷമായിട്ട്. അപ്പോൾ ഞാനിവിടെ ട്രാൻസ്ഫറായി ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, നീ പോയി എൻ്റെ ദാസനോട് നിൻ്റെ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോൾ പ്രായമുണ്ട്, 10-65 വയസ്സുണ്ട്. അപ്പോൾ ഈ സമയത്ത് അവർ വടിയും കുത്തിയാണ് നടക്കുന്നത്, പല അസ്വസ്ഥകൾ. അപ്പോൾ എന്താ സംഭവിച്ചു? ഇവർ വന്നെല്ലാം പറഞ്ഞപ്പോൾ 6 മക്കളിൽ 2 മക്കൾ ഈ നായർ കൂട്ടുകാരൻ്റെ പിള്ളേരാണ്. അത് എന്നോട് പറഞ്ഞു, ഇന്ന പിള്ളേരാന്ന് പറഞ്ഞു. ഞാൻ പേരും പറഞ്ഞു. ഇപ്പം എന്തോ ചെയ്യാനും പിള്ളേർ കുറ്റമാണ്. പിള്ളേർ കുറ്റമൊന്നുമല്ല. അപ്പോൾ ക്രിസ്തീയ കുടുംബത്തിൽ അവർ ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ സ്നേഹം കൂടിയതാണ്. ഭർത്താവ് എന്ത് ചെയ്തു? ചിലപ്പം ഉണ്ടായിരുന്നു വേണം. അങ്ങനെ 6-ൽ 2 വേറൊരാടെയാണ്. പക്ഷേ പരിശുദ്ധാത്മാവോട് കേട്ടപ്പോൾ കുറ്റബോധം കൊണ്ട് അവർ അസ്വസ്ഥയായി ക്ഷീണിതയായി. ഇത് ഏറ്റു പറഞ്ഞതിന് ശേഷം 3 ദിവസത്തെ ശുദ്ധീകരണ മീറ്റിങ്ങിൽ ഒരു കാത്തിരിപ്പ് യോഗത്തിൽ ഈ വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് അമ്മ അഭിഷേകം നിറഞ്ഞ് വടിയെല്ലാം എടുത്തു കളഞ്ഞു. നല്ല ഉഷാറായി. പിന്നീട് ആ പിള്ളേർ അതിൻ്റെ പറഞ്ഞ അവർ വിശ്വാസം വരികയും, ഞാൻ പോയി സന്ദർശിച്ചു. ഇതൊന്നും പറയാൻ പോയില്ല, ഒരുത്തരും പറഞ്ഞിട്ടില്ല. സന്ദർശിച്ചു, ആ ഒരു വിശ്വാസി വന്നു. ഈ അമ്മ സന്തോഷത്തോടെ മരിച്ചു. ഇതുപോലെ ചില രഹസ്യ പാപങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കണ്ടുപിടിച്ച് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും വിടുതൽ കിട്ടത്തില്ല. മനസ്സിലാവുന്നു? ഒരു സുവിശേഷ വേലക്കാരി ഒരു പ്രായമുള്ള അമ്മച്ചി ഒരിക്കലൊരു കാര്യം പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ ദൈവത്തെ ധിക്കരിച്ച് ഒരു പാപം ചെയ്തു. അവർക്കൊരു കൊച്ചു ജനിച്ചു. പക്ഷേ അന്നത്തെ സാഹചര്യം തന്നെ അബോർഷൻ ചെയ്തു കളഞ്ഞു. സുവിശേഷ വേലയ്ക്കൊക്കെ വന്നു. പക്ഷെ ഇന്നും താരിങ്ങനെ കണ്ണടയ്ക്കുമ്പോൾ ഒരു കുട്ടി, കറുത്ത ഒരു ആൺകുട്ടി ഇങ്ങനെ നിൽക്കുക. ഇത് കാണുമ്പോൾ ഒരു അസ്വസ്ഥരായി വല്ലാതെ വയലൻ്റ് ആവുകയാണ്. അപ്പോൾ ഒരിക്കൽ എന്നെ കണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ മുട്ടുകുത്തി, ഞാൻ പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു. എന്നൊക്കെ പ്രായമുള്ളതല്ലോ, എഴുന്നേക്കാൻ പറഞ്ഞു. ഇല്ല, എനിക്കിത് ഷെയർ ചെയ്തേ ഒക്കത്തുള്ളൂ. ഇതാണ് എൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റ്. അപ്പോൾ അത് വിട്ടുപോയില്ല പിശാച്. പിന്നെ അവരെ ഇങ്ങനെ ഇത് വെച്ചുകൊണ്ട് പിന്നീട് അവരെന്ത് ചെയ്തു? അധികം താമസിക്കാതെ സ്വസ്ഥമായിട്ട് മരിച്ചു. ഇതുപോലെ എനിക്കും നിങ്ങൾക്കും രഹസ്യ പാപങ്ങളുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചേക്കണം. ചിലർ ചെയ്തു പോയ പാപങ്ങളെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. പിശാച് അവരെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കാൻ ഇങ്ങനെ കുറിച്ച് വെച്ചിരിക്കാൻ, ഇന്നടുത്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിൽ ക്ഷമിക്കേണ്ടവനോട് ക്ഷമിച്ചു വിടണം, ഏറ്റുപറയേണ്ടത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഇല്ലെങ്കിൽ ആ പാപം നിങ്ങളെ പിന്തുടരും. ദാവീദ് പറയുന്നു, എന്താ പറയുന്നത്? എൻ്റെ പാപം ഇപ്പോഴും എൻ്റെ കൺമുമ്പിൽ. അതുകൊണ്ട് കുടുംബജീവിതം ചെയ്യുന്ന ഭാര്യാഭർത്താക്കന്മാരും എല്ലാവരും ഞങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധിച്ചോണം. പാപത്തിന് ശിക്ഷയുണ്ട്. കുടുംബജീവിതത്തിൻ്റെ വ്യവസ്ഥ ഭാര്യാഭർത്താക്കന്മാർ തെറ്റിച്ചാൽ അത് തീക്കളിയാണെന്നാണ്, ഇല്ലയോ? തീ കൊണ്ടുപോകുന്ന പോലെയാണ്, തീയിൽ മടിയിൽ കൊണ്ടുപോകുന്ന പോലെയാണ്. അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കാൻ പാടില്ല. മനുഷ്യൻ ചിലപ്പോൾ വരും, പക്ഷെ ഉടനെ ദൈവം ഒരു സാഹചര്യം തരും. ശ്രദ്ധിച്ചോണം. ഭക്തരാണ് വിശ്വാസികളോ അല്ലെങ്കിൽ വേലക്കാരായിക്കോട്ടെ, ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ചില അടുപ്പവും ബന്ധവും വരും. സ്നേഹം കൂടും. സ്നേഹം കൂടിക്കഴിയുമ്പോഴല്ലേ പല കാര്യങ്ങളിലേക്ക്. പക്ഷേ നീ ഒരു യഥാർത്ഥ വിശ്വാസി വേലക്കാരനാണെങ്കിൽ തമ്പുരാൻ തന്നെ ഇടതലതിട്ട് അത് കട്ട് ചെയ്ത് വരും. അതിനുവേണ്ടി പ്രാർത്ഥിച്ചോണം. ഇല്ലെങ്കിൽ ഇതെല്ലാം അവസാനം കിടന്ന് നമ്മളെ തന്നെ അകത്ത് കിടന്ന് വിഷം, സർപ്പവിഷം എന്ന് വരുന്ന അവസ്ഥ വരും. അതുകൊണ്ട് പാപത്തെ ഉപേക്ഷിക്കുക. ഇതിന് ശുദ്ധീകരണമൊന്നും വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, വയ്ക്കാം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള പാപങ്ങളെ കണ്ടുപിടിക്കണം, ഏറ്റു പറയണം. പാസ്റ്റർ ടി വി പറയുന്നത് അന്യോന്യം പോയി ഏറ്റു പറയണം. ഏറ്റു പറയുന്നത് സൂക്ഷിച്ചു മതി കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ഏറ്റു പറഞ്ഞ ചില കുടുംബങ്ങൾ പ്രയാസമായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് ഏറ്റു പറയുക. പിന്നെ ഒന്നാമത്തെ ദൈവത്തോട് ഏറ്റു പറയുക. മനുഷ്യരോട് ഏറ്റു പറയുന്ന കാര്യം ആലോചിച്ച് ദൈവം പറഞ്ഞെങ്കിലേ പറയാവുള്ളൂ, അല്ല പിന്നെ അത് അടുത്ത പ്രശ്നമായി തീരും. ചില സുവിശേഷ വേലക്കാരോട് ചിലർ പാപങ്ങൾ ഏറ്റു പറഞ്ഞതിന് ശേഷം അവരത് വെച്ച് അവരെ പണിഷ്മെൻറ്റ് കൊണ്ടിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രധാന ഭാഷയുടെ വീഴ്ചയ്ക്ക് കാരണമായിരുന്നാണ് പറഞ്ഞത്. കൂട്ടുവേലക്കാരുടെ തെറ്റുകൾ എഴുതി വെച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തും. പണ്ട് താറാവ് എന്ന് പറഞ്ഞ പോലെ. ഏതാ
2 ഭൃത്യന്മാർ ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുക, ഒരു കഠിനായ യജമാനൻ്റെ ശുശ്രൂഷൻ. ഒരു ചെറിയ ഇളയ ഭൃത്യൻ ഒരു ദിവസം ഒരു കല്ലെടുത്തെറിഞ്ഞൊരു താറാവ് ചത്തുപോയി. കഠിനായ യജമാനല്ലേ. മൂത്ത പുള്ളി പറഞ്ഞു, ഇത് ഞാൻ യജമാനോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇയാൾ പേടിച്ചു പോയി. എന്താ ചെയ്യുന്ന അറിയത്തില്ല. അന്നത്തെ കാലമല്ല, അടിമത്തിനുള്ള കാലമല്ലേ, അടിമകളല്ലേ. ഇവൻ പേടിച്ചാകെ ഭയന്നു. ശരി ശരി, നീ പേടിക്കണ്ട, ഞാൻ പറയത്തില്ല, പക്ഷേ നാളെ മുതൽ ഞാൻ പറയുന്ന ജോലിയോട് ചെയ്യണം. അങ്ങനെ ഇവൻ്റെ ജോലിയോട് ചെയ്യിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവൻ്റെ ജോലിയോട് ചെയ്ത് ഈ ചെറുക്കനങ്ങ് ക്ഷണിക്കാൻ തുടങ്ങി. മാനസികമായിട്ടും തകർന്നു. അപ്പോൾ യജമാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഇളയ ഭൃത്യൻ്റെ മുഖം വ്യത്യാസമായിരിക്കുന്നു, ക്ഷീണിതനായിരിക്കുന്നു. അയാൾ വിളിച്ചു ചോദിച്ചു, എന്താ നിൻ്റെ വിഷയം? എന്തുണ്ടെങ്കിലും പറ, ഞാൻ നിന്നെ സഹായിക്കാം. അപ്പോൾ ഈ പൊട്ടിക്കരയാൻ തുടങ്ങി. ഈ കാര്യം പറയാം, ഒരു താറാവാണ് വിഷയം. നീ എൻ്റെ ഭൃത്യനല്ലേ, നീ തന്നെ അന്നേ പറയേണ്ടതെന്ന് ചോദിച്ചു. മറ്റവനെ വിളിച്ചു. അവനെ അന്ന് തന്നെ പറഞ്ഞു വിട്ടു. ശിക്ഷയും കൊടുത്ത് പറഞ്ഞു വിട്ടു. ഇവനവിടുത്തെ അടുത്ത സീനിയറാകുകയും ചെയ്തു. അപ്പം ഇതുപോലെ മനുഷ്യർ നമ്മളെ മുതലെടുക്കരുത്. പുരോഹിതന്മാർ മുതലെടുക്കരുത്. പാസ്റ്റർമാർ മുതലെടുക്കരുത്. പ്രവാചകന്മാരെന്ന് പറയുന്നവർ മുതലെടുക്കരുത്. നിങ്ങൾ ദൈവത്തോട് പറയേണ്ടത് ദൈവത്തോട് മാത്രമേ പറയാവൂ, മനുഷ്യരോട് പറയരുത്. ചില മനുഷ്യർ അത് വെച്ചുകൊണ്ട് മുതലെടുക്കാൻ തുടങ്ങും. അങ്ങനെ ഇത് നമ്മൾ കാണുന്നില്ലേ? പ്രവാചകന്മാരെന്നും പാസ്റ്റർമാരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പാർട്ടികൾ. ദൈവത്തോട് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും. പിന്നെ നിങ്ങൾ ആരോടെങ്കിലും ദോഷം ചെയ്തിട്ടെങ്കിൽ, അത് യേശു പറഞ്ഞ്, നിങ്ങൾ മറ്റുള്ളവരോട് ദോഷം ചെയ്തെങ്കിൽ അത് അവരോട് പോയി പറഞ്ഞ് ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ ക്ഷമിക്കപ്പെടത്തില്ല. ഇത്രയുള്ള അതിൻ്റെ വകുപ്പ്. ശരി, അങ്ങനെ ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സക്കറിയാപ്രവചനത്തിൽ വെളിപ്പാട് ദിവസം 4-ാം അധ്യായത്തിൽ കാണുന്ന 7 ദീപങ്ങൾ അല്ലെങ്കിൽ 7 വിളക്ക്, അതിനെക്കുറിച്ചൊരു വാക്യം ഞാൻ തരാം. ഇത്രയും സമയം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് വാക്യങ്ങൾ പറയാം, നിങ്ങൾ റെഫർ ചെയ്തെടുത്തോ. ഈ നിലവിളക്കിനെ കുറിച്ച് ആദ്യം കാണുന്നത് സമാഗമനത്തിലെ നിലവിളക്ക് പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിന് 31-37 വാക്യം. തങ്കം കൊണ്ടൊരു നിലവിളക്ക് ഉണ്ടാക്കണം, അതിന് 7 ദീപം ഉണ്ടാക്കണം, അതിൻ്റെ തിരി മുൻപോട്ടായിരിക്കണം. പിന്നീട് ശലോമോൻ്റെ ആലയത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായം 7-ാം അധ്യായത്തിലാണ് 2ാമത്തെ ആലയം. അപ്പോൾ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ നിന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്. ഇത് അപ്പോസ്തോലിക സഭയോട് സദൃശമാണ്. ആദ്യമേ രക്ഷിക്കപ്പെടുന്നവരെ പരിശുദ്ധാത്മാവ് നടത്തും. പിന്നെ അപ്പോസ്തോലിക സത്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടിരുന്ന 2ാമത്തെ ഘട്ടം. അതാണ് ഗലാത്യർ 4-ാം അധ്യായത്തിൽ നിന്ന് വായിച്ച്, നാം ശിശുവായിരുന്നപ്പോൾ, പിന്നീട് അടുത്തത് രക്ഷകന്മാരുടെയും ഗ്രഹവിചാരന്മാരുടെയും കയ്യിൽ കൊടുക്കുന്ന അവസ്ഥ. വായിച്ച് ഗലാത്യർ 4-ന്റെ 1-ാം വാക്യം മുതൽ വായിക്കാം. അവകാശി സർവ്വത്തിന് യജമാനെങ്കിലും. ശ്രദ്ധിക്കുക, അവകാശി. ദൈവരാജ്യത്തിന് നമ്മൾ അവകാശിയായി വിളിക്കപ്പെട്ടാൽ പോലും ചില പറയുന്നത് രക്ഷിക്കപ്പെട്ടാൽ മതി, പിന്നെ ഒന്നും അറിയണ്ട, അങ്ങ് കർത്താവ് വരുമ്പോൾ എല്ലാം കൊണ്ടുപോകത്തില്ല. അത് തെറ്റായ ഉപദേശമാണ് ചില പെന്തിക്കോസുകാർ പഠിപ്പിക്കുന്നത്. അങ്ങനെ കൊണ്ടുപോകാൻ നോക്കുമോ? മണവാട്ടി എന്ന് പറഞ്ഞാൽ എന്താ, ചില്ലറ കളിയാണോ? അപ്പം മണവാട്ടിയായി വളരണം, അതാണ് വിശ്വാസത്തിൽ പറയുന്നത്. ഒന്നാക്കണം. ആരുടെ മെഷർമെൻറ്റ്? ആരുടെ മെഷർമെൻറ്റാണ്? അളവുകോൽ ക്രിസ്തുവാണ്. ക്രിസ്തുവിന് നാം സമമായി വളർന്നെടുക്കുന്ന മണവാട്ടിയായിട്ട് മാറണം. ഇത് എളുപ്പത്തിൽ മനുഷ്യനെ കളിപ്പിക്കാൻ വേണ്ടി മറ്റ് പെന്തിക്കോസിൽ പല പാസ്റ്റർമാരും തെറ്റായിട്ട് പ്രസംഗിക്കുകയാണ്. അങ്ങനല്ല. ഇപ്പം ഞാൻ തന്നെ അതിന് എത്തണമെങ്കിൽ ആ പോസ്റ്റിൽ എത്തണം, അല്ല കുറേ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ എത്തത്തില്ല. ആ സ്വഭാവത്തിലും അറിവിലും പരിജ്ഞാനത്തിലും വളരണം. വായിക്കാം. അവകാശി സർവ്വത്തിന് യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. നോക്കണം. അപ്പം അവകാശിയാണെങ്കിലും അവൻ ശിശുവായിരിക്കുക, വളർച്ചയില്ലെങ്കിൽ ആ വീട്ടിലെ ദാസനല്ലേ കാര്യക്കാരൻ. ദാസനോട് ചോദിച്ചിട്ട് വേണം ശിശു ചെയ്യാൻ. അപ്പം വളർച്ചയില്ല. അപ്പോൾ അതാണ് വളരണം. ക്രിസ്തു എന്ന തലയോളം വളരണം. അതിന് 3 ഘട്ടങ്ങളുണ്ട്. യോഹന്നാൻ സുവിശേഷം 1:17 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. 2 റോമാലേഖനം 15-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഗലാത്യരിൽ വരുന്ന അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ, അപ്പോൾ പുത്രൻ്റെ ആത്മാവിലേക്ക് വരികയാണ്. 8-ാം അധ്യായത്തിന് 15-ാം വാക്യത്തിലാന്ന് തോന്നുന്നു. ഇനി എബ്രായ ലേഖനം 5-ലും 7-ലും വായിക്കുമ്പോൾ എന്ത് ചെയ്യണം? പുത്രനെങ്കിലും, 5-ന്റെ 7 തോന്നുന്നില്ലേ? പുത്രനെങ്കിലും. അപ്പം മക്കൾ, പുത്രത്വം, അവകാശി. പുത്രനെങ്കിലും വായിക്കാം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. പുത്രനായതുകൊണ്ടും ആകുന്നില്ല, ഇത് വളർച്ചയല്ലേ? മക്കൾ, പുത്രത്വം. ഇനി പുത്രനായാലും പുത്രന്മാർ പലർക്കും ചിലപ്പം ഭരിക്കാൻ ഒക്കത്തില്ലല്ലോ. അപ്പൻ്റെ അതേ സ്ഥാനത്തിൽ വരണമെങ്കിൽ അതിനുള്ള അറിവും ഞാനും വേണം. ഇപ്പം പുത്രനെങ്കിലും
പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ആര്? യേശു. അതുപോലെ നാമും ഈ പുത്രത്വം പ്രാപിച്ച് അന്യഭാഷ പറയാൻ വേണ്ടിയല്ല, അത് വളരണം, അവകാശിയായി തീരണം. അതിനെന്ത് വേണം? ജ്ഞാനം വേണം, പരിജ്ഞാനം വേണം, വകതിരിവ് വേണം. ഇതാണ് ഈ വിളക്കിനെ സദൃശ്യമായി പറയുന്നത്. അപ്പോൾ അവരെ കൊണ്ട് മാത്രമേ പിതാവിൻ്റെ സ്ഥാനത്തിരുന്ന് വീട് നടത്താനോ അല്ലെങ്കിൽ രാജ്യം ഭരിക്കാനോ ഒക്കത്തുള്ളൂ. പുത്രനെങ്കിൽ താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചതായി തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ കാരണഭൂതനായി തീരുന്നു. ഇനി മറ്റൊരു വാക്യത്തിൽ വായിക്കും, മക്കൾ ജഡരക്തത്തിലൂടെ ആകാനുകൊണ്ട് താനും അവരെ പോലെ ആയി അവർക്ക് ഗുരുവായി മാറി, അല്ലേ? അപ്പം യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് ദാസനായി, പുത്രനായി, പിന്നെ പുരോഹിതനായി മാറി. ഈ പുരോഹിതൻ എന്ന് പറയുന്നത് ലോഹയിടുന്നില്ല എൻ്റെ അർത്ഥം. ഇനി വായിച്ച് എബ്രായലേഖനം 5 ബാക്കി വായിച്ച്. അപ്പോൾ യേശുക്രിസ്തു മകളായി ജനിച്ചു, ദാസനായി ജീവിച്ചു, പുത്രത്വം പ്രാപിച്ചു, അതിൽ പിതാവെന്ന് വിളിച്ചു. ഇനി പുരോഹിതനാകണം. പുരോഹിതന്മാരാണ് വാഴ്ചയ്ക്ക് അവകാശി. അത് വിശ്വാസികളുണ്ട്, വിലക്കാരുണ്ട്. രണ്ടുപേരും പരിശുദ്ധാത്മാവിഷയത്തിൽ പുരോഹിതൻ്റെ അഭിഷേകം കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ അടുത്ത സ്റ്റേജിൽ എത്തണം. വായിക്കാം. അതിനെ താഴത്തോട് ചേർത്ത് വായിക്കും. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങൾ അനുസരണം പഠിച്ച് എബ്രായർ 5:8 എബ്രായർ 5:8 പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർ ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നില്ല. ഇനി അടുത്തത് മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ മഹാപുരോഹിതൻ ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മളെല്ലാം എൻ്റെ കൂടെ ചേർന്ന് പുരോഹിതന്മാരാണ്. അതിൽ ഇപ്പം മഹാപുരോഹിതൻ അഹരോനുണ്ട്, അടുത്ത പുരോഹിതന്മാർ എലിയാസറും ഇത്താമാരും ഉണ്ട്, പിന്നെ പുരോഹിത വർഗമുണ്ട്, ലേവ്യരുണ്ട്. അത് ഓരോരുത്തരുടെ നിലവിനനുസരിച്ച് വളർന്നു പോകാം, അത്രയേ ഉള്ളൂ. അതൊക്കെ പ്രതിഷ്ഠയും തീരുമാനവും വിശുദ്ധിയും ഒക്കെ അനുസരിച്ച് അവർ വെളിച്ചത്തിൽ വ്യത്യാസമുള്ള പോലെ വരും. അതൊക്കെ പരിശ്രമിക്കാമെങ്കിൽ അങ്ങ് വരെ എത്താം. അപ്പോൾ പുത്രൻ ആരായിത്തീരണം? മക്കൾ പുത്രത്വം പ്രാപിക്കണം, പുത്രൻ പുരോഹിതനാകണം. പുത്രനെ പുരോഹിതനാക്കിയൊരു പാട്ടില്ലേ? പുത്രനെ പുരോഹിതെന്നും പറഞ്ഞൊരു പാട്ടുണ്ട്. എന്നു ചേർന്നിലും ഞാൻ എന്നുള്ള പാട്ട്. അപ്പോൾ അതെല്ലാം ഉപദേശമാണ്. ഇതിനെയൊക്കെ പരിഹസിക്കുന്ന ചില പെന്തിക്കോസിലെ പാസ്റ്റർമാരോട് എന്താ പറയാനാ? ഇടപോയി നീക്ക് വചനം പഠിക്കടാ, പോയി ബൈബിൾ കോളേജിൽ പോയൊരു ഡിഗ്രി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതിനെല്ലാം വിമർശിക്കുന്നതിന് മുമ്പ് ഇത് ഉണ്ടോ ഇല്ലെന്ന് പഠിക്കുക. അല്ലെങ്കിൽ വാ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് പറഞ്ഞ പോലെ ഇതിനെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്യാം, പഠിപ്പിച്ചു തരാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പുരോഹിതന്മാരാണ് നമ്മളാരാ? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരെല്ലാം പുരോഹിതന്മാരുടെ അഭിഷേകമാണ്. പക്ഷേ വളരണ്ടേ? വെളിപ്പാട് 1:6 വായിക്കും, നാം രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. പക്ഷേ അത് സൂക്ഷിക്കണ്ടേ? പുരോഹിതൻ എന്ന് പറഞ്ഞ നാടുകൾ നടത്താൻ നോക്കുമോ? പണ്ട് ഈ ബ്രാഹ്മണന്മാർ പൂണൂലിരുന്നതിൻ്റെ കാരണം എന്താ? ബ്രഹ്മത്തെ അറിഞ്ഞവനാണ്. ഈ പാരമ്പര്യമായിട്ട് പൂണിലിടുന്നവന്മാരുണ്ട്, എന്തെല്ലാം തോന്നിവാസം കാണിച്ചുകൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത്. ഒറിജിനൽ ബ്രാഹ്മണന്മാർ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. ഇപ്പോൾ സുരേഷ് ഗോപി കഴിഞ്ഞ സമയത്ത് പറഞ്ഞു വരുമ്പോൾ എനിക്ക് ബ്രാഹ്മണനായിട്ട് ജനിക്കണം. അത് ഈ പറഞ്ഞ പോലെ വില കുറഞ്ഞ ബ്രാഹ്മണന്മാരല്ല. യഥാർത്ഥ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞവൻ. അവൻ തെറ്റിലേക്ക് പോകത്തില്ല, അവന് അനാവശ്യങ്ങൾക്കൊന്നും പോകത്തില്ല, അവൻ വേർപെട്ട് ജീവിക്കും. അങ്ങനെ വേർപാടിനെ കാണിക്കാൻ വേണ്ടിയേ പൂണിലിട്ടത്. ഞങ്ങൾ ഒരു വേർപെട്ട ജീവിതം ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നെ ആ കുടുംബത്തിൽ ജനിച്ചവനെല്ലാം പൂണിലിടാൻ തുടങ്ങി. പൂണിലിട്ടവൻ ബ്രാഹ്മണനാവോ? ഇല്ല, ബ്രഹ്മത്തെ അറിഞ്ഞവനാണ്. പക്ഷേ ആ ഭാഗ്യം ഇപ്പോൾ ആർക്ക് കിട്ടി? നമുക്ക് കിട്ടി. എങ്ങനെ കിട്ടി? സത്യദൈവത്തെ അറിയാനുള്ള ഭാഗ്യം. ഇത് കളയരുത്. നിങ്ങൾ ഏത് ജാതിപ്പെട്ടവനായിക്കോട്ടെ, പക്ഷേ ഈ സത്യത്തിൽ വന്നതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യരുത്? പഴയ ഗുണം കാണിക്കാൻ പോരുത്. വളർന്നോണം. വളർന്ന് ഈ പുരോഹിത കുടുംബത്തിലെ പൂർണ്ണത പ്രാപിച്ചു പോകണം. അതുകൊണ്ടാണ് നീ മൽക്കീസദേക്കിൻ്റെ ക്രമത്തിൽ, അത് ദൈവം അനുവദിച്ചാൽ വേറെ ദിവസം നമുക്ക് എടുക്കാം. മൽക്കീസദേക്ക് ആരാണ്? മൽക്കീസദേക്കിൻ്റെ ക്രമത്തിലുള്ള പുരോഹിതൻ ആരാണ്? ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് എടുക്കാം, സമയമുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യവസ്ഥ. അല്ല ചുമ്മാ രക്ഷിക്കപ്പെട്ടതെല്ലാം താറാവടിച്ച് രാവിലെ മുഴുവൻ കണ്ടെത്തി കൊണ്ടുപോയിട്ട് കൂട്ടിനകത്ത് താറാവിനെ അടിച്ചിടുന്നത് ദൈവരാജ്യത്തിൽ കൊണ്ടുപോകുന്നതല്ല. കർത്താവിൻ്റെ വിരയിൽ രക്ഷിക്കപ്പെട്ടവരെല്ലാം തെറ്റാണ്. അത് മനുഷ്യൻ വഞ്ചിക്കുക ചെയ്യുന്നത്. പണ്ട് ഏതൊരു സമൂഹത്തിൽ സ്നാനത്തിൻ്റെ ഉപദേശം പഠിപ്പിച്ച് വേർപെട്ട് വന്ന ഒരു സഭയെപ്പറ്റി ഒരു പാസ്റ്റർ അതിൻ്റെ തലപ്പത്തിരുന്ന് പുള്ളി പറഞ്ഞതാണ്. അത് കുഴപ്പമില്ല,
പെട്ടകത്തിൽ കയറി കഴിഞ്ഞാൽ പുള്ളി സ്ഥാപിച്ചു, പെട്ടകത്തിൽ കയറി കഴിഞ്ഞാൽ പെട്ടകം അങ്ങോട്ടും ഇങ്ങോട്ടും മറയുമ്പോൾ അങ്ങോട്ടും തട്ടും ഇങ്ങോട്ടും തട്ടും അവിടെ നടക്കുന്നൊന്നും വിഷയമല്ലെന്നാണ്. പക്ഷേ ബൈബിൾ പറയുന്നത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകില്ല. ഇങ്ങനെ ഉപദേശത്തെ ഈ അല്ലെങ്കിൽ പറയുന്നത് ഉപദേശകന്മാർ തങ്ങൾക്ക് ബോധിച്ച പോലെ കൂട്ടിക്കളഞ്ഞ് തങ്ങളെ അസ്തിത്വം നിലനിർത്താൻ വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിന് കൂട്ടിക്കളയുന്നു. മാനസാന്തരപ്പെടാൻ മനസ്സില്ല. അത് പാസ്റ്റർമാരായാലും പുരോഹിതന്മാരായാലും ഉസ്താദായാലും യവന്മാരെല്ലാം കാണിക്കുന്ന പണികൾ ഇതാണ്. എന്നിട്ട് മതത്തെ വളർത്തുക. ഇതിനകത്ത് മതത്തെ വളർത്തി കഴിഞ്ഞ കുറേ സിബന്ധികൾ രാഷ്ട്രീയക്കാരെ പോലെ കൂടെ കാണുമല്ലോ. അത് TPM-നകത്തും അല്പസ്വല്പം ഉണ്ട്. സൂക്ഷിച്ചോണം. മതത്തിൽ പോയി ചാടരുത്, മതത്തിൻ്റെ ക്ലാവ് പിടിക്കരുത്. അവരോടാണ് ഞങ്ങളുടെ യുദ്ധം. മജോറിറ്റി എനിക്കൊന്ന് മതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പുത്രനെ ആരാക്കണം? പുരോഹിതനായി മാറ്റണം. ഈ അനുഭവത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് സിംഹാസനത്തിൽ 7 ദീപങ്ങളായ 7 ആത്മാക്കൾ. അത് പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സമാഗമനത്തിൽ കണ്ടു, ഇവിടെ കണ്ടു. പക്ഷെ ഒരു കാര്യം, ഈ സമാഗമനത്തിലെ വിളക്കും ശലോമോൻ്റെ ആലയത്തിലെ വിളക്കിലും ഈ പറഞ്ഞ പുരോഹിതന്മാരാണ് എണ്ണ ഒഴിച്ച് കത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പീരീഡ് ഉണ്ട്. അതാണ് ഗലാത്യർ 4 വായിക്കുമ്പോൾ ശിശുവായിരുന്നിടത്തോളം കാലം, അതിനുശേഷം രക്ഷകന്മാർക്കും ഗ്രഹവിചാരന്മാർക്കും നമ്മളെ കീഴ്പ്പെടുത്തി കൊടുക്കുകയാണ്. വായിച്ചേ. അവകാശി സർവ്വത്തിന് യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അത് ആദ്യഘട്ടം. അപ്പോൾ ശിശുവിനെ എഴുന്നേറ്റ് നടക്കാൻ കൈ പിടിച്ചു നടക്കുന്ന കാലം. പക്ഷെ പിന്നീട് വളർച്ച പ്രാപിക്കണം. അടുത്തത്, പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവൻ അത്രയല്ല. അത് 2ാം സ്റ്റേജാണ് കേട്ടോ. 2ാം സ്റ്റേജ് സഭയിലും ഈ നടത്തിപ്പുകാർ കീഴെന്ന് പറഞ്ഞ് 2ാം സ്റ്റേജേ ഉള്ളൂ. 3ാം സ്റ്റേജിൽ അങ്ങനെ ഒരു നടത്തിപ്പ് എല്ലാവർക്കും ഇല്ല, ബാധമല്ല, എല്ലാവരും ഫ്രീ ആയി. അതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പഠിച്ചിരിക്കുന്ന പലതും ഈ 2ാം ഘട്ടത്തിൽ അപ്പോസ്തലന്മാർ വിശുദ്ധന്മാർ വിശുദ്ധമതിൽ എന്ന് പറഞ്ഞിട്ട് അതുണ്ട്. അത് തെറ്റെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അത് പൂർണ്ണതയല്ല. നമ്മൾ അങ്ങനെ പൂർണ്ണതയാണെന്ന് വിശ്വസിച്ച ഒരു കൂട്ടം മേലക്കാരും വിശ്വാസികളെടുത്ത് മരിച്ചുപോയി. അത് 12 കാലയുടെ പുറത്ത് അപ്പോസ്തല ഉപദേശങ്ങളുടെ സഭ, അപ്പോസ്തോലിക സഭ എന്ന് പറയുന്നതാണ്. ഇനി അപ്പോസ്തോലിക സഭയല്ല, മണവാട്ടിയിലേക്ക് 3ാമത് വരുന്നത്. അതല്ലേ ക്രിസ്തുവിൻ്റെ അവസാനത്തെ. അപ്പോൾ ആ മണവാട്ടി സ്റ്റേജിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഉപദേശങ്ങളിൽ പഠിച്ചു വളരെ, ഇതാണ് കിരീടം. സൂര്യൻ അണിഞ്ഞ സ്ത്രീയുടെ തലയിലെ 12 കിരീടം എന്ന് പറഞ്ഞാൽ അപ്പോസ്തല ഉപദേശങ്ങളിൽ പൂർണ്ണരായവർ. അത് മാനസാന്തര, സ്നാനം, അഭിഷേകം, വേർപാട്, വിശുദ്ധി, ജയജീവിതം എല്ലാം ഉണ്ടെങ്കിലും അത് കവിഞ്ഞതൊന്നാണ് പരിജ്ഞാനം. അതിൽ കവിഞ്ഞതാണ്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. അപ്പോൾ ഈ പരിജ്ഞാനം പ്രാപിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കേട്ടതാണ്. അതാണ് വിശ്വാസവും അറിവും ഒന്നാകണം. മുഴുവൻ ലോകത്തിലുള്ള ഏതൊരു സഭയപ്പെട്ടിട്ട് ഈ വിശ്വാസത്തിലും അറിവിലും ഒന്നായി വരുന്ന വിശ്വാസികൾ എവിടെ ഉണ്ടോ അവരെല്ലാം കർത്താവിൻ്റെ ഒരു പോകും. അല്ല CPM-കാരെന്ന് പറഞ്ഞൊരു വേർപാടിനകത്തില്ല. CPM-കാർ കുറെ കൂടെ ആരുമേറി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നീ പ്രാപിക്കാൻ എന്ത് ചെയ്യും? നാട്ടുകാർ പറയുന്നത് നല്ല കുടുംബത്തിലും ആരും ജനിക്കുന്ന പറഞ്ഞു. നല്ല കുടുംബത്തിലും ജനിക്കും. അതുകൊണ്ട് കാര്യമുണ്ടോ? ജനിച്ചുകൊണ്ട് കാര്യമില്ല. അതനുസരിച്ച് വളരണം, അതിന് അവകാശിയാകണം. അതിനാണ് ഈ ഉപദേശത്തിൻ്റെ ശ്രേഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ അവകാശി സകലത്തിനും യജമാനായിരിക്കുമ്പോൾ തന്നെ അവനെ വളർത്തിയെടുക്കാൻ രക്ഷകന്മാരുടെയും ഗ്രഹവിചാരന്മാരെയും ലോകത്തിലേക്ക് നല്ല നല്ല സ്കൂളിൽ, നിങ്ങളെന്തിനാ ഈ കാശില്ലെങ്കിലും പിള്ളേരെ ഗവൺമെൻറ് സ്കൂളിൽ വിടണമെന്നൊക്കെ പറയുന്നത്? കന്യാസിനിമാരെ ചീത്ത പറയുന്ന പുള്ളികൾ പലതും ഉണ്ട്. പാർട്ടിക്കാരുൾപ്പെടെ പലതും കമ്മ്യൂണിസ്റ്റുകാർ കന്യാസികളെ ചെയ്ത് വിളിക്കും. ഇന്നല്ല വിദ്യാഭ്യാസം പരിഷ്കരിച്ചത്. ഒരു കാര്യം ഓർത്തോണം, അന്നത്തെ പട്ടിണിക്കാലത്തും വർണ്ണവിവേചനമുള്ള കാലത്തിൽ ഈ കത്തോലിക്കര് ആണ് ഓൾമോസ്റ്റ് എല്ലാത്തിനും ഒന്നിച്ചെത്തി പഠിപ്പിച്ചത്. അത് മറന്നു പോകരുത്. ഇന്ന് വലിയ പ്രസംഗം നടത്തുന്ന സാമുദായ നേതാക്കന്മാരും വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള സകല പുള്ളികൾ ഓർത്തോണം, നിങ്ങളെയൊക്കെ അക്ഷരം പഠിപ്പിച്ചതും തുണിയെടുക്കാൻ പഠിപ്പിച്ചതും കോവണം എടുക്കാൻ പഠിപ്പിച്ചതല്ല, അവിടുന്ന് പാൻറ് ഇടിപ്പിച്ചതും ഈ കത്തോലിക്ക മിഷണറിമാരും മറ്റ് മിഷണറിമാർ അല്ലെങ്കിൽ മറ്റു മിഷണറിമാരുമാണ്. അവിടെ പോയി ഇറങ്ങി നിന്നുകൊണ്ട് ഉപ്പുമാവും നെയ്യുമൊക്കെ വാങ്ങിച്ച് കഴിച്ച കാലഘട്ടം മറക്കരുത്. അന്ന് അവർ കാശിന് വേണ്ടിയല്ല ചെയ്തത്. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, നാട്ടുകാർ മുഴുവൻ ചെന്ന് കത്തോലിക്ക പള്ളിയിൽ ചെന്ന് എന്തു ചെയ്യും? ഉപ്പുമാവിനുള്ള മാവ്, അമേരിക്കൻ മാവ് വാങ്ങിച്ചുകൊണ്ട് വരും, എണ്ണ വാങ്ങിച്ചുകൊണ്ട് വരും, തുണി വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ തുണി കൊടുക്കാൻ പഠിപ്പിച്ചതും നേരെ ചൊവ്വേ നടത്തിയവനൊക്കെ മിഷണറിമാരാണ്. അത് CMS മിഷണറിമാർ, ആംഗ്ലിക്കൻ മിഷണറിമാർ, കത്തോലിക്ക മിഷണറിമാരാണ്. ഇന്നിപ്പോൾ പത്രാസ് കൂടിക്കഴിഞ്ഞപ്പോൾ അത് പാർട്ടി ഏറ്റെടുക്കുന്നു. പിന്നെ അവന്മാർക്കിത് പറയാൻ പുച്ഛം. ക്രിസ്ത്യൻ മിഷണറിമാരുടെ കാര്യം പറയാൻ ഇവർക്ക് പുച്ഛം.
എടോ നിന്നെയൊക്കെ തുണി ഉടുക്കാൻ പഠിപ്പിച്ചതും അക്ഷരം പഠിപ്പിച്ചതും ഒന്നിച്ചിരുത്തി സാപ്പാടിപ്പിച്ചതും സ്കൂളിനൊക്കെ വെളിയിൽ കളഞ്ഞവരെയൊക്കെ പിടിച്ചെടുത്തത് ഈ മിഷണറിമാരാണെന്ന് മറന്നു പോകരുത്. അത് വെള്ളാപ്പള്ളി ഉൾപ്പെടെ എന്ത് സംഭവിച്ചാണ് ശരി. ഇന്ന് കാശ് പെരുകി, വീട് പെരുകി, കുറേ സ്ഥാനത്തെത്തി കഴിഞ്ഞപ്പോൾ അടിസ്ഥാനം മൂട് മറക്കരുത്. മനസ്സിലാവുന്നു? ഇതുകൂടെ ഓർപ്പിക്കേണ്ട ആവശ്യമാണ്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ വരവോടുകൂടിയാണ് ഈ വർണ്ണവേദന അവസാനിക്കാൻ തുടങ്ങിയത്. കണ്ണൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ലുതറൻ ബാസൽ മിഷൻകാർ ബാസൽ മിഷൻകാർ നടത്തിയ പരിഷ്കരണത്തിൻ്റെ ഒരു വലിയ വളർച്ചയാണ് കണ്ണൂർ ഭാഗത്തേക്കുള്ളത്, മലബാറിലുള്ളത്. ഞാനിവിടെ വർക്ക് ചെയ്തില്ല. അവിടെ സുക്കോൾ സായിപ്പ് എന്ന് പറഞ്ഞ ഹിറ്റ്ലറിൻ്റെ കാലത്ത് യുദ്ധത്തിലേർപ്പെട്ടിട്ട് മാനസാന്തരപ്പെട്ട് സേവനത്തിനിറങ്ങിയ അനേക പട്ടാളക്കാർ, അതിലൊന്നാണ് ജർമ്മൻ മിഷണറിമാർ, ലൂതറൻ, LMSകാരെ, കത്തോലിക്കരെ, പ്രൊട്ടസ്റ്റന്റുകാരെല്ലാം വന്നു. ഏതാണ്ട് 3000 വീട് തന്നെ ഈ സുക്കോൾ അച്ഛൻ പണിത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പോയി കിടന്നുണ്ട്. നമ്മുടെ ഒരു വിശ്വാസം കിട്ടി. ആ അച്ഛൻ കിടക്കുന്ന ഒരു ബെഞ്ചേലാണ്. ഈ സായിപ്പ് കിടക്കുന്നത് 98 വയസ്സ് മരിച്ചു. 3000 വീടുകളാണ് പുള്ളി ജാതി മതഭേദം വെച്ച് കൊടുത്ത്. ഈ സവർണ മേധാവിത്വമുള്ള കാലത്ത് ഒന്നിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു ഇവരാണ്. തിരുവനന്തപുരം സൈഡിൽ കൊണ്ട് വരുമ്പോൾ CMSകാർ, കോട്ടയം ആ CMS കോളേജിൽ ജാതി വ്യത്യാസമില്ലാതെ കോളേജിൽ കയറ്റി പഠിപ്പിച്ചത് ഈ മിഷണറിമാരാണ്. ഇവരൊക്കെ രാഷ്ട്രീയം പഠിക്കുന്നതിന് മുമ്പ് തന്നെയും ഇവരാണ് ഇവിടെ അക്ഷരം പഠിപ്പിച്ചത്. മറ്റേ അടിച്ച് പുറത്താക്കുകയായിരുന്നു. നായന്മാർ മുതൽ ഇങ്ങോട്ട് താഴോട്ടുള്ളതിന് എല്ലാത്തിനെയും വേർതിരിച്ച് നിർത്തിയ ഒരു കാലത്തിൽ ഈ മിഷണറിമാരാണ് ഇവരെല്ലാം പഠിപ്പിച്ച് തുണി കൊടുക്കാൻ പഠിപ്പിച്ചത്. കോവണം ഇടുന്നുകൊണ്ട് നടന്നവനെ പാൻറ് ഇടിക്കാനും കോട്ട് ഇടിക്കാനും ആരാ പഠിപ്പിച്ചത്? ആരാ പഠിപ്പിച്ചെന്ന് പറ. എന്നിട്ട് തോന്നിവാസം വർത്താനം പറയുന്നു. ഇവിടെ ഇന്ന് കൈക്കരത്തുണ്ട്, വടിവാളുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് സത്യം നിഷേധിക്കപ്പെടാൻ ഒക്കുമോ? ഞാനും കുറേ രാഷ്ട്രീയത്തിൽ, ഞങ്ങളുടെ വീടുമൊക്കെ നല്ല രാഷ്ട്രീയ പരിചയമുള്ളതുകൊണ്ട് ഇച്ചിരി രാഷ്ട്രീയം കയറ്റി പറയുന്നത്. ഇത് CPMലെ ആരും പറയത്തില്ല, അവരതിൻ്റെ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പറയാതിരിക്കാൻ ഒക്കും. ഇതെല്ലാം കുറേ കേട്ട് കഴിയുമ്പോഴേ പിള്ളേർ പറഞ്ഞാൽ ചിലപ്പോൾ ചൊറിച്ചിൽ കയറുന്നു. ഇവൻ്റെയൊക്കെ പത്രാസും വെടിക്കെട്ടും കാണുമ്പോഴേ നീ എന്താണെന്ന് ആദ്യം പോയി ചിന്തിക്കേ. ഒരു 50 വർഷത്തിന് മുമ്പ് നിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കുക. പട്ടിണിടുന്ന കാലത്തിൽ പള്ളിയിൽ അച്ഛന്മാരാണ് ഉപ്പാവ് തന്നു വിട്ടത്, സ്കൂളിൽ കയറ്റി പഠിപ്പിച്ചത് ഫീസില്ലാതെ. ഇന്ന് വളർന്നു. ഇന്ന് എല്ലായിടത്തും മൾട്ടിനാഷണൽ ഹോസ്പിറ്റൽ വളർന്നു, അവരും ചെയ്യുന്നു. ഇന്നും അവർ ചെയ്യുന്ന സേവനത്തിന് ഒരംശം ഈ പറയുന്ന പുള്ളികളെ മതങ്ങളെ ജാതികളെ ചെയ്യുന്നുണ്ടോ? പറ. അവനവന് ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അവിടെ അതും പറയണമെന്നേ, വല്ലപ്പോഴൊക്കെ ഒന്നും പറഞ്ഞില്ല പിന്നെ ഇതെങ്ങനെ അറിയുന്നത്? നമ്മളുടെ ചില പുള്ളികളുണ്ടെന്ന്, അതുകൊണ്ടായി പറയുന്നത്. പെന്തിക്കോസിൽ തന്നെ ചില പുള്ളികളുടെ ആത്മാവ് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടായി പറയുന്നത്. ഏതായാലും നമ്മുടെ കാലം തീരാറായി. ഇറങ്ങിയപ്പോഴേ രക്തസാക്ഷിയാകാനാണ്. ഇനി അത് നടന്നാലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? ഒരു മര്യാദ വേണം. ഇച്ചിരി ആൾക്കരുത്തായി, കുടവേറായി, പിന്നെ ഇച്ചിരി ആൾബലമായി, ശക്തിയായി, സൂട്ടും കോസുമായി വീട്ടിൽ ഇത്തിരി ചില്ലറ വരാൻ തുടങ്ങി. നല്ല വീട് വെച്ച് കഴിയുമ്പം ആക്ഷേപം. പണ്ട് ഞങ്ങൾ തിരുവല്ലായിരിക്കും, ഞാൻ 3-4 വീട് വെച്ച് കൊടുത്തു നമ്മുടെ വിശ്വാസികൾക്ക് തന്നെ. കുറേ കഴിഞ്ഞാൽ അവർക്കൊരു ആക്ഷേപം. ഇത് ഫെയ്ത്തോങ്കാർ വിശ്വാസികളൊക്കെ ചേർന്ന് വെച്ച് തന്ന വീടാണ്, ഇവിടെ താമസിക്കുന്ന ഒരു കുറവ് പോലെ. അവരത് വിറ്റിട്ട് വേറെ കണ്ടൊക്കെ പോയി കേട്ടോ, വേറെ കണ്ട് പോയി. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ. എന്നാൽ ദൈവം തന്നു പറയണ്ടേ? അത് പറയാൻ ആക്ഷേപം. ഞാൻ അതിന് ശേഷം പിന്നെ കുറേ വീടുകൾ വെച്ച് കൊടുത്തു. പിന്നെ ഇപ്പോൾ വയ്ക്കുമ്പോൾ സൂക്ഷിച്ചേ ഉള്ളൂ. കാരണം ഇവനൊക്കെ വിശ്വാസത്തിൽ കളയാൻ വേണ്ടി ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ശാമോലേ? നമ്മളിതെല്ലാം കഷ്ടപ്പെട്ട് കൊടുത്തതിന് ശേഷം അവനത് ആക്ഷേപം. അവർ സഭയും മാറിപ്പോവും, പിന്നെ വേറൊരെങ്കിൽ പോവും. സ്വന്തം ഇതിൽ തന്നെ പോയവരുണ്ട്. പോട്ടെ, അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ കേട്ടോ. ശരി. അപ്പോൾ ഈ പറഞ്ഞ ശിശുവായിരിക്കുന്നിടത്തുനിന്ന് രക്ഷകന്മാരുടെയും ഗ്രഹവിജാന്മാരുടെയും ഇതിൽ വളരേണ്ടത്. അത് ഈ സഭയുടെ അപ്പോസ്തലൻ. എന്നാൽ അത് കഴിയുമ്പോൾ യേശു പറഞ്ഞിട്ട് നിങ്ങൾ തിരിഞ്ഞാരെ പോലാകണം? ശിശുക്കളെ പോലാകണം. ശിശുവിനെന്തില്ല, ജാതിയില്ല, മതമില്ല, ഭാഷയില്ല, വേർകൃത്യമില്ല, എല്ലാവരെയും ക്രിസ്തുവിലൊന്നായി കാണാൻ കഴിയും. ആ വിശാലമായ ഹൃദയം. അതിലേക്കാണ് ആരെക്കുറിച്ച് അറിയണം, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ. പക്ഷെ അതുകൊണ്ടും ആവുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അതിനായി നിങ്ങളുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പാൻ, നിങ്ങളുടെ മനക്കണ്ണുകളെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി പ്രാർത്ഥിക്കാനേ നിവൃത്തിയുള്ളൂ. അതായത് എന്നെ നിന്നെയൊക്കെ നന്നാക്കി ഉപദേശം നന്നാക്കേണ്ട കാലം കഴിഞ്ഞെന്നതിൻ്റെ അർത്ഥം. പക്ഷേ എന്നെയും നിന്നെയൊക്കെ നന്നാക്കി ഉപദേശം നന്നാക്കേണ്ട കാലം കഴിഞ്ഞ് പ്രാർത്ഥിക്കാം മക്കളെ.
എന്നാലും ഞാൻ കുറച്ചുകൂടെ മനുഷ്യർക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് പറയുന്നത് കേട്ടോ. ഇത് തീരാൻ പോകുന്ന സമയത്തിൽ കുറേ കൂടെ അറിഞ്ഞിരുന്നോട്ടെ, വഞ്ചിക്കപ്പെടരുതല്ലോ. അപ്പോൾ ഇത്ര പറഞ്ഞു, പ്രാർത്ഥിക്കാം, അതേ ഉള്ളൂ. ഇനി ആരെയും ഗുണദോഷിക്കേണ്ട ആവശ്യമില്ല, ഉപദേശിക്കേണ്ട കാലവും കഴിഞ്ഞു നിൽക്കുകയാണ്. പ്രാർത്ഥിക്കാം. അതാണ് പൗലോസ് എല്ലാ ലേഖനങ്ങളിലും, ഫിലിപ്പിയർ 1-ാം 9 മുതൽ കൊലോസ് 2:9 മുതൽ തെസ്സലോനിക്ക ലേഖനം, എല്ലാ ലേഖനത്തിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അർഹതയുള്ളവരത് പ്രാപിക്കും, അല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഗുണമില്ല. ഞാൻ പറഞ്ഞില്ല, പണ്ട് ഈ ഹിന്ദു പുരാണത്തിലെ പാർവതിയും പരമേശ്വരനും ദൈവങ്ങളുടെ പ്രതീകമാണ്, അവതാരങ്ങളുടെ പ്രതീകമാണ്. അപ്പോൾ പരമശിവനും പാർവതിയും കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ മിസ്സസും കൂടെ നടന്നു പോവാം. അപ്പോഴാണ് ഒരു മനുഷ്യനെ എന്നും കാണാം, ഇവർ പോകുന്ന റൂട്ടിൽ കൂടെ കാട്ടിപ്പോയി പറഞ്ഞ പോലെ വിറകും വെട്ടി തലയെ ചുമന്ന് വേർപ്പ് ഒഴിച്ചിങ്ങനെ പോവുക. അപ്പം മിസ്സസ് പരമശിവനോട് പറഞ്ഞു, നിങ്ങളൊന്നും മനസ്സിലിഞ്ഞാൽ അവനെ ഒന്ന് അനുഗ്രഹിച്ച് വിടരുത്. അയ്യോ, അത് വിടാൻ ആഗ്രഹമില്ലെന്നിട്ടല്ല, അവന് കൊടുത്തിട്ടും കാര്യമില്ല. അങ്ങനൊന്നും അല്ല, ഒന്ന് അനുഗ്രഹിച്ച് വിടാൻ പറഞ്ഞു. ശരി, നീ കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ വലിയൊരു നിക്ഷേപം, ഒരു പൊതി ഇവൻ നടന്നു വരുന്ന നേരെ ഇട്ടുകൊടുത്തു. അവൻ ആ സമയം കണ്ടപ്പോൾ എന്തു ചെയ്തു? അത് കണ്ടിട്ട് ഒന്ന് എടുത്തു നോക്കാൻ പോലും മനസ്സില്ലാതെ ഇപ്പുറത്തൂടെ വളഞ്ഞു പോയി. അപ്പോൾ മിസ്സസിനോട് പറഞ്ഞു, കണ്ടോ, ഇതാ ചിലരുടെ തലവര. ഇവർക്ക് ജീവിതത്തിൽ നന്നാകണമെന്ന് യാതൊരു ആഗ്രഹമില്ല. ഇനി മടിയന്മാർ, പണ്ട് രാജാവിൻ്റെ കഥ കേട്ടു. നല്ല രാജാവ് മടിയന്മാരായ ജനങ്ങളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഒരു റോഡിൻ്റെ നടുക്കൊരു കല്ല് വെച്ചു, വലിയൊരു കല്ല് വെച്ചു. ആ കല്ലുരുട്ടിക്കളയുന്ന ആരാന്ന് നോക്കാനാണ്. രാജാവ് ഒരാഴ്ച നോക്കി, ഒരുത്തനും. എല്ലാവരും കല്ല് കണ്ടിട്ട് രാജാവിനെ കുറ്റം പറയും. എന്തോ ഭരണമാണ്. ഇന്ന് മുഖ്യമന്ത്രിമാരെയും പ്രൈം മിനിസ്റ്ററെ കുറ്റം പറയുന്നുള്ളൂ. ഇതെന്തോ ഭരണമാണ്, എന്നാൽ നീ കയറി ഭരിക്കുക, അപ്പോൾ അറിയാം. എന്നാൽ കല്ലുരുട്ടി മാറ്റാമെന്ന് ചിന്തിക്കുകയല്ലേ? അതില്ല, ഒരുത്തനുമില്ല. എല്ലാം കുറ്റം പറഞ്ഞു കിടക്കുന്നല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടാൻ മനസ്സില്ല. ഇപ്പോൾ രാജാവ് എല്ലാവരും വിളിച്ചു കൂട്ടി. ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും വിളിച്ചു കൂട്ടി അനൗൺസ് ചെയ്ത് കൊണ്ടുവന്നു. തൻ്റെ മന്ത്രിയോട് പറഞ്ഞു, ആ കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. കല്ലുരുട്ടി മാറ്റിയപ്പോൾ അതിനകത്തൊരു പൊതി ഇരിക്കുന്നു. രാജാവ് എല്ലാവരും കാണിച്ചു. എന്തോ സ്വർണ്ണ നാണയങ്ങൾ വെച്ചിരിക്കുകയാണ്. ആരെങ്കിലും അത് ഉരുട്ടിക്കളയുന്നതിനെടുക്കാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംസ്കാരം ഇന്ന് കേരളത്തിലുണ്ട്. ഈ വലിയ സാംസ്കാരിക കേരളം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇതാണ്. വേല ചെയ്താൽ ജീവിക്കണം, മറ്റുള്ളവരെ മെനക്കെടുത്തി മറ്റുള്ളവർ കാപ്പ് വെച്ച് ജീവിക്കുന്ന ഒരു വലിയ സംസ്കാരം നമ്മുടെ കേരളത്തിലുണ്ട്. ഇതൊക്കെ മാറും കേട്ടോ, ഇതെല്ലാം മാറും. ആ മാറുന്ന ഉപദേശം നമ്മളീ പറയുന്നത്. അതെപ്പോഴാണ്? ഒറ്റക്കണ്ണൻ ആദ്യം പറഞ്ഞു. ആദ്യം ആര് വരും? ആദ്യം ഒറ്റക്കണ്ണൻ വരും. അവൻ ഒറ്റക്കണ്ണന് 7 തലയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് 13-ാം അധ്യായത്തിൽ ഈ വരാൻ പോകുന്ന എതിർ ക്രിസ്തുവിന് 7 തലയും 10. 7 തലയെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അമ്പമ്പള രാവണ എന്ന് പറയത്തില്ലേ? രാവണൻ്റെ തല പോലെ 7 മടങ്ങ് ബുദ്ധി അവനുള്ളത്. ആ ബുദ്ധി ബുദ്ധി കൊണ്ടാണ് അവൻ യഹൂദനെയും അറബിയെയും ഇസ്ലാമിനെയും എല്ലാം ഒറ്റ ചരടി കൊണ്ടുവരും. അതാണ് അവൻ്റെ ബുദ്ധി. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം നൽകാം, അതാണ് 7 തല. വായിച്ചേ. അപ്പോൾ ഞാൻ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. അപ്പം അവന് 7 തലയാണ്. അതായത് ലോകത്തിലെ ജ്ഞാനം മുഴുവൻ ഒരു മനുഷ്യനിലേക്ക് കൊണ്ടുവരും. എന്നാൽ അത് കഴിഞ്ഞ് വരുന്ന രാജാവാണ് 7 കണ്ണുള്ളവൻ. വായിച്ചേ 5:6, വെളിപ്പാട് 5:6. അറക്കപ്പെട്ട കുഞ്ഞാടിന് 7 കണ്ണും 7 കൊമ്പും. അതിന് ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണും കണ്ടു. അതാരാ? യേശു ക്രിസ്തു. അപ്പം ഇതിൽ അലങ്കാര ഭാഷ എന്ന് പറഞ്ഞാൽ അവരുടെ ആ അനുഭവത്തിൻ്റെ വ്യാഖ്യാനമല്ല 7 കണ്ണുണ്ടെന്നുള്ള അർത്ഥം. രാവണന് 10 തലയെന്ന് പറഞ്ഞാൽ അങ്ങനെ 10 തലയുണ്ടെന്നല്ല അർത്ഥം. 10 തലയുടെ ബുദ്ധി അവനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 7 തലയും 10 കൊമ്പും, അതാണ് ഇനി വരാൻ പോകുന്ന എതിർ ക്രിസ്തുവിൻ്റെ രാജ്യം. അതിനെയാണ് ഇവർ വിശേഷിപ്പിക്കുന്നത് ഒറ്റക്കണ്ണെന്ന് പറയുന്നത്. അവൻ്റെ നെറ്റിയിൽ വലിയ കണ്ണുണ്ടാകും. ഒരു കണ്ണല്ല,
അവൻ ഭയങ്കര ജ്ഞാനിയാണ്. ആ ജ്ഞാനം കൊണ്ട് മനുഷ്യനെ വശീകരിച്ച് ലോകം മുഴുവൻ അവൻ്റെ നിന്നിട്ട് വരും. എന്തിനാ? അത് ദൈവം കൊണ്ട് അനുവദിക്കുന്നതാണ്. നമ്മൾ സാധാരണ പറയുന്ന പോലെ അവനെ കൊണ്ട് ഈ പറഞ്ഞ മതങ്ങളെല്ലാം ഇല്ലാതാക്കും. ഇന്നത്തെ രാഷ്ട്രീയ വ്യവസ്ഥകളെല്ലാം ഇല്ലാതാക്കി ഏകത്വത്തിലേക്ക് കൊണ്ടുവരും. ഓട്ടോക്രാസിലേക്ക്, ജനാധിപത്യം മാറി ഓട്ടോക്രാസിലേക്ക് വരും. തന്നെ ആരാധിച്ചോണം. അവൻ്റെ ആരാധന അവസാനം നമ്മൾ കേട്ടിട്ടുള്ളൂ. എതിർ ക്രിസ്തുവിൻ്റെ അവസാനത്തിൽ ക്രിസ്തു ലോകത്തിലേക്ക് വരും. ആ ക്രിസ്തുവിന് 7 കണ്ണ്. മീൻസ് അവൻ സർവജ്ഞാനിയാണ്. ദൈവിക ജ്ഞാനമാണ് കണ്ണിനെയും, ലോകജ്ഞാനം തലയെ കാണിക്കുകയാണ്. ചില പിള്ളേർ അധിക പ്രസംഗം പറയത്തില്ലേ, ആരോ എൻ്റെ വലിയ പറയണം അവൻ്റെ തല കണ്ടോയെന്ന് പറയും. അവൻ കൊച്ചു പയ്യനാണേലും അവന് ബാബുച്ചാനേക്കാൾ ചിലപ്പം ഡയലോഗ് അടിക്കും. അവൻ്റെ അപ്പൻ പിൻഡോയേക്കാൾ അതും കഴിഞ്ഞ് ബാബുച്ചാനേക്കാൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ വലിയമെന്ന് പറഞ്ഞു, അവൻ്റെ തല കണ്ടില്ലെന്ന്. ഇല്ലടാ. അപ്പോൾ അതാണ് ആ തലയെന്ന് പറഞ്ഞാൽ കൊച്ചു പയ്യനാണെങ്കിലും വലിയ ബുദ്ധി. അപ്പോൾ അതാണ് യേശുക്രിസ്തുവിൻ്റെ തല. മനസ്സിലായോ? ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അവൻ വന്ന് യേശുക്രിസ്തു വരുമ്പോൾ 7 കണ്ണ്. ആ 7 കണ്ണാണ് 7 ദീപങ്ങൾ. ആ 7 ദീപങ്ങളാണ് 7 സ്പിരിറ്റ് ആത്മാക്കളായ 7 ദീപങ്ങൾ. മനസ്സിലാകുന്നു? അതിനെപ്പറ്റി പല സ്ഥലങ്ങളുണ്ട്. സക്കറിയ പ്രവൃത്തി വായിച്ച് 4-ാം അധ്യായം നമുക്കൊന്നുകൂടെ നോക്കാം. ഈ വിഷയങ്ങളെല്ലാം തന്നെ യൂട്യൂബിൽ സുരുബാബൻ്റെ ആലയം എന്നും പറഞ്ഞ് ഫോൾഡർ കിടപ്പുണ്ട്. വിശാലമായിട്ട് പഠിക്കാം. പഠിക്കേണ്ടവർക്ക് പഠിക്കാം. ഇതിപ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് പോവാം. വായിച്ച് 4-ാം അധ്യായം 4:10. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? സർവ്വഭൂമിയിൽ ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബ്ബാബേലിന്റെ സക്കറിയ 4:10 വായിക്കുമ്പോൾ സർവ്വഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ 7 കണ്ണുകൾ. അതിൻ്റെ അർത്ഥം എന്താ? സെർച്ച് ലൈറ്റ് പോലെ, സർക്കസുകാരുടെ ലൈറ്റ് കറങ്ങുന്ന പോലെ ദൈവത്തിൻ്റെ കണ്ണ് മുഴുവനും തൻ്റെ കണ്ണിൻ കീഴ് ദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്നൊന്നുമില്ല. അതാണ് ഈ 7 കണ്ണ് സർവ്വഭൂമിയിലും ഊടാടി ചെല്ലുന്ന. ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ 16-ാം അധ്യായം നമ്മൾ വായിക്കുന്നല്ലോ. എന്താ? യഹോവയുടെ കണ്ണ് 16-ന്റെ 9-ാം വാക്യം. 2 ദിനവൃത്താന്തം 16-ന്റെ 9. യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്ര ചിത്രന്മാരായിരിക്കുന്നു. യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവരിൽ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. നോക്കണം. എന്തിനാ? ആര് തങ്ങൾ ദൈവികമായ ഒരു കാര്യത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈനും, പുള്ളി എത്തിയിസ്റ്റാന്ന് പറഞ്ഞാലും പുള്ളിയുടെ അകത്ത് ദൈവവിശ്വാസം കിടപ്പുണ്ട് കേട്ടോ. നാളെ അത് വെളിപ്പെടും. സെബാസ്റ്റ്യൻ പുന്നക്കലും തമ്മിൽ ആത്മാവിനെ കുറിച്ചിട്ട് ഒരു ഡിബേറ്റ് നടക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. അപ്പം ഹാരിസ് ഹുസൈന് സംശയമാണ് ആത്മാവിന്. പക്ഷെ താൻ യുക്തിവാദ സംഘത്തിൽ ചേർന്ന് അവിടുന്ന് പഠിച്ചത് കൊണ്ട് അങ്ങനെ ആയിരിക്കാം. പിന്നീട് തന്നെ പഠിപ്പിച്ച മതത്തിൻ്റെ മറ്റൊരു കാര്യം. അപ്പോൾ ആത്മാവിലുണ്ട്. ഇവിടെ 7 ആത്മാക്കൾ എന്താണെന്നാണ് ഇവിടെ കാണുന്നത്. ദൈവാത്മാവ്, ഒന്ന് ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ഈ 7 ആത്മാവിനെയാണ് 7 ദീപങ്ങൾ, 7 കണ്ണ് എന്നൊക്കെ പറയുന്നത്. അത് ഒരു മനുഷ്യനിൽ 7 കൂടെ വന്നു കഴിഞ്ഞാൽ അവൻ ദൈവത്തെപ്പോലെ, ദൈവത്തിന് തുല്യത, ദൈവത്തെപ്പോലെ ആകുന്നൊരവസ്ഥ വരും. ഇതാണ് ഇനി വരാൻ പോകുന്ന 1000 വർഷ ഭരണത്തിൽ നടക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഈ കണ്ണ് ദൈവം മനുഷ്യൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. അതാ ജ്ഞാനം. അപ്പോൾ കണ്ണെന്ന് പറഞ്ഞതാ ജ്ഞാനം. സഭാപ്രസംഗി 2:14 തോന്നില്ലയോ? ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്. വായിച്ച് 2:14. സഭാപ്രസംഗി 2:14. ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്. അപ്പോൾ ഈ കണ്ണുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ കണ്ണില്ലാത്തവന്മാരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. മറ്റുള്ളവനെ ഇടിക്കാനും ഉതയ്ക്കാനും അവൻ്റെ കൈയിട്ട് വരാനും തകർക്കാനൊക്കെ പോകുന്ന ഈ പൈശാചിക ശക്തിയിലുള്ള കണ്ണാണ്. ഡിസ്ട്രക്റ്റീവ്. വായിക്കാം 2:14. ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്. അപ്പോൾ ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്. ഈ ജ്ഞാനം 2 വിധമുണ്ട്. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഒന്ന് ഉയരത്തിലെ ജ്ഞാനം, പിന്നൊന്ന് ലോകത്തിലെ ജ്ഞാനം, ഭൗമിക ജ്ഞാനം. ഭൗമിക ജ്ഞാനം പ്രാകൃതവും പൈശാചികവും. ഉയരത്തിലെ ജ്ഞാനം സമാധാനവും ദീർഘക്ഷമയ സന്തോഷവും മനുഷ്യനെ ഐക്യപ്പെടുത്തുന്നതാണ്. അതാണ് ക്രിസ്തുവിൻ്റെ. അപ്പോൾ ക്രിസ്തു ലോകത്തിൽ വന്ന് മനുഷ്യനെ ഐക്യത ഉണ്ടാക്കി, സ്നേഹത്തിൻ്റെ വിത്ത് പതറി. പക്ഷേ അതിനെതിരായി പിശാച് എന്ത് ചെയ്യുന്നു? മറ്റു ചിലരെയൊക്കെ എഴുന്നേൽപ്പിച്ചിട്ട് ക്രിസ്തുവിൻ്റെ സത്യങ്ങൾക്ക് വിരോധമായിട്ട് ഈ പറഞ്ഞ ആൻറ്റി സ്പിരിറ്റുകൾ ഉണ്ടാക്കുകയാണ്. ഇത് നമ്മളുടെ കൊളീഷൻ നടക്കാൻ പോവുകയാണ്. അതിനാണ് ഇപ്പോൾ ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവും എതിർ ക്രിസ്തു, നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ സംസാരിച്ചല്ലേ, ആ യുദ്ധം വരാൻ പോകുന്ന. അതിനുശേഷം വീണ്ടും ഈ ലോകം ഈ 7 സ്പിരിറ്റിൻ്റെ വാഴ്ച ഉണ്ടാകും. അതാണ് പരിശുദ്ധാത്മാവിനാൽ നമുക്കിത് ദൈവം തന്നിരിക്കുകയാണ്. അതാണ് നിലവിളക്കിനെ കാണിക്കുന്നത്. ഈ നിലവിളക്കിൻ്റെ 7 ശാഖകൾ എന്ന് പറയുന്നത് 7 വിളക്കാണ്. സക്കറിയ പ്രവൃത്തി വായിച്ച് 1-ാം വാക്യം മുതൽ വായിക്കും. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന്. സക്കറിയ 4-ാം അധ്യായം എന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭ അല്ലെങ്കിൽ
പുതിയ നിയമസഭ TPK എന്നുള്ളതല്ല, ഈ ജ്ഞാനം പ്രാപിച്ച മനുഷ്യരായിരിക്കും ഇനി വരാൻ പോകുന്ന 1000 വർഷ ഭരണത്തിൽ. വേണമെങ്കിൽ ചാൻസ് നോക്കിക്കോണം കേട്ടോ, വേണമെങ്കിൽ ചാൻസ് എടുത്തോണം. ഇപ്പോഴും ആ പഴയ ചൊറിച്ചിലൊക്കെ കളഞ്ഞിട്ട്, ജാതിയും മതവും ഭാഷയെല്ലാം വലിച്ചു ദൂരെ കളഞ്ഞിട്ട് ക്രിസ്തുവിൽ വളരാൻ നോക്കിക്കോണം. പെന്തിക്കോസ് വളർന്നുകൊണ്ട് പട്ടിയുടെ കുഴൽ ഇതിനകത്തിട്ടുകൊണ്ടൊന്നും നേരെയാകത്തില്ല. ഞാൻ തുറന്നങ്ങ് പറയുക, പലരും എനിക്കറിയാം, പലയിടത്തും അറിയാം. വേലക്കാരൻ വിശ്വാസം ഇന്നും ആ തനിഗുണം മാറാതിരിക്കുക. അവരിതിൽ വളരത്തില്ല. അവരിവിടെ വരുമ്പം വേഷം കാണിച്ചിട്ട് അങ്ങോട്ട് പോയി തന്നെ കാണുമ്പോൾ പഴയ ജാതിയും മതവും ഭാഷയും രാഷ്ട്രീയം എല്ലാം പറഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞു പോവുക. ഇവിടെ നിനക്ക് തന്നെയല്ല ദോഷം. ഒരവസരം കൊടുത്തിട്ട് പോലും അത് ചാൻസ് നഷ്ടപ്പെടുത്തുന്ന പെന്തിക്കോസുകാരെ പറ്റി എന്തോ പറയാനാണ്? ഇത് അവസാന ദൂതൊക്കെ ആയതുകൊണ്ടാണ് ഇത് തുറന്നങ്ങ് പറയുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വായിക്കാം. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി, നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ, മുഴുവനും പൊന്നുകൊണ്ടുള്ള വിളക്ക് തണ്ട്. അതാണ് പൂർണ്ണപ്പെട്ട ഒരു മനുഷ്യനെ കാണിക്കുകയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സഭ എന്നൊരു വിശ്വാസിയാണ്. ഒറ്റ വിശ്വാസിയായിട്ട് എടുത്താൽ മതി. നിങ്ങൾ ഈ സഭ എന്ന് പറഞ്ഞ് പോകണ്ട. നീ പെന്തിക്കോസ് മിഷൻ, TPM, IPC, നീയാണ് ഈ സഭ, നീയാണ് ക്രിസ്തുവിൻ്റെ മന്ദിരം. അങ്ങനെ പഠിക്കേ, അപ്പോഴേ നീ നന്നാകത്തുള്ളൂ. ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ പെന്തിക്കോസ്, ഞങ്ങളുടെ അപ്പച്ചൻ, ഞങ്ങളുടെ അമ്മച്ചി, ആ കാലമൊക്കെ രണ്ടാമത്തെ പീരീഡോട് കഴിഞ്ഞു. ഇനി നീ തന്നെ ജീവിക്കാൻ നോക്കേ, നീ തന്നെ മണവാട്ടിയാകാൻ നോക്കേ, നീ തന്നെ പ്രീസ്റ്റാകാൻ നോക്കേ. അതാണ് ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരായി തീരുന്ന ഘട്ടമൊന്നും. അതിലേക്ക് വാ, അപ്പോഴാണ് നീ യഥാർത്ഥ മനുഷ്യനായിത്തീരുന്നത്, ദൈവിക മനുഷ്യൻ. ഇന്ന് ലോകം എന്താ പറയുന്നത്? പരിണാമ സിദ്ധാന്തങ്ങളും ഈ പറയുന്ന റെവല്യൂഷൻ എല്ലാവരും പറയുന്നത് എന്താ? ഇനി അടുത്ത മനുഷ്യൻ്റെ കൺവേർഷൻ എന്ന് പറയുന്നത് ദേവമനുഷ്യൻ. എലോൺ മസ്ക് കൂടെ പറയുന്നതാണ്, ഇനി ദൈവമനുഷ്യരെ ഉണ്ടാക്കുകയാണ് ഞങ്ങൾ. കാരണം എക്സ്ട്രാ ഓർഡിനറി മനുഷ്യരെ അവർ ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ ഇടയ്ക്ക് ഉള്ളവരായിരിക്കും. ഇപ്പോൾ തന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞൊരു സിനിമ വന്നില്ലേ? എമ്പുരാൻ അത് എതിർ ക്രിസ്തുവിനെ ബാലൻസ് ചെയ്യുന്നവനാണ്, സാത്താനെ ബാലൻസ് ചെയ്യുന്നതാണ് എമ്പുരാൻ. അപ്പോൾ അവർ പറഞ്ഞത് യേശു ക്രിസ്തുവിൽ കൂടി രക്ഷ കിട്ടിയില്ലെങ്കിൽ നിനക്ക് എമ്പുരാനാണ് നല്ലതെന്ന് പറയുന്നത്. അതാ സംഭവിക്കാൻ പോകുന്നത്. ആ സിനിമയിൽ പറഞ്ഞ ഒരു കാര്യം സത്യം, ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ ആ ഡയലോഗ് വായിച്ചതാണ്. യേശു ക്രിസ്തു മൂലം നിനക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ പിന്നെ നിൻ്റെ രക്ഷകൻ എമ്പുരാനാണ്. ഇതിനകത്തൊരു വലിയ സത്യമുണ്ട്. ആ എമ്പുരാൻ വെളിപ്പെടാൻ പോവുകയാണ്. എമ്പുരാന് ശേഷം ആര് വരും? ഈ പെരമ്പൂരിലെ പുള്ളിയുടെ ആൻ്റണി പെരുമ്പോർ. അപ്പോൾ അവർ അടുത്ത സിനിമയ്ക്ക് പ്ലാൻ ഇട്ടിക്ക് തമ്പുരാൻ എന്നാണ്. എമ്പുരാൻ കഴിഞ്ഞ് ഇനി തമ്പുരാൻ സിനിമ എടുക്കാൻ പ്ലാൻ ഇടുക. ആ തമ്പുരാൻ ആരാ? യേശു ക്രിസ്തു. അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നടക്കുമെന്ന് അറിയത്തില്ല. എമ്പുരാനെ എല്ലാവരും സ്നേഹിക്കും, എല്ലാ പാർട്ടിക്കാരും എല്ലാ ജാതിക്കാരും എമ്പുരാനെ ഇഷ്ടപ്പെടും. പക്ഷേ തമ്പുരാൻ എന്ന് പറഞ്ഞിറക്കിയാൽ ചിലപ്പോൾ അവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആൻ്റണി പെരുമ്പാവൂർ സൂക്ഷിച്ച് വേണം സിനിമ ഇറക്കാൻ. കാരണം അത് സിനിമയല്ല, ഒറിജിനൽ വന്നോളും. അപ്പോൾ എമ്പുരാന് ശേഷം തമ്പുരാൻ വരാൻ പോവാണ്. തമ്പുരാൻ വന്നെങ്കിൽ ഇത് ശരിയാകത്തുള്ളൂ. മുസ്ലിങ്ങൾ പറഞ്ഞില്ല പടച്ച തമ്പുരാൻ. ശരിയായ അറിവുള്ള മുസ്ലിങ്ങൾ എപ്പോഴും അതേ പറയത്തില്ല, പടച്ച തമ്പുരാൻ, പടച്ചവൻ, അവൻ തമ്പുരാനാണ്. അപ്പോൾ എമ്പുരാന് ശേഷം തമ്പുരാൻ വരാൻ പോവുകയാണ്. എമ്പുരാൻ 7 വർഷം. അപ്പോൾ ആ പറഞ്ഞ സിനിമയിലൊരു ഡയലോഗുണ്ട്, എന്താ? യേശു ക്രിസ്തു, അതായത് യഥാർത്ഥ രക്ഷകനെ കൂടെ നിനക്ക് സഹായം കിട്ടിയില്ലെങ്കിൽ പിന്നെ നിനക്ക് പറ്റിയ സഹായം എമ്പുരാനിൽ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എമ്പുരാൻ ആദ്യം വരും. ആ സിനിമ ഇറങ്ങിയെങ്കിൽ ഇനി വരാൻ പോവുകയാണ്. അതിനുശേഷം തമ്പുരാൻ വരും. എമ്പുരാനും തമ്പുരാനും കൂടെ മിഗിതോ താഴ്വരെയുള്ള യുദ്ധം നമ്മൾ കണ്ടില്ലേ? അവസാനം എമ്പുരാനെ തമ്പുരാൻ തൻ്റെ വായൻ ശാസ്ത്രത്താൽ നീക്കിക്കളയുകയും ലോകം തമ്പുരാൻ്റെ കസ്റ്റഡിയിൽ വരും. ലോകരാജ്യത്തും കർത്താവിനും അവൻ്റെ കുഞ്ഞാണ്. ഇതൊക്കെ ഇത്രയും നമ്മുടെ കൺമുമ്പിൽ കിട്ടിയിട്ടും എനിക്കും നിനക്കൊക്കെ കണ്ണു തുറക്കാൻ വയ്യായെങ്കിൽ നിത്യനരകം തന്നെ, ശിക്ഷാവധിക്ക് യോഗ്യരായിത്തീരും. അതുകൊണ്ട് ഒരുക്കിക്കൊള്ളുക. അപ്പോൾ ഞാൻ എന്ത് കാണുന്നു? മുഴുവനും പൊന്നുകൊണ്ടുള്ള വിളക്ക്. അതിൻ്റെ അർത്ഥം പിള്ളേർ പറയാം, പണിക്കുറ്റം തീർത്താന്ന് എൻ്റെ അർത്ഥം. പണിക്കുറ്റം തീർത്ത് റെഡിയാക്കി. കാരണം വിശ്വാസത്തിൽ തുടങ്ങി വിശ്വാസത്തിൽ അവസാനിപ്പിച്ചു. വിശ്വാസ നായകനും അവിടെ വിശ്വാസം പൊന്ന്, വിശ്വാസത്തിൻ്റെ പണി തീർത്ത ഒരു വിശ്വാസിക്ക് നിഴലാണ് ഈ വിളക്കെന്ന് പറയുന്നത്. അല്ല ഒരു വേലക്കാരൻ നിഴല്, ഒറ്റ വിശ്വാസിക്കും വേലക്കാരൻ നിഴലാണ്. ഇനി ആ മുഴുവനും പൊന്നെന്ന് പറഞ്ഞാൽ മുഴുവനും വിശ്വാസത്തിൻ്റെ പണി തീർത്ത വിളക്ക്. അടുത്തത് സക്കറിയ. അതിൻ്റെ തലയ്ക്ക് ഒരു കുടവും. കുടം. ഈ വിളക്കിന് സമാകൂടാരത്തിലും ശലോമോൻ്റെ ആലയത്തിലും ഈ വിളക്കിന് കുടവില്ലായിരുന്നു. ഇവിടെ കുടമുണ്ട്. എന്തിനാ? ഒഴിച്ചു കൊടുക്കാൻ. ആ കുടം എന്താ? നമ്മുടെ മനസ്സ്. അതാണ് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കാൻ എന്ത് വേണം? എണ്ണ വേണം. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെങ്കിൽ എണ്ണ വേണം. എണ്ണ എവിടുന്ന് കിട്ടും?
സൂപ്പർ മാർക്കറ്റിൽ ലുലു മാളിൽ കിട്ടത്തില്ല. അതിനാണ് അവിടെ 2 ഒലിവുമരങ്ങളുണ്ട്. വായിക്കാം. അതിന്മേൽ 7 വിളക്കും അതിന്റെ തലയ്ക്കുള്ള 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിന്റെ വലതുഭാഗത്ത് ഒന്നും. അപ്പം ഇതിന് 7 വിളക്കുണ്ട്. ശ്രദ്ധിച്ചോണം, 7 വിളക്കെന്ന് പറഞ്ഞാൽ 7 സ്പിരിറ്റ്, 7 ദീപങ്ങൾ. 105 വാക്യം പറയുന്നു, 119 105 പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും. അപ്പോൾ വചനമാണ് ഒന്ന്. അത് പിന്നെ പറയാം. അടുത്ത വായന. 7 വിളക്കും 7 കുഴലും അതിനരികെ കുടത്തിന്റെ. അപ്പോൾ 7 കുടല്, ആ കുടത്തിൽ നിന്ന് 7 കുടൽ എന്ന് പറഞ്ഞൊരു ചാനലിനുള്ള വളർത്തുള്ളൂ. നമ്മുടെ വിളക്കുകളെ പ്രകാശിപ്പിക്കുകയാണ്. 7 വിളക്കുകൾ പ്രകാശിപ്പിക്കാൻ ഈ കുടത്തിൽ വന്ന് ഈ എണ്ണ വീഴണം. ഞാൻ പറഞ്ഞല്ലോ, സമാകൂടാരത്തിലും ശലോമോൻ്റെ ആലയത്തിലും പുരോഹിതന്മാരാണ് എണ്ണ പകരുന്നത്. അതിൻ്റെ കാലം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് വേലക്കാരുടെ നിലവരെ കുറഞ്ഞുകൊണ്ട് പോകാം. ഒറിജിനൽ വേലക്കാർ പ്രകാശിച്ച് വരുന്നു, അല്ലാത്ത വേലക്കാർ താഴോട്ട് വരുന്നു. ശ്രദ്ധിക്കുന്നില്ല, നമ്മുടെ സഭയിൽ തന്നെ കാണുന്നില്ലേ? കുറേ വേലക്കാർ ഡൗണായി പോകുന്നു, നിരാശരായി പോകുന്നു. കാരണം അവർ മിനിസ്ട്രി പോയി. അവർ ദൈവത്തിൽ ആശ്രയിക്കാതെ സംഘടനയും സമുദായത്തെയും വിശുദ്ധന്മാരെ ആശ്രയിച്ച് പോയവരൊക്കെ താഴോട്ട് പോവുകയാണ്. എന്നാൽ ആശ്രയം യേശുവിൽ വെച്ചുകൊണ്ട് യേശുവിൽ വളർന്നവർ അവർ മുന്നോട്ട് പ്രകാശിച്ചുകൊണ്ട് പോകുക. ഉള്ളവൻ ഉള്ളവനെ പോലെ വരുന്നു, ഇല്ലാത്തവനെ താഴോട്ട് പോകുന്നു. അപ്പോൾ ആ 7 വിളക്കുകൾ പ്രകാശിക്കാൻ സമാഗമകൂടാരത്തിലും ശലോമോൻ്റെ ആലയത്തിലും പുരോഹിതന്മാർ ഇടിച്ചെടുത്ത ഒലിവെണ്ണ ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ആ കാലം കഴിഞ്ഞു. ഇനിയുള്ള കാലത്തിൽ വായിക്കാം. 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിന്റെ വലതുഭാഗത്തുള്ള ഒന്നും ഇടതുഭാഗത്ത് ഒന്നും, ഇങ്ങനെ 2 ഒലിവ് മരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഓരോ ഒലിവുമരങ്ങളാണ്. ആരാണ് ഈ ഒലിവുമരം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ പണ്ട് ഈ ഒലിവുമരങ്ങളെല്ലാം ഒന്നിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ പുസ്തകത്തിലുണ്ടായിരുന്നു. എന്നാൽ അങ്ങനല്ല. ഇത് ക്രിസ്തുവും പരിശുദ്ധാത്മാവും. സഭയുടെ നിൽക്കുന്നവരാ 2 ദൂതന്മാർ. ഒന്ന് ക്രിസ്തുവും പരിശുദ്ധാത്മാവും, 2 അഭിഷിക്തന്മാർ. എന്നാൽ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ കാണുന്ന അവർ ഒരു നിലവിളക്കല്ലോ അവിടെ പറയുന്നത്. ഏതാ 11-ന്റെ വായിച്ചേ? വെളിപ്പാട് പുസ്തകം 11-4 വായിച്ചേ. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ. അത് ഉപദ്രവകാലത്തിൽ, മഹോദ്രവകാലത്തിൽ ഇസ്രായേലിന് വേണ്ടി പ്രസംഗിക്കാൻ വരുന്ന 2 അഭിഷിക്തരായ പ്രവാചകന്മാർ. ആനോക്ക് എലിയാവോ അല്ല മറ്റൊരു പറഞ്ഞ് മോശ എലിയാവോ, അതന്നേരം കാണാം. തർക്കമുള്ളവരില്ല, അന്നും കണ്ടാവും. ഞങ്ങൾക്ക് തർക്കമില്ല. ഞാൻ വിശ്വസിക്കുന്ന ആനോക്ക് എലിയാവോ, അല്ലെങ്കിൽ 2 അഭിഷിക്തന്മാർ ആരും ആയിക്കോട്ടെ. ആ സമയത്ത് നിയമിക്കപ്പെട്ട 2 പ്രവാചകന്മാർ. അതിനെന്ത് പേര് വേണമെങ്കിലും ഇട്ടു. അത് നമ്മുടെ വിഷയങ്ങളല്ലാത്തതുകൊണ്ട് നമുക്ക് അധികം കൂടുതൽ തർക്കിക്കാൻ പോകില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ 2 വിളക്കാണ് പറയുന്നത്. വായിച്ചേ. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കും. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഒരു നിലവിളക്കെന്ന് പറഞ്ഞാൽ സഭയാണ്. മറ്റു 2 വിളക്കെന്ന് പറഞ്ഞാൽ ആ ഉപദ്രവകാലത്തിൽ ജനങ്ങൾക്ക് പ്രകാശം കൊടുക്കുന്ന ഒരു അഭിഷിക്തൻ എന്ന് അതിൻ്റെ അർത്ഥമുള്ളൂ. അതിനുള്ള എണ്ണയും വെളിച്ചവും എണ്ണയും കൊടുക്കുന്ന, അല്ലെങ്കിൽ കൃപയും സുവിശേഷത്തിൻ്റെ വെളിച്ചവും കൊടുക്കുന്ന 2 പ്രവാചകന്മാരും നടത്തുള്ളൂ. അത് ഇതുമായിട്ട് ബന്ധമില്ല. ഇത് സഭയും അത് അന്നത്തെ വിശുദ്ധന്മാരും. അതാ ഇവിടെ വായിക്കുക. സക്കറിയ 4-ൽ 2 ഒലിവൃക്ഷങ്ങൾ. ഞാൻ കാണുന്ന എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ, യജമാനെ ഇത് എന്താകുന്നു എന്ന് ചോദിച്ചു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട്, ഇത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ? അവർക്കറിയത്തില്ല. ഇത് പഴയ നിയമ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട കാര്യമല്ല. സക്കറിയാവാണ് അവിടെ അവസാനത്തെ പ്രവാചകൻ. അപ്പോൾ സക്കറിയാവിന് മുമ്പ് എത്രയോ പ്രവാചകന്മാരുണ്ട് യെശയ്യാ. ഇവർക്കാർക്കും വെളിപ്പെടാത്തൊരു കാര്യമായതുകൊണ്ടാണ് സക്കറിയാവും പറഞ്ഞ്, എനിക്കറിയത്തില്ല ഇതെന്തോ കാണുന്നേ ഇല്ലേ, എന്തോ കാണുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്തു? ദൈവം പറയുകയാണ്, വായിക്കാം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിധം. വായിക്കാം. സൈന്യത്താലല്ല, ഇത് സൈന്യത്താലും ശക്തിയാലുമല്ല. കാരണം ശലോമോന്റെ ആലയമൊക്കെ പണിത് സൈന്യവും ശക്തിയും കൊണ്ടാണ്. നിങ്ങൾ CPM സഭകളെ വളർത്തിക്കൊണ്ടുവന്ന സൈന്യവും ശക്തി ഉപയോഗിച്ചാണ്. നമ്മൾ കെട്ടിടം പടയുന്നു, പിന്നെ ബുദ്ധി ഉപയോഗിക്കുന്നു, പണം ഉപയോഗിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഭൗമിക സഭകളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി. എന്നാൽ ഇതിനകത്ത് ആത്മാവ് വളർത്തുന്നൊരു സഭയുണ്ട് കേട്ടോ. ഇവിടെ ഈ പേര് ജനിച്ചിങ്ങനെ പീരിയോഡിക്കലായിട്ടിങ്ങനെ ജനിച്ച് പിള്ളേരെ മാമോദിസപ്പെടുത്തി സ്നാനപ്പെടുത്തിയൊക്കെ പോകുന്ന, അല്ല കല്യാണം നടത്തി പോകുന്ന ഒരു പാരമ്പര്യ സഭയല്ല ക്രിസ്തുവിൻ്റെ. ഇതിനകത്ത് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. അതുകൊണ്ടാണ് ഇത് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു കൂട്ടം ജനം. അത് ഇതിനകത്തല്ല, എല്ലായിടത്തും ഉണ്ട്. നിങ്ങളറിയാത്ത വേറെ ആളുകളും അവിടെ. നിങ്ങൾ മാത്രമെന്ന് പറയരുത്. എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അങ്ങനെ ഒരു കൂട്ടരും കാത്തിരിപ്പുണ്ട്, ആകാംക്ഷയോടെ കാത്തിരിപ്പുണ്ട്. നിങ്ങളിൽ പലരെക്കാളും ആകാംക്ഷയോടെ ഇരിക്കുന്ന പലരും ഉണ്ട്. നമ്മുടെ അവസ്ഥ നമുക്കറിയത്തില്ലേ, പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെയും കുറേ പേരുണ്ട്. അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടി യേശു വരും. അപ്പോൾ അവരാണ് ഈ പറഞ്ഞ സൈന്യത്താലുമല്ല
ശക്തിയാണ്. ഇനി 1-2 വാക്കെടുത്തോട്ട് വായിച്ചേ. അതിൻ്റെ 7. സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആർ, നീ അപ്പോൾ അവിടെ തന്നെ സമഭൂമിയായി മറ്റൊരു കാര്യം പറയുന്നു, സെരുബാബിൻ്റെ മുമ്പുള്ള മഹാപർവ്വതമേ. അതെന്താ വാക്യം? ഈ പ്രവൃത്തി നടത്താതിരിക്കാൻ, അതായത് ഈ തേജസ്സിൻ്റെ ആലയം പണിയപ്പെടാതിരിക്കാൻ ഒരു തടസ്സമുണ്ട്. അതെന്താ? പർവ്വതം, മേരു. എന്താ ആ മേരു? സ്വയം. ഇന്ന് പല വിശ്വാസികളിലും വേലക്കാരിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അപ്പോസ്തല കൂട്ടായാലും വന്നാൽ ഞാനെന്നുള്ള അഹംഭാവം, അതാണ് ഇന്ന് തടസ്സമായിരിക്കുന്നത്. നിന്നെ അടുത്ത സ്റ്റേജിലേക്ക്, ശിശുക്കളെ പോലെ താഴെ നിനക്ക് വഴിയിലോ. ഞാൻ പാസ്റ്ററാണ്, ഞാൻ മഥറാണ്. എത്ര വർഷമായി? 38. 38കാരൻ ഇപ്പോഴും കുളക്കര കിടക്കുക, എഴുന്നേക്കാൻ വയ്യ, അത് പറയത്തില്ല. ഇത് പറഞ്ഞ് അഹങ്കരിക്കുന്ന വേലക്കാർക്കും വിശ്വാസികളുടെ മറുപടിയാണ്, നീ ആ പർവ്വതത്തെ ഉടക്കിയ നിന്റെ സ്വയം നിഗളം അഹംഭാവം, അഹന്ത ഉടച്ചല്ലാതെ നിനക്ക് മുമ്പോട്ട് പോകാനൊക്കത്തില്ല. നിനക്ക് തന്നെ തടസ്സമായി. ഇത് വേറെ ആർക്കും തടസ്സമില്ല, നിനക്ക് തന്നെ തടസ്സമായി. നിൻ്റെ അഹന്തയാണ് ഞാനെന്നുള്ള ഭാവം. എന്നോട് അങ്ങനെ പറയാമോ? ഞാൻ ആരാന്നറിയാവോ? അതാണ് ഈഗോ. അത് ഉടച്ചു കളയണം. അത് ഉടയ്ക്കണം. എന്ത് ചെയ്യണം? ഞാനല്ല, ക്രിസ്തു അത്ര കൃപയാണ് ഞാനാകുന്നത്. അതുകൊണ്ടാണ് ഒരു അടി പറയുന്നത്, കൃപ എന്ന ആർപ്പോടെ വായിക്കാം. സെരുബാബിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആർ, നീ സമഭൂമിയായി തീരും, അതിന് കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. അത് കൃപ എന്ന ആർപ്പോട് കൂടി അതിനെ ആണിക്കല്ല് കൊണ്ടുവരും. ആണിക്കല്ല് എന്ന് പറഞ്ഞാൽ തലക്കല്ല്. തമിഴ് വായിക്കുമ്പോൾ ഹെഡ് സ്റ്റോൺ, തലക്കല്ലെന്നാണ്. തലക്കല്ല്. ഇപ്പൊ തലക്കല്ലായ ക്രിസ്തുവോടെ കിടക്കുന്ന പലരുടെയും മൂലയ്ക്ക് കിടക്കുക. മൂലക്കല്ലല്ലേ? നമ്മളെ ഉയർത്താൻ വേണ്ടി യേശു മൂലയിലേക്ക് വന്നു, തകർക്കപ്പെട്ടു. പക്ഷേ ആ യേശുവിനെ അവിടെ കടത്തിക്കൊണ്ട് എന്നെപ്പോലുള്ള പാസ്റ്റർമാരുടെ, നിങ്ങളെപ്പോലെയുള്ള വിശ്വാസികളുടെയും കളികളാണ് നടക്കുന്നത് പലയിടത്തും. അവരെല്ലാം ഓർത്തോണം, ശിശുക്കളെ പോലെ താഴ്ത്തിയിട്ട് ഞാനല്ല കർത്താവേ, കൃപ എന്ന് പറഞ്ഞിട്ട് ആരെ കൊണ്ടുവരണം? ആ യേശു ക്രിസ്തുവിന് നിന്നെ തേടി വരത്തില്ല. നിന്റെ അഹങ്കാരം നിങ്ങളും കയറിയോട് അവർ പുറത്തായി. അതാണ് ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 19 വായിക്കണ്ട. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം വീണ്ടും ഞാൻ ഗർഭോധനപ്പെടുന്നു. സഭയോട് പറയാ, ക്രിസ്തു ഇല്ല, നിങ്ങൾ തന്നെ വലിയ ആളുകളായിട്ട് ജീവിക്കുകയാണ്. അത് ഉടയ്ക്കണം. വീണ്ടും നിങ്ങളെ ശിശുക്കളെ പോലായിട്ട്, കർത്താവേ ഞാനൊന്നുമില്ല, താഴ്മയോട് വിനയത്തോട് കൃപ എന്ന് പറഞ്ഞ് നമ്മുടെ സ്വയത്തെ ഉടച്ച് ഈ താഴെ കിടക്കുന്ന ക്രിസ്തുവിനെ വീണ്ടും ഇവിടെ കൊണ്ടുവരണം, നമ്മുടെ തലയ്ക്ക് കൊണ്ടുതരണം. മനസ്സ്, അതിൻ്റെ അർത്ഥം നാം ഇനി ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരിക്കണം. എന്താ ക്രിസ്തുവിൻ്റെ മനസ്സ്? കൊലോസ്യർ 3:12 വായിക്കുമ്പോൾ മനസ്സലിവ്, താഴ്മ. വായിച്ചേ, കൊലോസ്യർ 3:12 വാക്യം. എന്നിവ ധരിച്ചുകൊള്ളുവിൻ. ആകയാൽ പ്രിയമക്കളെന്ന പോലെ, അല്ലയോ? അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും. ആരാ വൃതന്മാര്? കേട്ടോ, വൃതന്മാരെന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കപ്പെട്ട വേലക്കാരെന്നെടുത്തു TPM ഭാഷയിൽ. അടുത്ത് വിശുദ്ധന്മാര് സഭ. പൗലോസ് എപ്പോഴും വിശ്വാസികളെയാണ് ഈ വിശുദ്ധന്മാർ. അത് നിങ്ങൾ മാറ്റിയിട്ട് ഇപ്പോൾ വേലക്കാർ മൊത്തമായിട്ട് വിശുദ്ധന്മാരെന്ന് വിളിക്കുക. വേലക്കാർക്ക് വിശുദ്ധന്മാരെന്നുള്ള വാക്കല്ല, വൃതന്മാരെന്നാണ്. അവർ വൃതസ്ഥർ. വിശ്വാസികളെയാണ് ഈ വിശുദ്ധരെന്ന് പൗലോസ് സംബോധന ചെയ്തിരിക്കുന്നത്. അപ്പം സഭയിൽ ആരുണ്ട്? വൃതസ്ഥരുണ്ട്, വിശ്വാസികൾ വിശുദ്ധന്മാരുണ്ട്. അടുത്ത് പ്രിയരാരാ? നമ്മളെപ്പോലെ ചെറിയാങ്കുഞ്ഞിനെ പോലുള്ള പേര് തന്നെ ചെറിയാങ്കുഞ്ഞെന്നല്ലേ. ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എത്രയോ വലിയ മനുഷ്യന്ന് പറഞ്ഞു പ്രസംഗം. ഞാൻ പറഞ്ഞു, എത്രയല്ലേ എൻ്റെ അമ്മയുടെ പേരെന്താ? ചെറിയാങ്കുഞ്ഞ്. അത്രയേ ഉള്ളൂ. വൺ ഓഫ് ദി ലീസ്റ്റ് എമോങ് ദി ഓൾ അപ്പോസ്റ്റൽസ് എന്ന് പറഞ്ഞ പോലെ പേരറിഞ്ഞുകൊണ്ടിട്ടതാണ്. എന്നെല്ലാം പറഞ്ഞാലും പേര് പറയുമ്പോൾ തീർത്തില്ല. കോഴിക്കോട് ഒരു അന്യസംസ്ഥാനത്തു നിന്നൊരു സഹോദരി രാവിലെ പ്രൈസിങ്ങിന് വായിക്കുക. ഇപ്പോൾ പാസ്റ്റർമാരൊക്കെ പേര് വായിക്കില്ല. അപ്പോൾ പുള്ളിക്കാരത്തി നോക്കി വായിക്കുക, ചെറിയ കുഞ്ഞിനായ സ്തോത്രം. പാസ്റ്റർ 2 പ്രാവശ്യം തിരുത്തിയിട്ട് അതിന് തിരുന്നില്ല, നാക്കി വരുന്നില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ വായിച്ചോളാൻ പറഞ്ഞു. ചെറിയ കുഞ്ഞിനായ സ്തോത്രം ചെയ്യാം. അതൊരു രസമല്ലേ? അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ മൂന്നാമത്തെ പ്രിയരാണ് ശിശുക്കളെപ്പോലെ താഴ്ത്തുന്നവർ കേട്ടോ. അപ്പം മൂന്നാമത്തെ ഗ്രൂപ്പാണ് കർത്താവിൻ്റെ വരെ പോകുന്നവർ. വേലക്കാരിൽ നിന്നും വിശ്വാസികളിൽ നിന്നും ശിശുക്കളെപ്പോലെ താഴ്മയുള്ളതായ അവരെയാണ് പ്രിയരുമായവർ. വായിച്ചു. മനസ്സലിവ്. എന്താ വേണ്ടേ? മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. അതാണ് സ്നാനത്തിൽ ക്രിസ്തുവിനെ ധരിക്കുക. ക്രിസ്തുവിൻ്റെ ഫോട്ടോ ധരിക്കുകയല്ല, ഈ സ്വഭാവ ഗുണമുള്ളവരായിരിക്കണം. അതിനെന്ത് ചെയ്യണം? ഈ ഒലുമരത്തിൽ നിന്ന് പ്രാപിക്കണം. കാണുന്നിടത്തൊന്നെല്ലാം കിട്ടുകയല്ല.
ഞങ്ങളെപ്പോൾ എല്ലാ പാസ്റ്റർമാരും ഇത് കിട്ടിയിട്ടും കാര്യമില്ല, കാരണം എല്ലാവരും കറക്റ്റല്ല. ഞങ്ങളെ ശ്രദ്ധിക്കരുത്. ഈ ക്രിസ്തുവിൻ്റെ വചനത്തെ നമ്മൾ ഉൾക്കൊള്ളണം, വചനം പഠിക്കണം, വചനം ധ്യാനിക്കണം. അതാണ് ഒരുമരം. ഒന്ന് ക്രിസ്തുവിൻ്റെ ആത്മാവ്, ഒന്ന് പരിശുദ്ധാത്മാവ്. ഇത് രണ്ടുമാണ് സഭയുടെ രണ്ട് പുരോഹിതന്മാർ. ഒന്ന് മൽക്കീസദേക്ക്, ഒന്ന് മൽക്കീസദിൻ്റെ ക്രമത്തിൽ പുരോഹിതനായ. അത് ദൈവം അനുസരിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. അപ്പോൾ അവിടെ നിന്ന് ആ ഒരുമരത്തിൽ നിന്ന് രണ്ട് അഭിഷിക്തന്മാരിൽ നിന്ന് കിട്ടുന്ന എന്താ? സഭയ്ക്കുള്ള മൂലധനം എന്താ? വചനം, പിന്നെ ആത്മാവ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാവും. അപ്പോൾ ആ ആത്മാവും ജീവനും പ്രാപിച്ചുകൊണ്ട് വളരും തോറും നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. മനസ്സിലാവുന്നു? ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. അല്ല പാസ്റ്റർമാർ പോലെ നടന്നിട്ട് കാര്യം. പാസ്റ്റർമാർ പലതും ഗതികേടി പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പലയിടത്തും, എല്ലാ സഭകളിലും. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾ ക്രിസ്തുവിനോട് പറ്റിയിരിക്കുന്ന അവസ്ഥ. കാലേബും യോശുവായും ദൈവത്തോട് പറ്റിയിരുന്നു. അതുകൊണ്ട് അവർ കരാരി പ്രവേശിച്ചു. ഇതുപോലെ ചുമ്മാ സഭയുടെ മെമ്പറാന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല, അല്ല വെയ്ത്തോവിൽ വെള്ളം ധരിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. മനസ്സ് വളരണം. ക്രിസ്തുവിനുള്ള ഏകാഗ്രതയിൽ കന്യകയുടെ മനസ്സ് കൊണ്ടുവരണം. അതിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ്, ജ്ഞാനം അത് നിറയ്ക്കണം. അത് നിറച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും കയറത്തില്ല. ഈ ഒരു പാത്രത്തിൽ എന്തെങ്കിലും ഒഴിച്ചാൽ പറയും ഇത് നിറഞ്ഞു പറഞ്ഞ് ഇനി വേറൊന്നും ഒഴിക്കരുതെന്ന് പറയും. ഇത് കാലിയായിരുന്ന ആർക്കും കൊണ്ട് ഒഴിക്കാം, വിഷം ഒഴിക്കാം, എന്ത് വേണമെങ്കിലും ഒഴിക്കാം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ്, അതാണ് ഉത്തമത്തിൽ വായിക്കുമ്പോൾ മണവാട്ടിയുടെ മനസ്സ്, കാന്തയുടെ മനസ്സെങ്ങനെ ആയിരിക്കണം? പിളർന്ന മാതളപ്പഴം പോലെ ഇരിക്കണമെന്നാണ്. അത് പൊട്ടിച്ച് നോക്കിയാൽ അതിനകത്ത് അല്ലികൾ ഇങ്ങനെ ഇരുന്ന പോലെ ദൈവത്തിൻ്റെ വചനം നിറയ്ക്കണം. കൊലോസ്യലേഖനത്തിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കർത്താവിൻ്റെ വചനം കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ, അല്ലേ? ഒരു വാക്യമില്ലയോ? അവൻ്റെ വചനം കൊണ്ട് ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അപ്പോൾ ഈ വചനമൊക്കെ കൈക്കൊള്ളാതെ ഇങ്ങനെ ഡാംഡു അടിച്ച് നടന്നവരൊക്കെ അവസാനം പതറിപ്പോകും. വചനമുള്ളവൻ നിൽക്കും. അതാണ് ഒരു മരം. മറ്റൊന്ന് പരിശുദ്ധാത്മാവ്. രണ്ട്, ഇതിൽ നിന്ന് കിട്ടുന്ന എണ്ണ നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മൾ വായിക്കുന്ന വചനം പരിശുദ്ധാത്മ നിറവിൽ ഈ എണ്ണ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. ആ എണ്ണ നമ്മുടെ മുഖത്തെ മിനുക്കും. അതിൻ്റെ അർത്ഥം എന്താ? മണവാട്ടിയായിട്ട് ഒരുക്കും. 104 സങ്കീർത്തനത്തിൽ 15 വാക്യം വായിക്കുമ്പോൾ എണ്ണ മുഖത്തെ മിനുക്കുന്നു. അപ്പം, വചനം അപ്പമായും വായിച്ചേ 104:15. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ്. അത് ആക്ഷികമായ വീഞ്ഞല്ല. അതാണ് പത്രോസ് പറഞ്ഞു, ഇവർ പുതുവീഞ്ഞ് കുടിച്ചവരല്ല, മറ്റേ വീഞ്ഞ് കുടിച്ചതാ. ഈ ലഹരി ഉണ്ടെങ്കിലേ മറ്റു ലഹരി വേണ്ടെന്ന് വയ്ക്കത്തുള്ളൂ. ഈ ലഹരി പെന്തിക്കോസിലെ പിള്ളേർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതെ വരുമ്പോഴാണ് നിങ്ങൾ അപ്പുറത്ത് പോയി സ്മോ അടിക്കാൻ പോകുന്നത്. സ്മോ അടിക്കാൻ പോകുന്നതിൻ്റെ കാരണം ഇതാണ്. ഒരു കൺവെൻഷന് പേരൻസ് നോക്കിയപ്പോൾ ഇവിടെ അല്ല, ഈ സെൻറ്ററിലല്ല കേട്ടോ, വേറെ സെൻറ്ററിൽ കൺവെൻഷൻ നടക്കുക. അവൻ നോക്കിയാൽ നല്ല ഉറത്തിറച്ചിയുടെ മണം. അപ്പോൾ അവർ ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് 2 പിള്ളേർ മേളിൽ പോയി. ഒരുത്തൻ കുപ്പിയും കൊണ്ട് വന്നു. പിന്നെ അവർ പിടിച്ചു കേട്ടോ. പിടിച്ചിട്ടെന്ത് കൊടുക്കാനാണ്? അപ്പോൾ ഈ ലഹരി ആദ്യം കൊടുക്കേ. ഇത് ലഹരി കെട്ടുന്നവന് മറ്റൊരു ലഹരി വേണ്ട. ഇത് ഒറിജിനലാണ്. അതാണ് ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും പിന്നെ മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. 3 കാര്യങ്ങൾ കേട്ടോ. വീഞ്ഞെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, ദൈവത്തിൻ്റെ ആത്മസന്തോഷം. ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പം, അത് വയറിനെ ബലപ്പെടുത്തുന്നതല്ല, ഹൃദയം ബലപ്പെട്ടിരുന്നാൽ മാത്രമേ പ്രശ്നങ്ങൾ നേരിടാനൊക്കത്തുള്ളൂ, വളരാനൊക്കത്തുള്ളൂ. അത് ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പം. മുഖത്തെ മിനുക്കുന്ന എണ്ണ, അതിൻ്റെ അർത്ഥം എന്താ? ആരോഗ്യമുണ്ട്, പക്ഷെ സൗന്ദര്യം കൊണ്ട് വരണം. യെശയ്യാപ്രവചനം 33:17 വായിക്കുമ്പോൾ മണവാളനെ, രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടു കൂടി ദർശിക്കണം. മണവാട്ടി സൗന്ദര്യമില്ലെങ്കിൽ എന്ത് പറയും? കല്യാണത്തിന് പോയാൽ കാര്യം ശരിയാ, ബുദ്ധി ജ്ഞാനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം നോക്കുന്ന എന്താ? സൗന്ദര്യം കൂടെ വേണ്ടേ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇത് ദൈവിക ചൈതന്യം, മറ്റു ലോകത്തിൻ്റെ സൗന്ദര്യമല്ല, അതാണ് മുഖത്തെ മിനുക്കുന്ന എണ്ണ. അപ്പോൾ ഈ എണ്ണ പകരുന്ന ഇത് 3 ഈ എണ്ണയ്ക്കകത്ത് 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെ? വീഞ്ഞ്, അപ്പം, എണ്ണ. അതാണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്. ഉയരത്തിലെ ജ്ഞാനമോ, ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം, ഉയരത്തിൽ നിന്നുള്ള ആത്മാവ്, ഇതെല്ലാം പലയിടത്തും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ആത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ 7 വിളക്ക് പ്രകാശിക്കും. എന്താ 7 വിളക്ക്, 7 ദീപങ്ങൾ എന്ന് പറയുന്നത്? യെശയ്യാ 11 അധ്യായത്തിൻ്റെ 2 വാക്യം മുതൽ വായിക്കാം. യെശയ്യാ 11:2 മുതൽ.
അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. നോക്കണം, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ്. അപ്പൊ യേശുക്രിസ്തുവിന്മേൽ 7 കണ്ണെന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. വായിക്കാം. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. വിളക്കിന്റെ നടുത്തണ്ടാണ് നമ്മൾ ഈ കാണുന്ന ദൈവാത്മാവ്. അത് 6 ശാഖകളായിട്ട് പിരിയുകയാണ്. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും വിവേകമില്ലാത്ത സ്ത്രീ എന്താ, പന്നിക്ക് മൂക്കുത്തിയിട്ട പോലെ ആയിപ്പോവും, ഇല്ലേ? അപ്പോൾ സ്ത്രീ സഭയാണ്, മണവാട്ടിയാണ്. അപ്പോൾ നമുക്ക് വിവേകം വേണം, ജ്ഞാനം, വിവേകം, പരിജ്ഞാനം. അല്ലാതെ കുടകർ വെച്ചുകൊണ്ടോ പിന്നെ വേറെന്തെങ്കിലും വലിയ വീട് വെച്ചുകൊണ്ട് ടൈൽസ് ഒട്ടിച്ചൊന്നും കാര്യമൊന്നുമില്ല. വിവേകവും ജ്ഞാനവും വേണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വായിച്ചേ. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. അപ്പം നിലവിളക്കിൻ്റെ നടുത്തണ്ട് ദൈവാത്മാവ്. അത് തന്നെ പിരിഞ്ഞു പോകുന്ന 2 എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ്, പിന്നെ ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്. ആലോചനയുടെയും ബലം രണ്ടും വേണം. ഈ ആലോചന ഒരുത്തരും ബലം മറ്റൊരുത്തനായതുകൊണ്ടാണ് പ്രശ്നം. തൊഴിലാളി അധ്വാനിക്കും, മുതലാളി ഓഫീസിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കും. ഇത് മുതലാളിയും തൊഴിലാളിയും ഒരാൾ തന്നെ, 2 in 1. അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. മുതലാളി ഒരാൾ തന്നെ, തൊഴിലാളി ഒരാൾ തന്നെ, 2 ആത്മാവ് ഒരാൾ വരികയാണ്. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും, പിന്നെ ആലോചനയുടെയും ബലത്തിൻ്റെയും, പിന്നെ പരിജ്ഞാനത്തിന്റെയും യഹോഭക്തിയുടെയും. പരിജ്ഞാനം അടുത്ത ദൈവികത്തിന്, പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെ ആത്മാവ്. ഇതാണ് 7 വിളക്ക് അല്ലെങ്കിൽ 7 ദീപം എന്ന് പറയുന്നത്. ഇപ്പോൾ സംശയമുണ്ടോ? ഇപ്പോൾ ആരിഫ് ഹുസൈനോട് പറഞ്ഞു കൊടുക്കണം, ഈ ആത്മാവെന്ന് പറഞ്ഞ് ഇതൊക്കെ തന്നെയാണ് ദൈവത്തിൽ നിന്ന് വരുന്ന 7 അനുഭവങ്ങൾ. എന്തൊക്കെ? ജ്ഞാനം, വിവേകം, ബലം, പരിജ്ഞാനം, പിന്നെ ആലോചന, ദൈവഭയം. ഇത് മനുഷ്യന് നിന്ന് കൊടുക്കാൻ പോകും. അതാണ് ദൈവീകം. അതാ ദൈവത്തിന് മനുഷ്യൻ കൊടുത്തിരിക്കുന്ന 7 വിളക്ക്, 7 ആത്മാവ്, 7 ദീപങ്ങൾ. ഇത് വെച്ചാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതാണ് 8-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ, ഞാൻ മുഖാന്തരം രാജാക്കന്മാർ വാഴും. രാജാക്കന്മാർക്ക് ഇതില്ലെങ്കിൽ ഇന്ന് പല രാജ്യങ്ങളും നടക്കുന്ന ഭരണം പോലെ നടക്കും, കേരളം ഉൾപ്പെടെ. ദൈവത്തിന് സ്തോത്രം. ഈ ജ്ഞാനത്തിലേക്ക് കൊണ്ട്, അതാണ് 1000 വർഷ ഭരണം സൗഭാഗ്യമായി തീരാൻ കാരണം. വായിച്ച് 11:9 വായിച്ച്. ഇനി ആ 11-ാം അധ്യായം മൊത്തം വായിച്ചാൽ ആ ജ്ഞാനം ഭരിക്കുന്ന രാജകാലത്തിൽ മനുഷ്യരും മൃഗങ്ങളും എല്ലാം തുല്യമായി. ഇന്നും മൃഗങ്ങളെ പേടി, മനുഷ്യനെ പേടി, അതെല്ലാം മാറും. മൃഗങ്ങൾക്ക് മനസ്സിലായി കേട്ടോ, മൃഗങ്ങൾക്കെല്ലാം മനസ്സിലായി 1000 വർഷ ഭരണം ആരംഭിക്കുക. അതുകൊണ്ട് അതുവരെ പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓടിച്ചു കളയുക. അപ്പോൾ അവർക്ക് ദേഷ്യം വരും. അവർക്ക് മനസ്സിലായി സമയം അടുത്തിരിക്കുന്നു. മൃഗങ്ങൾക്ക് മുന്നേ അറിയത്തില്ല. ഒരു ഭൂകമ്പോ ചുഴലിക്കാറ്റുണ്ടാകുന്ന നേരത്തെ മൃഗങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ സൃഷ്ടികൾ മനുഷ്യപുത്രന്മാരുടെ വീണ്ടെടുപ്പിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ രാജ്യം സ്ഥാപിക്കാൻ സമയം. അതുകൊണ്ട് പതുക്കെ അവരിറങ്ങി വരാൻ പോകുമ്പോൾ നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മളവരോട് എതിർക്കുന്നതുകൊണ്ട് അവർ നമ്മളോട് എതിർക്കുന്നു. തന്നെയല്ല സാത്താനിപ്പോഴും ഉള്ളതുകൊണ്ടാണ് കേട്ടോ. വായിക്കാം. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ആ രാജ്യത്തിൽ ഈ ആത്മാവ് എല്ലാവരിലും വാഴും. ഈ പറഞ്ഞ ഭരണകർത്താക്കന്മാർക്കെല്ലാം ഈ ആത്മാവുണ്ടാകും. അപ്പോൾ പിന്നെ ദോഷമില്ലല്ലോ. ജ്ഞാനവും വിവേകമൊക്കെ വന്നു കഴിഞ്ഞാൽ ആരും ദോഷം ചെയ്യാൻ പോകുന്നില്ല. കാരണം ചെയ്താൽ തിരിച്ചടിക്കും. അതുകൊണ്ട് ആരും നന്മ ചെയ്യും. നന്മ ചെയ്യുന്ന ഉത്സാഹമുള്ളവരായിത്തീരും. വായിക്കാം. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായി. ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട്, ക്രിസ്തുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്നുണ്ട്. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ഒരു ദോഷവും ചെയ്യൽ. ഇതാണ് സഹസ്രാബ്ദ വാഴ്ച, 1000 വർഷ ഭരണം. ഇത് മുതലാവും നമ്മളിലുണ്ടാകും. യഥാർത്ഥമായ ദൈവമക്കൾ ഇതുണ്ടാകും. ലോകത്തിൽ തന്നെ ചില മനുഷ്യർക്ക് ആ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ളവർ നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്യത്തില്ല. ഈ അശുദ്ധ ചിന്തകൾ, ജാതിയും മതവും ഭാഷയെല്ലാം കറങ്ങിക്കുത്തി ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കത്തില്ല. അതൊക്കെ അശുദ്ധമായ ആത്മാവാണ്, വിവരമില്ലാത്ത ആത്മാവ്, വിവരക്കേടിൻ്റെ ആത്മാവ്. അതിനാണ് ഈ പാർട്ടിക്കാരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. വർഗീയതയുണ്ട്, ആദിവാസി മറ്റേ മറിച്ചെല്ലാം പറഞ്ഞ് ജനത്തെ ഇങ്ങനെ വേർതിരിച്ചിട്ട് യവന്മാർ കസേരയിരുന്ന് ഭരിച്ച് അടിച്ചു പൊളി ജീവിക്കണം. ഈ ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ബോധം ഉണ്ടാക്കാൻ പാടില്ല. മിഷന്മാരുടെ പ്രവർത്തനം ഇവിടെ വേണ്ട, ക്രിസ്ത്യാനിത്വം വേണ്ട. കാരണം ഇത് ബോധം വന്നു കഴിഞ്ഞാൽ ഇവരൊന്നും ആരുടെ അടിമകളല്ല, എല്ലാവരും സ്വതന്ത്രരായിത്തീരും. നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ആ സഹസ്രാബ്ദ വാഴ്ചയ്ക്കാണ് വേണ്ടി ഒരുക്കിക്കൊണ്ട് അത് താമസിക്കാതെ നടക്കും. ഇവരെല്ലാം ഇവിടുന്ന് അടിച്ച് പുറത്താക്കും, എല്ലാത്തിനും കത്തിച്ച് കളയും. യെരുശലേമിൽ ഉൾപ്പെടെ സകല ദുഷ്ടന്മാരെയും ഈ ഭൂമിയിലിട്ട് കത്തിച്ച് കളയുന്നൊരു കാലം വരാൻ പോവുകയാണ്. ഈ അനാവശ്യം കൊണ്ട് നടക്കുന്ന സകല പുള്ളികളെയും ദൈവം തമ്പുരാൻ എഴുന്നേൽക്കാൻ തുടങ്ങി. ദൈവം എഴുന്നേൽക്കുന്ന ശത്രുക്കൾ ചിതറി വരുന്നൊരു സമയമുണ്ട്. അതുകൊണ്ട് പ്രിയരെ, നാം തുടർന്നുള്ള കാര്യം ദൈവം അനുവദിച്ചാൽ പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഇനി ചില കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് സൂചിപ്പിക്കാനുണ്ട്. പിന്നെ 2 മൽക്കീസദേക്കും മൽക്കീസദേക്കത്തുള്ള പുരോഹിതനും, അതും പ്രധാന ഒരു വിഷയമാണ്. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത സമയത്ത് ചിന്തിക്കാം. ഒരു നിമിഷം കണ്ണടയ്ക്കുക.
ദൈവമേ എനിക്ക് ഈ ഉയരത്തിലെ ജ്ഞാനം തരണമേ, ഈ പരിജ്ഞാനം എനിക്ക് തരണമേ. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറുന്നു. ആമേൻ. അതുകൊണ്ട് ദൈവം എഴുന്നേൽക്കട്ടെ. ഒന്നാമത് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം എഴുന്നേൽക്കട്ടെ. നമ്മളിലുള്ള ശത്രുക്കളായ എല്ലാ അന്യ സ്വഭാവങ്ങളും നീങ്ങിപ്പോട്ടെ. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറി ഓടിടുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ഏറി ഓടിടുന്നു. സൈന്യത്തിനധിപൻ യേശുരാജൻ രാജാവായി എഴുന്നള്ളുന്നു. സൈന്യത്തിനധിപൻ യേശുരാജൻ രാജാവായി എഴുന്നള്ളുന്നു. ജയം ജയം അവൻ നാമത്തിൽ, ജയം ജയം നമുക്കു സ്വന്തം. ജയം ജയം അവൻ നാമത്തിൽ, ജയം ജയം നമുക്കു സ്വന്തം. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറി ഓടിടുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറി ഓടിടുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറി ഓടിടുന്നു. ദൈവം ആമേൻ. ഓ ഗ്ലോറി. ശത്രു ചിതറി ഓടിടുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, ഹല്ലേലൂയ. ഓടിടുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറി ഓടിടുന്നു. ഹല്ലേലൂയ. വംശിപരവംശിര. ഹല്ലേലൂയ. വംശപരവംശിര. ഹല്ലേലൂയ. വംശപരവംശിര. ഹല്ലേലൂയ.